ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സന്നിഹിതരായിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും അതുല്യനായ യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീതമായ നാമത്തിൽ അഭിവാദനങ്ങൾ. ഇന്നത്തെ എൻ്റെ പ്രസംഗത്തിൻ്റെ പ്രമേയം ആധ്യാത്മിക രക്ഷ ക്രിസ്തുവിൽ മാത്രമോ? ഈ ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇന്നത്തെ പ്രസംഗം. നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധ എൻ്റെ പ്രമേയത്തിലേക്ക് വിനീതമായി ക്ഷണിച്ചുകൊള്ളുന്നു. ഉപോത്ബലകമായി യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യം ഞാൻ ഉദ്ധരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ പ്രഖ്യാപിച്ചതാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുകയില്ല. ഈ പ്രഖ്യാപനത്തിൻ്റെ ഉടമ ഒന്നുകിൽ ലോകം കണ്ട ഏറ്റവും വലിയ വഞ്ചകനും കള്ളനും അഹങ്കാരിയും അല്ല എന്ന് വന്നാൽ ദൈവമാണ്. രണ്ടിനും മധ്യേ ഒത്തുതീർപ്പിന് യാതൊരു നിവൃത്തിയുമില്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രഖ്യാപനം കൊണ്ട് മനസ്സിലാകുന്നതാണ് ഞാനിന്ന് നിങ്ങളോട് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. 7 കുറിപ്പുകൾ അടങ്ങിയ ഒരു ഹ്രസ്വമായ പ്രസംഗമാണ് ചെയ്യാൻ പോകുന്നത്. 1. ഈശ്വരനെ സംബന്ധിച്ച് ഈശ്വരൻ എല്ലാവർക്കും ഒരുവനേയുള്ളൂ. ഏകനായ ദൈവം, മനുഷ്യവർഗത്തിന് ഒരേ ഒരു ദൈവമേ ഉള്ളൂ. അനേകായിരം കോടി ദൈവങ്ങളെ ആരാധിച്ച പ്രാചീന കാലത്ത് ലോകത്തിൻ്റെ എവിടെയും ബഹുദൈവ വിശ്വാസത്തിൻ്റെ പ്രമാദം വളരെയേറെ വിശാലമായിരുന്നൊരു കാലഘട്ടത്തിൽ, അതുപോലെ തന്നെ ബഹുദൈവ വിശ്വാസം വളർന്ന് പന്തലിച്ച വളക്കൂറുള്ള മണ്ണായ ഈജിപ്തിൽ നിന്നുകൊണ്ട് ഇസ്രായേലിൻ്റെ തലക്കനം വന്ന പ്രവാചകനായ മോശ പ്രഖ്യാപിച്ചു, ഈശ്വരൻ ഏകനാകുന്നു. ആവർത്തനം 6:4. അല്ലയോ ഇസ്രായേലെ കേൾക്ക, നിന്റെ നാഥൻ ഏകനാകുന്നു എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. കാലം അധികം പുരോഗമിച്ചില്ല. BC 1440 മോശ പ്രഖ്യാപിച്ചു എങ്കിൽ BC 1375 ഈജിപ്തിൽ ചക്രവർത്തിയായിരുന്ന ഇക്നറ്റോൺ അഥവാ അമൻഹോട്ടപ്പ് 4 പ്രഖ്യാപിച്ചു, ഈശ്വരൻ ഏകനാകുന്നു. അവിടുത്തെ നാമം അറ്റോൺ, അദ്ദേഹത്തിൻ്റെ പേരും അദ്ദേഹം മാറ്റിയിട്ട് ഇക്നറ്റോൺ എന്നാക്കി തീർക്കുകയുണ്ടായി. കാലം പിന്നെയും പുരോഗമിച്ചു. അല്പം കൂടെ കഴിഞ്ഞപ്പോൾ നാം അറിയുന്നത് പോലെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും പ്രസിദ്ധമായ പേർഷ്യൻ നാടുകളിൽ അനേകേശ്വര വിശ്വാസം വളരെയേറെ വളർന്നു വലുതായിരുന്ന പേർഷ്യൻ നാടുകളിൽ നിന്ന് സ്വതന്ത്രത പ്രഖ്യാപിച്ചു, ഈശ്വരൻ ഏകനാകുന്നു, അവൻ്റെ അകുരമസ്ത. കാലം പിന്നെയും പുരോഗമിച്ചു. നാം അറിയുന്നത് പോലെ ഇന്ത്യയുടെ മണ്ണിൽ നിന്നുകൊണ്ടും ആളുകൾ ഇത് തന്നെ പ്രഖ്യാപിക്കുകയുണ്ടായി. ഡോക്ടർ രാധാകൃഷ്ണൻ ഇന്ത്യൻ ഫിലോസഫി എന്ന പുസ്തകത്തിൽ ഇങ്ങനെ എഴുതുകയുണ്ടായി, ഒരുപറ്റം ദേവീദേവന്മാർ സൃഷ്ടിക്കുന്ന അരാജകത്വത്തേക്കാൾ യുക്തവും സരളവുമായിട്ടുള്ളത് ഏകദൈവ വിശ്വാസം. ഈ വിശ്വാസം ആദ്യമായി അംഗീകരിക്കുവാൻ ഭാഗ്യം ലഭിച്ച ജനത എബ്രായ ജനത. ഇത് കൃഷ്ണൻകുട്ടിയല്ല പറയുന്നത്, സർവേപ്പള്ളി രാധാകൃഷ്ണൻ. അദ്ദേഹം എഴുതി വെച്ച വാക്യങ്ങളാണ് ഞാൻ ഉദ്ധരിച്ചത്. 33 കോടി ദേവന്മാരെ ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്ത ആര്യന്മാരുടെ ഇടയിലെ തലക്കനം വന്ന 20-ാം നൂറ്റാണ്ട് കണ്ട ലോകോത്തര ദാർശനികനായ നമ്മുടെ മുൻ പ്രസിഡന്റായിരുന്ന രാധാകൃഷ്ണൻ്റെ വാക്കുകളാണ് ഇത്. അതുകൊണ്ട് ഏകദൈവ വിശ്വാസം എബ്രായ ജനതയ്ക്ക് ആദ്യമായി ലഭിച്ചു എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. കാലം പിന്നെയും പുരോഗമിച്ചു. ക്രൈസ്തവ യുഗം ആരംഭിച്ചപ്പോൾ ക്രൈസ്തവർ ലോകത്തിന് നാനാ കോണുകളിൽ നിന്നുകൊണ്ട് ലോകത്തോട് അനവരതം വിളംബരം ചെയ്തു, ഈശ്വരൻ ഏകനാകുന്നു. കാലം പിന്നെയും പുരോഗമിച്ചപ്പോൾ മക്കായുടെയും മദീനയുടെയും മണ്ണിൽ ഇതിൻ്റെ മുഴക്കം കേൾക്കാമായിരുന്നു. ഞാനത് വിശദീകരിക്കുന്നില്ല. ഈശ്വരൻ ഏകനാകുന്നു. ഈ ഈശ്വരനെ കുറിച്ച് സംക്ഷിപ്തമായിട്ട് പറഞ്ഞു നിർത്തിയാൽ ഈശ്വരൻ്റെ പേരെന്താണ്, ദൈവത്തിൻ്റെ പേരെന്താണ്? അതുകൊണ്ട് ദൈവം മോശയോട് സംസാരിച്ചപ്പോൾ മോശ ചോദിച്ചു, നിന്നെ അയച്ച ദൈവത്തിൻ്റെ പേരെന്തെന്ന് പറഞ്ഞാൽ എന്ത് പറയണം? ദൈവം ഒരു പേര് പറഞ്ഞു കൊടുത്തു. ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്ന 3 പ്രധാനപ്പെട്ട പേരുകൾ മാത്രമേ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നു. 1 ഉൽപ്പത്തി 1:1 ഏലോഹീം. ഏലോഹീം എന്നുള്ളത് ബഹുവചനവാചിയായ ഒരു ശബ്ദമാണ്. ദൈവത്തിൽ ഒന്നിലധികം ആളത്വം ഉൾക്കൊള്ളുന്നു എന്ന് വെച്ചാൽ 4ആയി വർദ്ധിക്കാതെ 2ആയി ചുരുങ്ങാതെ സ്ഥിരം വർത്തമാനമായിരിക്കുന്ന യെശയ്യാവിൻ്റെ പ്രവചനം 6-ാം അധ്യായം കൊണ്ടും വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം കൊണ്ടും അതുപോലെ മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം കൊണ്ട് സമർത്ഥിക്കുവാൻ കഴിയുന്ന ത്രിയേകനായ ദൈവത്തിൻ്റെ അനുഗ്രഹീതമായ അവതരണമാണ് അവിടെ കാണുന്നത് ഏലോഹീം. കാലം കുറേ കൂടെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെയും ദൈവം മനുഷ്യവർഗത്തോട് സംസാരിച്ചു. ആ ദൈവത്തോട് മോശ ചോദിച്ചു, നിന്നെ അയച്ച ദൈവത്തിൻ്റെ പേരെന്തെന്ന് പറഞ്ഞാൽ എന്ന് പറയണം. ദൈവം പറഞ്ഞു കൊടുത്തു, ഞാനാകുന്നവൻ ഞാനാകുന്നു. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇതൊരു പേരാണോ? ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ ഒരു പേരാണോ? അല്ല, ഇത് കാലവാച്ചിയായ ഒരു ശബ്ദമാണ്. എന്ന് പറഞ്ഞാൽ വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ഇതിന് ഭൂതമില്ല, ഭാവിയില്ല, സ്ഥിര വർത്തമാനം. ദൈവത്തിന് ഭൂതവും ഭാവിയുമില്ല, സ്ഥിരമായ വർത്തമാനമായിരിക്കുന്നവനാണ്. നിത്യനായ ദൈവത്തിന് നിത്യമായ സ്വഭാവത്തിന് നിത്യമായ വിളംബരമാണ് ഈ നാമം. 2 കാര്യം പറഞ്ഞു. 3, ദൈവത്തിൻ്റെ നാമത്തെ സംബന്ധിച്ച് പിന്നീട് തുടർച്ചയായി ഉൽപ്പത്തി മുതൽ നാം വായിക്കുന്നത് ദൈവത്തെ സംബന്ധിച്ച് അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായി നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം
എന്നാണ് വിളിക്കപ്പെട്ടത്. ഈ ദൈവം അല്ലാതെ മറ്റ് ഏത് പേരിൽ അറിയപ്പെടുന്നവനെയും ദൈവം എന്ന് വിളിക്കാൻ നിവൃത്തിയില്ല എന്ന് പറയുമ്പോൾ ഇവിടെ വെച്ച് നിങ്ങളത് വ്യക്തമായി മനസ്സിലാക്കണം. മറ്റൊന്നിനെ കൂടെ ഉദ്ദേശിക്കുകയാണ് ഞാൻ, ബാക്കി പറയുകയില്ല. അവിടെ ചുരുക്കി പറഞ്ഞാൽ ഈശ്വരൻ ഏകനാകുന്നു. ഇത് എവിടെയും വിളംബരം ചെയ്യപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ്. ആ ഈശ്വരൻ സനാതനാണ്, ആ ഈശ്വരൻ സഗുണനാണ് എന്ന് പറഞ്ഞാൽ സഗുണ സനാതന സത്വാവിശേഷമായ ദൈവത്തെയാണ് ബൈബിൾ വിളംബരം ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഈശ്വരന് ഗുണവിശേഷങ്ങളുണ്ട്. കാലടി ശങ്കരൻ പറയുന്നത് പോലെ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ അവിടെ നിർഗുണബ്രഹ്മമല്ല, സഗുണം സനാതനം. എങ്ങനെയെന്ന് ചോദിച്ചാൽ ഈശ്വരനെ കുറിച്ച് ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്. ഈശ്വരൻ എന്ന പേര് ക്രിസ്ത്യാനികൾക്ക് സ്വല്പം അലർജ്യമായി തോന്നും, ക്ഷമിക്കണം, ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നതാണ്. എങ്കിലും ദൈവമെന്ന് പറഞ്ഞാൽ യോഹന്നാൻ 3:30 ദൈവം സത്യവാൻ, യോഹന്നാൻ 4:24 ദൈവം ആത്മാവാകുന്നു, 1 യോഹന്നാൻ 1:5 ദൈവം വെളിച്ചമാകുന്നു, 1 യോഹന്നാൻ 2:28 29 ദൈവം നീതിമാനാകുന്നു, 1 യോഹന്നാൻ 4:8 ദൈവം സ്നേഹമാകുന്നു, 1 യോഹന്നാൻ 5:20 ദൈവം ജീവനാകുന്നു. ഇത്രയും വാക്കുകൾ ഗുണലക്ഷണങ്ങളാണ് ദൈവത്തിൻ്റെ. ഇനി മറ്റുള്ള ഗുണങ്ങളൊക്കെ എത്രയുണ്ട്, വിശദീകരിക്കാൻ സമയം പോരാ, വിട്ടുകളയുന്നു. അതുകൊണ്ട് ഈശ്വരൻ എല്ലായിടത്തുമുള്ള എല്ലാവർക്കും ഒരുവനാകുന്നു. ഹിന്ദുവിനൊരു ദൈവം, ക്രിസ്ത്യാനിക്കൊരു ദൈവം, മുസ്ലിമിന് മൂന്നാമതൊരു ദൈവം എന്നൊരു ദൈവമില്ല. എവിടെയുമുള്ള ജനകോടികൾക്ക് ഈശ്വരൻ ഏകനാകുന്നു. ആ ഏകനായ ദൈവം, ഏക സ്വഭാവമുള്ള ദൈവം, ആ ദൈവത്തെയാണ് നാം അംഗീകരിക്കേണ്ടത്, ആദരിക്കേണ്ടത്, ബഹുമാനിക്കേണ്ടത്. ഇന്ന് ഒരു സ്നേഹിതൻ എന്നെ കാണാൻ വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലുള്ള ഒരു ഫോട്ടോ കണ്ടിട്ട് ഒരു മുസ്ലിം സുഹൃത്ത് പറഞ്ഞു, നീ ഈ മനുഷ്യനെ ആരാധിക്കരുത്, ഈ മനുഷ്യനൊരു മനുഷ്യനാണ്, നേരെ മറിച്ച് ഒരു ദൈവമേ ഉള്ളൂ, അവനെ വേണം ആരാധിക്കാൻ. ആ വാക്ക് അദ്ദേഹത്തെ സ്പർശിക്കുകയുണ്ടായി. കൃഷ്ണഭക്തനായിരുന്ന ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ, കൃഷ്ണൻ്റെ ഉപകരണമായ മുരളിയ എന്നുള്ള പേരുള്ള ആ സുഹൃത്തിൻ്റെ ജീവിതത്തിൽ വളരെയേറെ ഒരു മാറ്റത്തിന് അത് വഴിതെളിക്കുകയുണ്ടായി. ഞാൻ ആ ഭാഗം വിടുകയാണ്. ഈശ്വരൻ ഏകനാകുന്നു. 2, ലോക ജനതയിൽ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം, ഈ കാണപ്പെടുന്ന ചരാചര നിബദ്ധമായി പ്രപഞ്ചത്തെ ഉണ്ടാക്കിയ അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ ദൈവം, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ മനുഷ്യനെ ഉണ്ടാക്കി. മനുഷ്യൻ എന്ന് പറയാൻ ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മകടമായ ഭാവമാണ്. ഈ അനുഗ്രഹീതനായ മനുഷ്യനെ ഉണ്ടാക്കിയപ്പോൾ ദൈവം തൻ്റെ സാദൃശ്യത്തിൽ ഉണ്ടാക്കി. ഇന്നലെ ഞാൻ വിവരിച്ചു, അതുകൊണ്ട് അപ്പുറം വിടുകളെയാണ്. ഇങ്ങനെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അവിടെ ജാതിയോ മതമോ ഒന്നും വരുന്നില്ല. അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായത്തിൻ്റെ 26 പണ്ഡിതവരേണ്യനായ പൗലൂസ് തത്വചിന്തയുടെ തറവാടായ ഗ്രീസിൻ്റെ ഏറ്റവും പ്രശസ്ത നഗരിയായ അഥേനയിൽ നിന്നുകൊണ്ട് പ്രഖ്യാപിച്ചത് ഇങ്ങനെയാണ്. അവിടെ അദ്ദേഹം വളരെ വിശദമായി ദൈവത്തെക്കുറിച്ച് വിളംബരം ചെയ്യുന്നതോടൊപ്പം പറഞ്ഞു, ഭൂതലത്തിൽ എങ്ങും കുടിയിരിപ്പാൻ ഒരുത്തന് നിന്ന് ദൈവം മനുഷ്യജാതി ഒക്കെയും ഉളവാക്കി എന്ന് പറയുമ്പോൾ ഗ്രീസിൽ സൗന്ദര്യാരാധകന്മാരായ ഗ്രേക്കരെയും അതുപോലെ തന്നെ ബലത്തെയും സുഖത്തെയും ആരാധിക്കുന്ന റോമരെയും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഈ ഒരുത്തനിൽ നിന്നാണ് ഈ മനുഷ്യജാതി ഒക്കെയും ഉളവായത്. അത് ഞാൻ വളരെയേറെ വിശദീകരിക്കുന്നില്ല. മനുഷ്യവർഗത്തിൽ ഇന്ന് കാണുന്ന വർണ്ണവും വർഗവുമെല്ലാം മനുഷ്യനുണ്ടാക്കി വെച്ചതാണ്. ചാതുർവർണ്ണ്യം മയാസൃഷ്ടമെന്ന് പറയുന്നവനെ ദൈവമെന്ന് വിളിക്കാൻ നിവൃത്തിയില്ല. ഭഗവത്ഗീതയെ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു, ചാതുർവർണ്ണ്യം മയാസൃഷ്ടം, അത് ദൈവത്തിൻ്റെ സ്വഭാവത്തിന് ചേരുകയില്ല. ദൈവമാണെങ്കിൽ തൻ്റെ സൃഷ്ടിവർഗത്തെ ജാതി മതം അത് ഇതെന്ന് തിരിക്കാൻ പാടില്ല. അതുകൊണ്ട് ദൈവം വർഗ വർണ്ണ ഉച്ച നീച ഭേദം കൂടാതെ മനുഷ്യവർഗത്തെ ഒന്നായി കാണുന്നവനാണ്. അതുകൊണ്ട് ദൈവം ജാതി വ്യത്യാസപ്പെടുത്തിയിരുന്നു എങ്കിൽ നമ്മുടെ കേരള ഭാഷയിൽ പറഞ്ഞാൽ പറച്ചിപറ്റ പന്തിരുകുലം ഉണ്ടാകുകയില്ല. വരരുചി എന്ന് പറയുന്ന ബ്രാഹ്മണന് ചണ്ടാലപ്പെണ്ണിൽ 12 കുട്ടികൾ ജനിക്കുമായിരുന്നില്ല. ഇനി വിശാലമായി പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ടെന്നീസ് താരം ബോറിസ് ബക്കറിന് നീഗ്രോ പെണ്ണിൽ 3 കുട്ടികൾ ഒന്നിന് പുറകെ. അതുകൊണ്ട് ദൈവം ജാതി വ്യത്യാസം ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇതെങ്ങനെ സംഭവിക്കും? അതുകൊണ്ട് വെള്ളക്കാരന് നീഗ്രോയും തമ്മിൽ കല്യാണം കഴിച്ച കുട്ടികളുണ്ടാകും. അതുകൊണ്ട് ദൈവം ഒരിക്കലും ജാതി വ്യത്യാസം ഉണ്ടാക്കിയില്ല. ദൈവം ജാതിയോ മതമോ ഒക്കെ അതിനതീതനാണ്. അതുകൊണ്ട് ജാതി വ്യത്യാസത്തിൻ്റെ അടിവേർ അറുക്കുന്നതാണ് യേശുക്രിസ്തുവിൻ്റെ എല്ലാ ഉപദേശങ്ങളും. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞത്, യഹൂദനെന്നും യവനനെന്നും ശകരെന്നും ദാസനെന്നും ബർബരനെന്നും ഇല്ല, എല്ലാവരും ഒന്നത്രേ. അത് പറയുവാൻ ബൈബിളിന് സാധിച്ച ഏറ്റവും മഹത്തായ കാര്യം. അതിനെക്കുറിച്ച് ഞാനിപ്പോൾ കൂടുതൽ വിശദീകരിക്കുന്നില്ല. മനുഷ്യവർഗമെല്ലാം ഒന്നാണ്, അവിടെ ജാതിയും മതവുമില്ല. അതുകൊണ്ട് ജാതിക്കും മതത്തിനും അതീതമായി മനുഷ്യവർഗത്തെ കാണുന്ന മഹാദൈവം, സമദർശിയായ ദൈവം സകല മനുഷ്യരെയും സമമായി കാണുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ സമഭാവനയുടെ ഏറ്റവും മഹത്തായ ഭാവമെന്ന് പറഞ്ഞുകൊണ്ട് സമയപരിമിതിയിൽ ഞാൻ ഇത് വിട്ടുകളയുന്നു. 2 കുറിപ്പുകൾ പറഞ്ഞു. 3, ദൈവം ജീവനുള്ളവനാണ്, ആ ദൈവം സംസാരിക്കുന്നവനാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്ദേശം ഏകമാകുന്നു. ഏകനായ ദൈവം, ഏകമായ ജനത. ആ ദൈവത്തോട് ദൈവം സംസാരിച്ചാൽ അവൻ നൽകുന്നതായ സന്ദേശവും ഏകമായിരിക്കും. ദൈവം ഒരിക്കലും സംസാരിക്കാതിരുന്നിട്ടില്ല. ചരിത്രത്തിൻ്റെ താളുകൾ പരിശോധിച്ചാൽ ദൈവം സംസാരിക്കാതിരുന്ന യാതൊരു കാലവുമില്ലായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിൻ്റെ 30-ാം സൂക്തത്തിൽ പണ്ഡിതവരേണ്യനായ പൗലൂസ് അഥേനയിൽ വെച്ച് തന്നെ പറഞ്ഞ മറ്റൊരു പ്രസ്താവനയുണ്ട്. എല്ലായിടത്തുമുള്ള എല്ലാവരോടുമുള്ള ഈശ്വരൻ്റെ കൽപ്പന, എല്ലാവരും ഇപ്പോൾ മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യനോട്
കൽപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കൽപ്പനയാണ്. അതുപോലെ എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവം പണ്ട് ഭാഗമായി വിവിധമായി പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. ദൈവം അരുളി ചെയ്യാത്ത യാതൊരു കാലവുമില്ല. ഒന്നുകിൽ ദൈവം അരുളി ചെയ്തു, അല്ലെങ്കിൽ പുത്രൻ അരുളി ചെയ്തു, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് അരുളി ചെയ്തു. ഇങ്ങനെ ത്രിയേകനായ ദൈവം മനുഷ്യരാശിക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹീതമായ അരുളപ്പാടുകളുടെ കേദാരമാണ്, അനുഗ്രഹീതമായ ശേഖരണമാണ് ബൈബിൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ബൈബിൾ എന്ന് പറഞ്ഞാൽ ദൈവനിശ്വാസീയമാണ്. ദൈവനിശ്വാസീയം എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയണം. ഈ ബൈബിളിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇത് യജ്ഞകുണ്ടത്തിൽ നിന്ന് കയറി ഇറങ്ങി വന്നോ, മനസ്സാകുന്ന സമുദ്രത്തെ കിളച്ചുണ്ടാക്കിയെടുത്തെന്നോ, അല്ലെങ്കിൽ ആകാശത്തിൽ നിന്ന് കെട്ടിയിറക്കി കിട്ടിയോന്നല്ല. മനുഷ്യർ തന്നെ സംസാരിച്ചതാണ് പരിശുദ്ധാത്മ നിയോഗത്താൽ. മനുഷ്യർ തന്നെ എഴുതി വെച്ചതാണ് പരിശുദ്ധാത്മ നിയോഗത്താൽ. അതുകൊണ്ട് മനുഷ്യൻ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് എഴുതി വെച്ചതാണ് ഈ തിരുവെഴുത്ത്. ആ തിരുവെഴുത്തിനെ കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ ദൈവം എല്ലായിടത്തും എല്ലാവരോടും സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. ആ ദൈവം സംസാരിച്ചതുകൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ളവരും ഇത് മനസ്സിലാക്കാൻ ഇടയായത്. ദൈവം സംസാരിക്കാത്ത ഒരു കാലഘട്ടവും ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ദൈവം അരുളി ചെയ്യുന്നവനാണ്, ജീവനുള്ള ദൈവം അരുളി ചെയ്യുന്നവനാണ്. അവൻ മനുഷ്യവർഗത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് അരുളി ചെയ്യാതിരിക്കാൻ ഒക്കെയില്ല. ആ സ്നേഹത്തിൻ്റെ അരുളപ്പാടുകളും അതുപോലെ തന്നെ തീഷ്ണമായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനങ്ങളും ബൈബിളിൽ വായിക്കാം. ഞാൻ ഈ ഭാഗം ഇവിടെയാണ് കുറിപ്പ് 3 പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് മനുഷ്യനെ സംബന്ധിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രസക്തമായ അടുത്ത ഭാഗത്തേക്ക് ഞാൻ വരികയാണ്. മനുഷ്യന് ഈ ഒരേ ഒരു ദൈവം, ആ ഒരേ ഒരു ദൈവം, ഒരേ ഒരു സ്വർഗം, ആ ഒരേ മനുഷ്യവർഗത്തെ സൃഷ്ടിച്ച ദൈവം, അതുപോലെ തന്നെ ഒരേ സന്ദേശം എല്ലായിടത്തുമുള്ള എല്ലാവർക്കും നൽകുന്ന ദൈവം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ മനുഷ്യവർഗത്തിനെല്ലാം ഒരേ ഒരു രക്ഷിതാവ് മതി. അത് പറയാനാണ് ഇത്രയും ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് എല്ലായിടത്തുമുള്ള എല്ലാവർക്കും രക്ഷിതാവും ഏകനാകുന്നു. ഇത് സംബന്ധിച്ച് 1, 2, 3, 4 കുറിപ്പുകളായിട്ട് ഞാൻ പറഞ്ഞു വിടുന്നതാണ്. മനുഷ്യവർഗത്തെ സംബന്ധിച്ചുള്ള ഒരേ ഒരു രക്ഷിതാവ്. ഞാൻ ഇന്നലെ ഉദ്ധരിച്ച ഒരു വാക്യം തന്നെ ഇന്ന് ഉദ്ധരിക്കുകയാണ്. ലൂക്കോസ് 2:10. നമ്മുടെ കർത്താവായ യേശു എന്ന കാലകതിരവൻ കാലത്തിലേക്ക് ആവിർഭവിക്കുന്ന വേളയിൽ കന്യക മറിയത്തിൻ്റെ പുത്രനായി ലോകത്തിൽ അവതരിച്ച് പിറന്നു വീഴുമ്പോൾ അന്ന് യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് വിളംബരം ചെയ്ത് ദൂതൻ പറഞ്ഞതാണ്. ആ ദൂതൻ്റെ വിളംബരം ഇതായിരുന്നു: സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്ക് ജനിച്ചിരിക്കുന്നു. ആകാശത്തിൻ്റെ അറുതികളിൽ വെളിപ്പെട്ട ദൈവദൂതൻ്റെ പ്രഖ്യാപനം. ഈ പ്രഖ്യാപനം കഴിഞ്ഞപ്പോൾ ദൂതസംഘം ഒന്നിച്ച് വന്നൊരു സംഘാലാപം. ആ സംഘഗാനമാണ് പിന്നീട് നമ്മൾ വായിക്കുന്നത്. സ്വർഗത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഗംഭീരമായിരിക്കുന്ന സംഘാലാപം. അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ സമയമില്ല. അങ്ങനെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഭൂജാതമായപ്പോൾ പറഞ്ഞത് തന്നെ എന്താണ്? കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ഈ വർത്തമാനകാലത്തിൽ, ഇന്ന് ഈ കൃപായുഗത്തിൽ, ഇന്ന് ദൈവം മനുഷ്യനോട് സംസാരിക്കുവാൻ ഇറങ്ങി വന്ന ഇന്ന്, അതുകൊണ്ട് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നു. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം മനുഷ്യവർഗത്തെ സ്നേഹിച്ചുകൊണ്ട് ഇറങ്ങി വന്നു. ഇവിടെ യേശുക്രിസ്തുവിനെ രക്ഷകനെന്നാണ് ബൈബിൾ വെളിപ്പെടുത്തുന്നത്. പഴയ നിയമത്തിൽ യഹോവയായ ദൈവം രക്ഷകനെന്നാണ് വിളിച്ചിരിക്കുന്നത്. സകല ഭൂസീമാവാസികളുമായുള്ളവരെ നിങ്ങളെല്ലാവരും എങ്കിലേക്ക് നോക്കി രക്ഷപ്പെടുവിൻ. പ്രവാചകനായ യെശയ്യാവ് മുഖാന്തരം ദൈവം ലോകത്തോട് അരുളി ചെയ്തതാണ്. എങ്കിലേക്ക് നോക്കി രക്ഷപ്പെടുവിനെന്ന് ക്രിസ്തുവിനും 750 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ വിളംബരം ചെയ്യുകയുണ്ട്. എങ്കിലേക്ക് നോക്കി സകല ഭൂസീമാവാസികളുമായുള്ളവരെ. ദൈവത്തിന് അതിരില്ലാത്തത് കൊണ്ട്, ദൈവം സീമാതീതനായതുകൊണ്ട്, സീമയില്ലാത്ത ദൈവത്തിൻ്റെ സീമയില്ലാത്ത സന്ദേശം സീമാതീതമായി സർവ്വജനകോടികൾക്ക് നൽകിയിരിക്കുന്നത് കൊണ്ടാണ് ദൈവം വിളിക്കുന്നത് സകല ഭൂസീമാവാസികളുമായുള്ളവരെ. ഞാൻ പറഞ്ഞ വാക്കുകളിലെ 2 വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ദൈവദൂതൻ പറഞ്ഞത് സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം, സർവ്വജനത്തിനും. ഇവിടെ ദൈവം അരുളി ചെയ്യുന്നത് സകല ഭൂസീമാവാസികളുമായുള്ളവരെ എന്ന് പറഞ്ഞാൽ സങ്കുചിതമായ മനസ്സിൻ്റെ ഉടമയല്ല ഈശ്വരൻ. അവിടുന്ന് ഇടിഞ്ഞ ഭിത്തിക്കുള്ളിൽ ജീവിക്കുന്നവനല്ല. ആ വിശാലമായി മനുഷ്യവർഗത്തെ സ്നേഹിക്കുന്ന ദൈവം മനുഷ്യനെ ആഹ്വാനം ചെയ്യുന്നത് അവങ്കിലേക്ക് നോക്കി രക്ഷപ്പെടുവാൻ. അതിൻ്റെ ഏറ്റവും ഗംഭീരമായിരിക്കുന്ന രൂപമാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിളംബരം. ഞാൻ ഈ ഭാഗം വിടുകയാണ്. ഇങ്ങനെ ലോകത്തിൽ കർത്താവായ യേശുക്രിസ്തു അവതരിച്ചു വരുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് വന്നിരുന്ന 1, 2, 3, 4 കാര്യങ്ങൾ ഈ പോയിന്റ് പറയുന്നത്. ഒന്ന്, ഒരു 4000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ ചോദ്യം ഉന്നയിച്ചു: മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? യോബ് 14:14. ഒരു 1000 വർഷം കൂടെ കഴിഞ്ഞു കോരഹപുത്രന്മാർ മറ്റൊരു ചോദ്യം ഉന്നയിച്ചു: സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന്
അവന് വേണ്ടി പ്രാണന്റെ വീണ്ടെടുപ്പ് വില കൊടുപ്പാൻ ആർക്ക് കഴിയും? അവൻ്റെ പ്രാണന്റെ വീണ്ടെടുപ്പ് വളരെ വിലയേറിയതാകുന്നു. പക്ഷേ ഒരു വാക്യം കൂടെ കൂട്ടിച്ചേർത്തു, അത് ഒരു നാളും സാധ്യമല്ല. കോരഹപുത്രന്മാർ അവരെ സംബന്ധിച്ച് ഇത് അടഞ്ഞ അധ്യായമെന്നാണ് പറഞ്ഞത്. ഒരു നാളും സാധ്യമല്ല. 1000 വർഷം കൂടെ കഴിഞ്ഞു. ഇതാ വരുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അവിടുത്തോട് തൻ്റെ ശിഷ്യനായ പത്രോസ് ചോദിച്ചു, ഗുരു, ഇങ്ങനെയായി രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയും? മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 26-ാം വാക്യം. ഇങ്ങനെയാൽ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയും? അതിന് അവിടുന്ന് പറഞ്ഞ മറുപടി ഇതാണ്, മനുഷ്യർക്ക് അസാധ്യം, ദൈവത്തിന് സാധ്യം. ഇനി അത്രയും അവിടെ വെച്ചിട്ട് മനുഷ്യവർഗത്തിൻ്റെ രക്ഷ എന്താണ്? രക്ഷ എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമുക്കറിയാം ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ എന്ന് ഒറ്റ വാക്യത്തിൽ അറിയുവാൻ. പക്ഷേ രക്ഷ എന്നുള്ള വാക്കിൻ്റെ പൂർണ്ണ രൂപം നമുക്ക് മനസ്സിലാക്കുവാൻ റോമാലേഖനം 3:19 ഇന്നലെ ഞാൻ ഉദ്ധരിച്ച വാക്യമാണ്. ഒരിക്കൽ കൂടെ ഉദ്ധരിക്കുകയാണ് ആ വാക്യം. ഏത് വായുമടഞ്ഞ് സർവ്വലോകവും ശിക്ഷാവിധിയുടെ കീഴിൽ എല്ലാവരും ഒരുപോലെ പാപികളാകയാൽ, ഒരേ ഒരു മാനവ സമൂഹം എല്ലാവരും ഒരുപോലെ പാപികളാകയാൽ, എല്ലാവരും ഒരുപോലെ പാപത്തിൻ്റെ ശമ്പളമായി മരിക്കുന്നവരാകയാൽ, എല്ലാവരും പാപത്തിൻ്റെ ഫലമായി ഒരുപോലെ നരകഗാമികളായി തീർന്നതിനാൽ, എല്ലാവരും ഒരുപോലെ സമശിക്ഷാവിധിക്ക് വിധിക്കപ്പെട്ടവരാകയാൽ, അവർക്കെല്ലാം വേണ്ടി അവതരിച്ചു വന്ന ഒരേ ഒരു രക്ഷിതാവ്. അതുകൊണ്ട് മനുഷ്യവർഗത്തിൻ്റെ രക്ഷ ഈ നരകത്തിൽ നിന്നുള്ള മോചനമാണ്. ഞങ്ങൾ പറയുമ്പോൾ അതുകൊണ്ടാണ് അതും ഇതുമൊന്നും പറയാതെ നേരെ ഈ സുവിശേഷത്തെക്കുറിച്ച്, രക്ഷയെക്കുറിച്ച് വിശദീകരിക്കുന്നത്. മനുഷ്യൻ നരകത്തിലേക്ക് പോകാതെ രക്ഷപ്പെടണം. എല്ലാവരും ഒരുപോലെ തന്നെ ജന്മന കർമ്മണ വാഗ്മന കായങ്ങളാൽ പാപികളായിരിക്കയാൽ, പാപത്തിൻ്റെ ശമ്പളം ഭയാനകമായിരിക്കുന്ന രണ്ടാം മരണമാകയാൽ, രണ്ടാം മരണം അന്ധമായിരിക്കുന്ന അനുഭൂതി വിശേഷമാകയാൽ, അവിടെ ചെന്നാൽ തിരിച്ചു വരവില്ലാത്തത് കൊണ്ട്, ആ നരകത്തിൽ ചെന്നാൽ പിന്നെ അവനെ രക്ഷിക്കുവാനുള്ള തന്ത്രമന്ത്രാദികളും കർമ്മകാണ്ഡങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവൻ രക്ഷിക്കപ്പെടേണ്ടത് ഇവിടെ വെച്ചാണ്. അതുകൊണ്ട് മനുഷ്യൻ്റെ രക്ഷ എന്ന് പറയുന്നത് നരകത്തിൽ നിന്നുള്ള മോചനമാണ്. അതുകൊണ്ട് നമ്മുടെ കേരളത്തിൽ ഒരു നല്ല ഭക്തിഗാനം കേൾക്കാവുന്നതാണ്. രാവിലെ എഴുന്നേറ്റ് കേൾക്കും. നരകത്തീന്ന് ജോയി വാമ്പാടിയാണെങ്കിൽ ഈണത്തിലൊക്കെ പാടും, എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് എനിക്ക് രാഗവുമില്ല താളവുമില്ല. എന്നോട് ഇവിടെ കയ്യടിച്ച് പാടിയപ്പോൾ ഉപദേശിമാർക്കും കയ്യടിക്കാമെന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ പാപ്പച്ചൻ സഹോദരൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ താളമടിച്ചാൽ അവതാളമാകും. അതുകൊണ്ടാണ് താളമടിക്കാത്തത്. അതുകൊണ്ടൊന്നും എനിക്ക് പാടാനും അറിയില്ല, താളമടിക്കാനും അറിയില്ല. പക്ഷേ ഇവിടെ പറഞ്ഞു വന്നത്, ഈ ഗാനം സുന്ദരമായിരിക്കുന്ന ആലാപത്തിൽ കേട്ടത് ഇങ്ങനെയാണ്, നരകത്തിൽ തന്നെ കയറ്റിയിടണം. ഞാനും എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നരകത്തിൽ നിന്ന് കയറ്റണം. പക്ഷേ എന്ത് ചെയ്യാം? നരകത്തിൽ നിന്നുള്ള വിടുതലാണ് രക്ഷ എന്ന് പറയുന്നത്. അല്ലാതെ ചില്ലറ സൗഖ്യം കിട്ടുന്നതോ ചില്ലറയായിരിക്കുന്ന വല്ല ആശ്വാസവും കിട്ടുന്നതോ അല്ല. നരക ശിക്ഷയിൽ നിന്നുള്ള നിത്യമായ വിടുതലിനെയാണ് രക്ഷ എന്ന് ബൈബിൾ വിവരിക്കുന്നത്. ഹൈന്ദവൻ ന്യായേന പറഞ്ഞാൽ ഇതിനെ മുക്തി എന്ന് വിളിക്കുന്നു. മുക്തി എന്ന് പറഞ്ഞാൽ വിടുതൽ എന്നർത്ഥം. നരകത്തിൽ നിന്നുള്ള വിടുതൽ അത് തന്നെയാണ് നിർവ്വാണമെന്നാണ് ബുദ്ധമതം. പക്ഷേ നിർവ്വാണമായി ഇതിന് ബന്ധമില്ല. നിർവ്വാണം എന്ന് പറഞ്ഞാൽ ഇല്ലാതായി തീരൽ. അതൊന്നും വിശദീകരിക്കാൻ നിവൃത്തിയില്ല. ഇല്ലാതായി തീരൽ ഇവിടെ പറയുന്നത് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നാശരഹിതനാണ്. ഇന്നലെ ഞാൻ സൂചിപ്പിച്ചല്ലോ, ആത്മാവ് നാശരഹിതമാണ്. നരകത്തിൽ ചെന്നാൽ പോലും എന്ത് ചെയ്യില്ല? ഇത് തീ കൊണ്ട് വെന്തു പോകുകയില്ല, ജലത്തിൽ ആർദ്രമായി അലിഞ്ഞു പോകുകയില്ല, വായു കൊണ്ട് ഉണങ്ങുകയില്ല, വാളുകൊണ്ട് ഛേദിക്കപ്പെടാൻ കഴിയുകയില്ല. അങ്ങനെയുള്ള അനശ്വരമായിരിക്കുന്ന ആത്മാവ് നരകത്തിലും ജീവിക്കുന്നതാണ്. മാത്രമല്ല, ഈ ആത്മാവ് നരകത്തിൽ ജീവിക്കുമെന്ന് മാത്രമല്ല, ശരീരം കൂടെ മടക്കി തരും. അതാണ് ബൈബിൾ പറയുന്നത്. അതൊക്കെ ഇവിടെ വിശദീകരിച്ച സമയം പോകും. എനിക്ക് അതിൻ്റെ പ്രസക്ത ഭാഗത്തേക്ക് വരണം. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത, കർത്താവായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ അവിടുന്ന് അരുളി ചെയ്തത് രക്ഷിക്കുവാൻ വേണ്ടി വന്നു എന്നാണ്. പാപികളെ രക്ഷിക്കുവാൻ ലോകത്തിലേക്ക് വന്നു. പാപികളുടെ രക്ഷിതാവായി ലോകത്തിലേക്ക് വരുമ്പോൾ രണ്ട് കാര്യം പ്രത്യേകം. ഒന്ന്, യേശു ക്രിസ്തുവിനോട് പത്രോസ് ചോദിച്ചു, ഇങ്ങനെയാൽ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയും? കർത്താവ് പറഞ്ഞു, മനുഷ്യർക്ക് അസാധ്യം, ദൈവത്തിന് സാധ്യം. അടുത്ത വാചകത്തിൽ കർത്താവ് പറഞ്ഞു, ഞാൻ വന്നത് പാപികളെ രക്ഷിക്കുവാനാണ്. പാപികളെ രക്ഷിക്കുവാൻ ഞാൻ വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്തിന് മാത്രമേ രക്ഷിക്കുവാൻ കഴിയൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അടുത്ത് ഞാൻ വന്നത് പാപികളെ രക്ഷിക്കുവാൻ വന്നു എന്ന് പറയാൻ വന്നവൻ ആരാണ്? അവൻ ദൈവമാണ്. ദൈവത്തിന് മാത്രമേ രക്ഷിക്കുവാൻ കഴിയൂ. പാപികളെ രക്ഷിക്കുവാൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂ. എങ്കിൽ ഞാൻ രക്ഷിക്കുവാൻ വന്നു എന്ന് യേശുക്രിസ്തു പറയുമ്പോൾ അവിടുത്തെ ദൈവത്വം വിളംബരം ചെയ്യുകയായിരുന്നു. ഞാൻ രക്ഷിക്കുവാൻ വന്ന ദൈവമാകുന്നു എന്നാണ് അവിടെ നിന്ന് വിളിച്ചത്. യേശുക്രിസ്തു ദൈവമാകുന്നു എന്നുള്ളത് യഹൂദ്യ ഭാഷ്യമനുസരിച്ച് ഇന്നലെ ഞാൻ അല്പം വിശദീകരിച്ചു വിട്ടതാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, യേശുക്രിസ്തു ദൈവമാകുന്നു. അവന് മാത്രമേ പാപികളെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇന്നലെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കൃഷ്ണനോട് ചോദിക്കൂ, അങ്ങെന്തിനാണ് അവതരിച്ചത്? അയാൾ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് ഭഗവത്ഗീതയിൽ, ഞാൻ വന്നത് പാപികളെ കൊല്ലാൻ, പരിത്രാണായ സാധൂനാം വിനാശായ ദുഷ്കൃതാം. ഞാൻ വന്നത് പാപികളെ കൊല്ലാൻ, ഭക്തന്മാരെ രക്ഷിക്കാൻ. അല്ലോ ക്രിസ്തു, അങ്ങെന്തിനാണ് ലോകത്തിലേക്ക് വന്നത്? പരിത്രാണായ സാധൂനാം എന്നല്ല, പരിത്രാണായ ദുഷ്കൃതാം. ഞാൻ വന്നത് പാപികളെ രക്ഷിക്കുവാൻ വേണ്ടിയാണ്. അങ്ങനെ ഏതെങ്കിലും ഒരുത്തൻ ഭൂമിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു മാത്രം. അവൻ പറഞ്ഞു, പാപികളെ രക്ഷിക്കുവാനാണ് ഞാൻ ലോകത്തിലേക്ക് വന്നത്. കൃഷ്ണ, രാമ, ബുദ്ധ, കപില, കണാദാദി, സോക്രട്ടീസ്,
സോക്രട്ടീസ്, അരിസ്റ്റോട്ടിൽ ആദികൾ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ വന്നത് രക്ഷിക്കുവാൻ വേണ്ടിയാണെന്ന്. യേശുക്രിസ്തു മാത്രം പറഞ്ഞു ഞാൻ വന്നത് പാപികളെ രക്ഷിക്കുവാൻ. 1. 2, പാപികളെ രക്ഷിക്കുന്ന ദൈവമാണെങ്കിൽ യേശുക്രിസ്തു ദൈവമാണോ? അപ്പോൾ മറിച്ച ഒരു കാര്യം, ക്രിസ്ത്യാനികൾ യേശുക്രിസ്തുവിനെ ദൈവമെന്ന് വിളിക്കുമ്പോൾ ചിലർ ചോദിക്കുന്നത്, യേശുക്രിസ്തുവിനെ അത്ഭുതം ചെയ്തതുകൊണ്ടല്ലേ നിങ്ങൾ ക്രിസ്തുവിനെ ദൈവമാക്കുന്നത്? ഇല്ലേ, ഇല്ല. യേശുക്രിസ്തു ഒരൊറ്റ അത്ഭുതവും ചെയ്തില്ലെങ്കിലും, കാനായിലെ കല്യാണ വീട്ടിലെ കൽപ്പാത്രത്തിലെ വെള്ളം വീഞ്ഞാക്കി മാറ്റിയില്ല എങ്കിലും, മരിച്ച ലാസറിനെ ഉയർപ്പിച്ചില്ല എങ്കിലും, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചില്ല എങ്കിലും, കടലിന്മേൽ നടന്നില്ല എങ്കിലും, കാറ്റിനെയും കടലിനെയും അമർത്തിപ്പിടിച്ചില്ല എങ്കിലും, അവിടുന്ന് ആരാണ്? ദൈവം തന്നെയാണ്. കാരണം ജനിച്ചു വീണതേ കർത്താവ് ദൈവമാണെന്നുള്ള വാക്കാണത്. അതുകൊണ്ട് തീർച്ചയായിട്ടും കർത്താവായ യേശു ക്രിസ്തു ജനിച്ചപ്പോൾ ദൈവമാണ്, ജീവിച്ചപ്പോൾ ദൈവമാണ്, പ്രവർത്തിച്ചപ്പോൾ ദൈവമാണ്, ബാക്കി പിന്നാലെ. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് അത്ഭുതം ചെയ്തത് കൊണ്ടല്ല അദ്ദേഹത്തെ ഞങ്ങൾ ദൈവമെന്ന് വിളിക്കുന്നതെന്ന് മനസ്സിലാക്കണം. പലർക്കും യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വം വിശദീകരിക്കുവാൻ കുറേ അത്ഭുതം ചൂണ്ടിക്കാണിക്കണം. ഞാൻ പറയും, ഒറ്റ അത്ഭുതം വേണ്ട. യേശു ക്രിസ്തു ദൈവമെന്ന് വിശദീകരിക്കാൻ ഈ അത്ഭുതങ്ങളൊന്നും വേണ്ട. ക്രിസ്ത്യാനികൾ അത്ഭുതം പറഞ്ഞാൽ അതുപോലെ അത്ഭുതം കൊണ്ട് തിരിച്ചടിക്കാൻ എനിക്കറിയാം. കാരണം അങ്ങനെ അത്ഭുതം ചെയ്യുന്ന എത്രയോ പേര് ഇവിടെ ഉണ്ടല്ലോ. കൃഷ്ണനുണ്ട്, അതുപോലെ വേറെ പലരുണ്ട്. അവരെല്ലാം കുറേ അത്ഭുതം ചെയ്യുന്നവരാണ്. ഇനി അഥവാ ക്രിസ്ത്യാനികളായ ഞങ്ങൾ 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ച കാരണത്താൽ യേശുക്രിസ്തുവിനെ ദൈവമെന്ന് വിളിക്കുകയാണെങ്കിൽ അതിനേക്കാൾ വലിയ അത്ഭുതം ചെയ്തവനല്ലേ മോശെ. 6 ലക്ഷം പുരുഷന്മാർ, അവരുടെ ഭാര്യമാർ കുറഞ്ഞ പക്ഷം 6 ലക്ഷം ഉണ്ടല്ലോ. അതിനോടൊപ്പം തന്നെ അവരുടെ പരിവാരങ്ങളും 5-8 കുട്ടികൾ. ഇന്നത്തെ പോലെ 2 അല്ലല്ലോ. അതുകൊണ്ട് 2, അത് കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് വന്നവർക്കാണ് 2, ഇവിടെയല്ല. അതുകൊണ്ട് ഇങ്ങനെ 2 കുട്ടികൾ. ഈ 2 കുട്ടികളെല്ലാം അവിടെ അന്ന് 5ഉം 10ഉം ഒക്കെയാണ്. ഇതിൻ്റെ എല്ലാം കൂടെ കൂട്ടിയാൽ കുറഞ്ഞ പക്ഷം ഒരു 30 ലക്ഷത്തിലധികമാണ്. ഈ ജനങ്ങളെ, ഇത്രയും ആളുകളെ എത്ര വർഷം? 40 വർഷം മരുഭൂമി തീറ്റിപ്പോറ്റി. അപ്പോൾ ഒരു 5000 പേർക്ക് ഒരു ദിവസത്തെ നേരെ ഭക്ഷണം കൊടുത്ത ക്രിസ്തുവാണോ ഈ 40 വർഷം ഈ ജനതയെ പോറ്റിയ ഈ മോശയാണോ വലുത്? അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ മോശയെ പൂജിക്കേണ്ടതല്ലേ ഞങ്ങൾ? മോശയെ ആരാധിക്കേണ്ടതല്ലേ? അത്ഭുതം ചെയ്തതുകൊണ്ട് ഞങ്ങൾ ആരെയും അംഗീകരിക്കുകയില്ല. 2, അതുപോലെ മരിച്ചവർ ഉയർപ്പിക്കുമെങ്കിൽ പഴയ നിയമത്തിലെ പ്രവാചകന്മാരും ഉയർപ്പിച്ചിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ അവരെ ദൈവമെന്ന് ഞങ്ങൾ വിളിക്കണ്ടേ? അതുകൊണ്ട് യേശുക്രിസ്തു അത്ഭുതം ചെയ്തത് കൊണ്ടല്ല കർത്താവായ യേശുക്രിസ്തുവിനെ ഞങ്ങൾ ദൈവമെന്ന് പ്രഖ്യാപിക്കുന്നു. പക്ഷേ അവിടെ ദൈവമാകിയാൽ അതൊക്കെ വിശദീകരിക്കാൻ സമയം പോരാ. യേശുക്രിസ്തു ദൈവമെന്ന് പറയുമ്പോൾ അവൻ ആദിയിൽ ദൈവത്തോട് കൂടെ ഇരുന്നവനും ദൈവമായിരുന്നവനും ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർത്താവുമാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിന് 1 മുതൽ 3 വരെ വാക്യങ്ങൾ അവിടെ വായിക്കുന്നത് ഇങ്ങനെ: ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ മുഖാന്തരം സകലം ഉളവായിരുന്നു, അവനെ കൂടാതെ ഉളവായില്ല എന്ന് പറഞ്ഞിട്ട് കൊലോസ്യ ലേഖനം 1:15-16 സകലം അവൻ മുഖാന്തരം ഉളവായി, എല്ലാം അവനാലും അവങ്കലേക്കുമാകുന്നു. എബ്രായ ലേഖനം 1:3 ആവർത്തിക്കുന്നു ഇത്. അവിടെ ചുരുക്കി പറഞ്ഞാൽ എല്ലാം അവൻ മുഖേന ഉളവായതാണ്. സകല കാരണഭൂതനായ കർത്താവായ യേശുക്രിസ്തു ദൈവത്തോടൊപ്പം ദൈവമായിരുന്ന ലോഗോസ്, അതാ വചനമായിരുന്നു. ഇത് ഞാൻ വിടുകയാണ്. അങ്ങനെ ദൈവമായിരുന്നവൻ ഇപ്പോൾ മനുഷ്യനായി വന്നു. ഇനിയും കർത്താവായ യേശുക്രിസ്തു മനുഷ്യനായി വരുമ്പോൾ പിന്നെയും പ്രശ്നമാണ്. ദൈവമാണ് ഇവിടെ ഇറങ്ങി വന്നത്. അനന്തത വെടിഞ്ഞുകൊണ്ടാണ് അവിടുത്തെ ഭൂമിയിലേക്ക് വരുന്നത്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6 മുതൽ വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്: അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ മനുഷ്യ സാദൃശ്യത്തിലായി വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി എന്നൊക്കെ പറഞ്ഞ് ഒരു 7 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരുവാൻ, ദൈവത്വം വിട്ട് മാനവത്വത്തിലേക്ക് ഇറങ്ങി വരുവാൻ, മഹനീയതമായ പദവി വിട്ട് മണ്ണിലേക്ക് ഇറങ്ങി വരുവാൻ അവിടുന്ന് ഉപയോഗിച്ച പടിക്കെട്ടുകൾ 7. അത് ഞാൻ സൗകര്യമുണ്ടെങ്കിൽ ഓർത്ത് വന്നാൽ പിന്നീട് ഒരിക്കൽ പറയും, തൽക്കാലം വിടുകയാണ്. അങ്ങനെ ദൈവരൂപം ത്യജിച്ച്, സ്വർഗം ത്യജിച്ച്, ദൈവികമായ സമത്വം ത്യജിച്ച്, ദൈവത്തോടുള്ള ആരാധനാ പദവിയും ത്യജിച്ച് അവിടുന്ന് മാനവ സാദൃശ്യത്തിലായി, അവിടെ ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറയുന്ന മനുഷ്യ സാദൃശ്യത്തിൽ യേശുക്രിസ്തു വന്നു എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി 1:26 അടിസ്ഥാനത്തിൽ അത് തൻ്റെ സാദൃശ്യമല്ലേ? തൻ്റെ സാദൃശ്യത്തിൽ മനുഷ്യനെ ഉണ്ടാക്കി. ഇപ്പോൾ മനുഷ്യ സാദൃശ്യത്തിൽ വന്നുപോയി എന്ന് പറഞ്ഞാൽ ആ സാദൃശ്യം ആരുടേതാണ്? തൻ്റെ സാദൃശ്യത്തിൽ. പക്ഷേ അതല്ല, റോമാലേഖനം 8:2 പറയുന്നുണ്ട്, അവൻ പാപം നിമിത്തവും പാപജടത്തിൻ്റെ സാദൃശ്യത്തിലും വന്നു. മക്കൾ ജഡരക്തങ്ങളോട് ഇവിടെ ആകയാൽ അവനും അവരെ പോലെ ജഡരക്തങ്ങളോടുകൂടിയനായി തന്നെ അവൻ്റെ സാദൃശ്യത്തിലേക്ക് വന്നവനാണ്. ഇങ്ങനെ വന്ന കർത്താവായ യേശുക്രിസ്തുവാണ് പ്രഖ്യാപിക്കുന്നത്, ഞാൻ വന്നത് പാപികളെ രക്ഷിക്കുവാൻ. അങ്ങനെ പാപികളെ രക്ഷിക്കുവാൻ വരുന്നവന് കുറേ യോഗ്യതകൾ ഉണ്ടായിരിക്കണം. ഒന്നാമത് ഞാൻ പറഞ്ഞു, ദൈവമാണ്. യേശുക്രിസ്തു ദൈവമാണ്. അതൊക്കെ വിശദീകരിക്കുന്നില്ല. ഇന്നലെ ഞാൻ കുറേയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവൻ ദൈവമാകുന്നു എന്നുള്ളതിന് ബൈബിളിലെ സൂക്തങ്ങൾ. അവൻ ദൈവമാകുന്നു. ദൈവത്തിന് മാത്രമേ രക്ഷിക്കാൻ കഴിയൂ. യേശുക്രിസ്തു ദൈവമാകുന്നു. അതുകൊണ്ട് അവൻ രക്ഷിതാവാണ്. 2, പാപികളുടെ രക്ഷിതാവ്
പാപരഹിതനായിരിക്കണം. ലോകത്തിൽ ജനിച്ച സകല മനുഷ്യരും, ഒന്നാം മനുഷ്യൻ മുതൽ ഇന്ന് വരെ, ഇനി ഒടുവിലായി ജനിക്കുവാൻ പോകുന്ന മനുഷ്യൻ വരെ ഒരുപോലെ പാപികളാണ്. ഭൂത വർത്തമാന ഭാവി കാലങ്ങളിൽ ജനിക്കുവാനുള്ള തലമുറ ഒന്നടങ്കം പാപികളായിരിക്കാൻ ഈ പാപികളെ രക്ഷിക്കുവാൻ വരുന്നവൻ ഈ മണ്ഡലത്തിൽ നിന്നുള്ളവനായിരിക്കരുത്, അവൻ മനുഷ്യവർഗത്തിൽപ്പെട്ടവനായിരിക്കരുത്. പാപിയുടെ രക്ഷിതാവ് ദൈവമായിരിക്കുന്നതോടൊപ്പം മറ്റൊരു മണ്ഡലത്തിൽ നിന്ന് വരണം. അങ്ങനെ ചരിത്രത്തിൽ അങ്ങനെ ഒരുത്തനെയുള്ളൂ. റഷ്യൻ സാഹിത്യകാരനായ സഖറോവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ആദ്യമായി മറ്റൊരു മണ്ഡലത്തിൽ നിന്ന് നമ്മുടെ മണ്ഡലത്തിലേക്ക് ഇറങ്ങി വന്ന ഒരേ ഒരു വ്യക്തിയാണ് കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 6 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു. അതിനാണ് ഈ അവതാരം എന്ന് പറയുന്നത്. അവതാരം എന്ന് പറഞ്ഞാൽ ഈ വിഷ്ണുവിനും ശിവനും ഒക്കെ ഉള്ളതുപോലെ അവതാരമല്ല എന്ന് പറഞ്ഞാൽ, ദൈവത്തോടൊപ്പം ദൈവമായിരുന്ന ഈ വചനം അതേ ഭാവത്തിൽ ലോകത്തിലേക്ക് ഇറങ്ങി വന്നതാണ്. അല്ലാതെ ഇങ്ങനെ അവതരിച്ചു എന്ന് പറഞ്ഞാൽ അംശമോ ഭാവമോ ഒന്നുമല്ല. ആ ദൈവം മനുഷ്യനായി വന്നവനാണ്. അപ്പോൾ മനുഷ്യനായി വന്നാൽ അതിൻ്റെ ഏറ്റവും വലിയ ദൗർബല്യം എന്ന് പറയുന്നത് പാപമോനെ ബാധിക്കും. അങ്ങനെ കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ വന്നപ്പോൾ അവനിൽ പാപത്തിൻ്റെ യാതൊരു ലാഞ്ചനയുമില്ല. സകല മനുഷ്യരും ഒരുപോലെ പാപികളാകയാൽ പാപിയുടെ രക്ഷിതാവ് മാനവ മണ്ഡലത്തിൽപ്പെട്ടവനായിരിക്കരുത്, പാപിയുടെ രക്ഷിതാവ് ഈ ഭൂമണ്ഡലത്തിൽപ്പെട്ടവനായിരിക്കരുത്. കർത്താവായ യേശുക്രിസ്തു മറ്റൊരു മണ്ഡലത്തിൽ നിന്ന് ഇറങ്ങി വന്ന, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതുകൊണ്ട് രക്ഷിതാവായിരിക്കാൻ അർഹനാണ്. 2 കാര്യം പറഞ്ഞു. 3, പാപിയുടെ രക്ഷിതാവ് മനുഷ്യനായിരിക്കണം. അതിനാണ് മനുഷ്യ സാദൃശ്യത്തിലായത്. പാപി മക്കൾ ജഡരക്തങ്ങളോടുകൂടി ആകയാൽ അവനും അവരെ പോലെ മനുഷ്യ സാദൃശ്യത്തിലായി. അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ സാദൃശ്യത്തിൽ അവൻ പാപം നിമിത്തവും പാപജടത്തിൻ്റെ സാദൃശ്യത്തിലും പാപം ചെയ്ത മനുഷ്യന് തുല്യം വിശക്കുന്ന, ദാഹിക്കുന്ന, വേവതു കൊള്ളുന്ന, വിയർക്കുന്ന, ഈ നടന്നു പോകുന്ന ഇങ്ങനെയൊക്കെയുള്ള ഭാവവിശേഷങ്ങളോടുകൂടിയാണ് വന്നത്. മാനവത്വത്തിൻ്റെ വ്യക്തമായ പ്രതിമാനം. ലോക ചരിത്രം കണ്ട തികഞ്ഞ മനുഷ്യൻ ഇവനാണ്. പാപരഹിതനായ മനുഷ്യൻ, തികഞ്ഞ മനുഷ്യനും. ഒരു തികഞ്ഞ മനുഷ്യനെ കണ്ടുപിടിക്കുവാനുള്ള മാനവശ്രമം പാടെ പരാജയപ്പെട്ടതാണ്. എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് പരാജയപ്പെട്ട പഴയ ലോകത്തിൽ നിന്നുകൊണ്ട് ഒരു നല്ല മനുഷ്യനെ ഇങ്ങനെ വാർത്തെടുക്കാമെന്ന് ഗ്രീസിലെ അധികായന്മാരെ ആചാര്യന്മാർ അങ്ങേയറ്റം ശ്രമിച്ചിട്ടുണ്ട്. അതിൽ അഗ്രഗണ്യനായിരിക്കുന്ന അരിസ്റ്റോട്ടിൽ പറഞ്ഞു, ഒരു നല്ല മനുഷ്യൻ എങ്ങനെ ഇരിക്കണം, എങ്ങനെ നടക്കണം, എങ്ങനെ ഉണ്ണണം, എങ്ങനെ ഉറങ്ങണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അങ്ങനെ ഒരു നല്ല മനുഷ്യനെ അവതരിപ്പിക്കുവാൻ അദ്ദേഹത്തിൻ്റെ അക്കാഡമികളിൽ വെച്ച് പഠിപ്പിച്ചിട്ടും സാധിച്ചില്ല. പിന്നെ ആ ഗ്രേക്ക ലോകത്തിന് ഒരു നല്ല മനുഷ്യനെ കാണുവാൻ 300 വർഷം കൂടെ കാത്തിരിക്കേണ്ടി വന്നു. 300 വർഷം കഴിഞ്ഞപ്പോൾ ശീമാനായ തെയോഫിലോസ് എന്നൊരു ഗ്രേക്കനെ വിളിച്ചുകൊണ്ട് മറ്റൊരു ഗ്രേക്കനായ ലൂക്കോസ് പറഞ്ഞു, അല്ലയോ ഗ്രേക്കനായ തെയോഫിലോസേ, ഒരു തികഞ്ഞ മനുഷ്യനെ കണ്ടാലും അവനാണ് നസറായനായ യേശുക്രിസ്തു ചൂണ്ടിക്കാണിക്കുന്നു. ഇവിടെ പോട്ടെ, യേശുക്രിസ്തു തികവുറ്റ കിടയറ്റ അന്യൂനനായ മനുഷ്യനുമാണ്. യേശുക്രിസ്തു ചോദിച്ചു, നിങ്ങളിൽ ആർ എൻ്റെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും? ആ വാക്യം ഇന്നലെ ഞാൻ ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളിൽ ആർ എൻ്റെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തും? മണ്ണ് മുട്ടി മാനം മുട്ടിക്കിടക്കുന്ന മശിയുടെ മഹത്തായ ചോദ്യത്തിന് മതിയായ ഉത്തരം പറയുവാൻ മതിമാന്മാരെല്ലാം ആവോളം ശ്രമിച്ചെങ്കിലും ഇന്ന് വരെ ഒരിക്കലും സാധിച്ചിട്ടില്ല. പാപത്തിന് ലാഞ്ചന പോലും ഇല്ലാത്ത വ്യക്തിപ്രഭാവം. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു രാജാ റാം മോഹൻ റായിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹം വെളിച്ചം പോലെ വിശുദ്ധൻ, കുഞ്ഞാട് പോലെ നിർദോഷി, ആത്മാവിന് നിത്യ ജീവാഹാരം, യഹൂദന്മാരുടെയും പ്രജാതികളുടെയും ആത്മീയ യജമാനനും ഇടയനും ഇവൻ തന്നെയാണ് കർത്താവായ യേശുക്രിസ്തു. കർത്താവായ യേശുക്രിസ്തുവിനെ പോലെ ഇത്രമാത്രം പവിത്രതയുള്ള, എത്രമാത്രം വിശുദ്ധിയുടെ വിളം നിലമായിരിക്കുന്ന മറ്റൊരുത്തനില്ല. പരത്തിൻ്റെ അവതാരമായ പരിപാവനയുടെ ഭവ്യരൂപമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പാപരഹിതനായിരുന്നു. പാപരഹിതന് മാത്രമേ പാപിയെ രക്ഷിക്കാൻ കഴിയൂ. ഒടുവിലായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ വിസ്തരിക്കാനായിട്ട് പിടിച്ച പിലാത്തോസ് വിസ്തരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പിലാത്തോസിൻ്റെ ഭാര്യ ഒരു കത്ത് കൊടുത്തയച്ചു. ഇവൻ നിർദോഷ നീതിമാനാണ് പിലാത്തോസ്, അങ്ങ് ഇവൻ്റെ കാര്യം തലയിട്ട് പോകരുത്, നീതിമാനെന്ന് അവൾ പറഞ്ഞു. കാരണം പിലാത്തോസിൻ്റെ ഭാര്യയാണെങ്കിൽ റോമൻ ഗവർണറുടെ ഭാര്യയാണ്. അങ്ങനെയാണെങ്കിൽ യഹൂദ്യയിലെ 1ാമത്തെ വനിതയാണ്. അവൾ പറഞ്ഞു, ഈ റോമൻ വനിതയാണ് പറയുന്നത്, ഇവൻ നീതിമാൻ പിലാത്തോസ്, അവൻ്റെ കാര്യത്തിൽ അങ്ങ് ഇടപെട്ടു പോകരുത്. ആ പുരുഷൻ നിമിത്തം ഇന്നലെ രാത്രി ഞാൻ സ്വപ്നത്തിൽ വ്യഥയനുഭവിച്ചു. അതിനെല്ലാം കുറേ പഴയ യാഥാർത്ഥ്യങ്ങളുണ്ട്, വിട്ടുകളയാം. 2ാമത് ഗവർണർ പിലാത്തോസ് യേശുവിനെ തിരിച്ച് മറിച്ച് 4 വട്ടം വിസ്തരിച്ചു. 4 വട്ടം വിസ്തരിച്ചു. ഒടുവിൽ അദ്ദേഹം പറഞ്ഞു, ഈ നീതിമാനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല. 2. 3ാമത് ഹേരോദാവ് ഇവനെ വിസ്തരിച്ചു, അവനും ഇവനിൽ ഒരു കുറ്റവും കണ്ടില്ല. 4. യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത യൂദാസ്, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു തന്നിരിക്കുന്നു എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയുണ്ട്. 5. കാൽവറിയിലെ ക്രൂശിൽ മരിക്കുന്ന വേളയിൽ 2 കള്ളന്മാരിൽ ഒരുത്തൻ പറഞ്ഞു, 2 പേരും ഒരുപോലെ പരിഹസിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ ഒരുത്തൻ പറഞ്ഞു, നാമോ ന്യായമായത് അനുഭവിക്കുന്നു, ഇവനോ
അരുതാത്ത് ചെയ്തിട്ടില്ല. ചരിത്രത്തിൽ അരുതാത്ത് ചെയ്യാത്ത ഒരേ ഒരുത്തനേ ഉള്ളൂ. ഇന്നലെ ഞാനൊരു ദൃഷ്ടാന്തം പറഞ്ഞല്ലോ. ചരിത്രത്തിൽ അരുതാത്ത് ചെയ്യാത്ത ഒരേ ഒരുത്തനേ ഉള്ളൂ. അത് കഴിഞ്ഞ് കുറേ കൂടെ കഴിയുമ്പോൾ യേശു മരിച്ചു. മരിക്കുന്ന യേശുവിനെ മരണം കണ്ടുകൊണ്ട് റോമൻ ശതാധിപൻ വിളിച്ചു പറഞ്ഞു, വാസ്തവത്തിൽ ഇവൻ നീതിമാൻ. അല്പം കൂടെ കഴിഞ്ഞപ്പോൾ യേശു മരിച്ചു. മരിച്ച യേശുവിനെ ശവം കാത്തുകൊണ്ടുന്ന മറ്റൊരു ശതാധിപൻ വിളിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ്, വാസ്തവത്തിൽ ഇവൻ ദൈവപുത്രൻ തന്നെ, വാസ്തവത്തിൽ ഇവൻ ദൈവപുത്രൻ തന്നെ. ഇപ്പോൾ ഞാൻ 7 സാക്ഷികളെ അവതരിപ്പിച്ചു. ഇതെല്ലാം ക്രിസ്തുവിൻ്റെ ശത്രുപക്ഷത്തു നിന്നുള്ള സാക്ഷികളാണ്. ഇനി മിത്രപക്ഷത്തു നിന്നുള്ള സാക്ഷികൾ ബൈബിളിൽ പത്രോസ്, അവൻ പാപം ചെയ്തിട്ടില്ല. യോഹന്നാൻ 3:6 അവനിൽ പാപമില്ല. പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5:21 പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന് നീതി ആകേണ്ടതിന് പാപമാക്കി. അത് പിന്നെ ഞാൻ വിശദീകരിക്കും. തൽക്കാലം വിടുകയാണ്. പാപം അറിയാത്തവൻ, അപ്പോൾ ഒന്ന് പാപം ചെയ്യാത്ത, പാപമില്ലാത്ത, പാപം അറിയാത്ത പവിത്രയുടെ പര്യായമാണ് നമ്മുടെ കർത്താവ്. പാപിയുടെ രക്ഷിതാവ് ഈ യോഗ്യതയുള്ളവനായിരിക്കണം. അങ്ങനെ യോഗ്യതയുള്ള ഒരേ ഒരുത്തരം ചരിത്രത്തിലുണ്ടെങ്കിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മാത്രം. ഇപ്പോൾ ഞാൻ 3 കാര്യം പറഞ്ഞു. പാപിയുടെ രക്ഷിതാവിനുള്ള യോഗ്യത. ഇനി അടുത്ത പ്രസക്ത ഭാഗത്തേക്ക് വരികയാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ വന്നപ്പോൾ പാപിയെ രക്ഷിക്കാമെന്ന് പറഞ്ഞു. രക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് കൂടെ വിശദീകരിച്ചു. മരിച്ച് രക്ഷിക്കാമെന്നാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. മരിച്ച് രക്ഷിക്കാം. ഈ പാപിയെ മരിച്ച് രക്ഷിക്കുന്നത് എങ്ങനെയാണ്? അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പോൾ യെരുശലേമിലേക്ക് പോകും, നിങ്ങളുടെ മൂപ്പന്മാരെന്നെ പിടിക്കും, അവരെന്നെ തല്ലും, അവരെന്നെ ക്രൂശിച്ച് കൊല്ലും എന്നൊക്കെ അദ്ദേഹം ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. ഒരിക്കൽ കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾ എന്നെ, ആദ്യം ചോദിച്ചു, ജനങ്ങൾ മനുഷ്യപുത്രനെ കുറിച്ചെന്ന് പറയുന്നു. അവർ എൻ്റെ മറുപടി പറഞ്ഞു, ചിലർ ഏലിയാവെന്നും, ചിലർ യിരെമ്യാവെന്നും, ചിലർ യോഹന്നാൻ സ്നാപകനെന്നും, വേറെ ചിലർ പുരാതന പ്രവാചകന്മാരിൽ ഒരുത്തനെന്നും പറയുന്നു. അത് കർത്താവ് കേട്ടു. അതൊക്കെ ഇരിക്കട്ടെ, നിങ്ങൾ എന്നെ അനുഗമിക്കുന്ന, എന്നോട് കൂടെയുള്ള, എൻ്റെ വാക്കുകൾ കേൾക്കുന്ന, എൻ്റെ പ്രവൃത്തികൾ കാണുന്ന നിങ്ങൾ എന്നെക്കുറിച്ചെന്ന് പറയുന്നു. ഉടനെ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആകുന്നു. ഉടനെ കർത്താവ് പറഞ്ഞു, പത്രോസ്, ഇത് നിൻ്റെ നിനക്ക് ജഡരക്തങ്ങൾ നിൻ്റെ ചിന്തയും തലച്ചോറും കൊണ്ട് കണ്ടുപിടിച്ചതല്ല. ജഡരക്തങ്ങൾ സമം ചിന്തയും തലച്ചോറും എന്ന് എൻ്റെ ഭാഷയുമാണ്. അതുകൊണ്ട് ഇത് നിനക്ക് മനസ്സിലായി, പിതാവ് സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തിയത് കൊണ്ടാണ് നീ ഇത് പറയുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഒരു 5-6 അപ്പോൾ തന്നെ കർത്താവ് പറഞ്ഞു, ഞാൻ യെരുശലേമിലേക്ക് പോവുകയാണ്, മരിക്കാനാണ് പോകുന്നത്. ഇത് പറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞ, കർത്താവേ, നിനക്കും അങ്ങനെ സംഭവിക്കരുതേ എന്നാണ് അവൻ്റെ പ്രഖ്യാപനം. മരിക്കാൻ വന്ന് തുടക്കം മുതൽ തന്നെ, തൻ്റെ ശുശ്രൂഷയുടെ തുടക്കം മുതൽ യേശു പറഞ്ഞു കൊണ്ടിരുന്നത്, ഞാൻ വന്നത് മരിക്കുവാൻ വേണ്ടി, മരിക്കുവാൻ വേണ്ടി, മരിക്കുവാൻ വേണ്ടി എന്നാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ കർത്താവായ യേശുക്രിസ്തു എല്ലാം ഇപ്പോഴും ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. 3.5 വർഷത്തെ ശുശ്രൂഷയിൽ കർത്താവ് ആവർത്തിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 9:59 വായിക്കുക. ആരോഹണകാലം തികഞ്ഞപ്പോൾ അവൻ തൻ്റെ മുഖം യെരുശലേമിലേക്ക് തിരിച്ചു. കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരോട് പലവട്ടം ആവർത്തിച്ച് പറഞ്ഞു, നാം ഇപ്പോൾ യെരുശലേമിലേക്ക് പോകും, അവിടെ നിങ്ങളുടെ മൂപ്പന്മാരെന്നെ പിടിക്കും, അവരെന്നെ തല്ലും, അവരെന്നെ കൊല്ലും എന്ന് മാത്രമല്ല പറഞ്ഞത്, അവരെന്നെ ക്രൂശിച്ചു കൊല്ലും എന്നാണ് പറഞ്ഞത്. ക്രൂശിച്ചു കൊല്ലും. എന്തുകൊണ്ട് ക്രൂശിച്ചു കൊല്ലുമെന്ന് എടുത്തു പറഞ്ഞു എന്നുള്ളത് ഞാൻ പിന്നെ പറയും. അവിടെ തൽക്കാലം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ മരിക്കുവാൻ വന്നു. എന്തുകൊണ്ട് യേശു മരിക്കണം? അവിടെ പല ചോദ്യങ്ങളാണ് വരുന്നത്. ക്രൈസ്തവ ആശയത്തിന് നേരെ തൊടുത്തു വിടാവുന്ന നിരവധി ചോദ്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. യേശു ഞാൻ മരിക്കുവാൻ വന്നു. എന്തിന് യേശു മരിക്കണം? സ്വർഗത്തിരുന്നുകൊണ്ട് രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ പോരെ? രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരെ? 2, ഇവിടെ വന്നപ്പോൾ തന്നെ അത് പ്രഖ്യാപിച്ചാൽ പോരാ. കാരണം ദൈവമാണ് അരുളിച്ചത്, പാപത്തിൻ്റെ ശമ്പളം മരണമെന്ന് എന്നും പാപത്തിൻ്റെ ശമ്പളം മരണമെന്ന് പ്രഖ്യാപിച്ചത് നീതിമാനായ ദൈവമാണ്. ഇത് തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്നുള്ള ഈശ്വര പ്രഖ്യാപനം, ആ വിളംബരം നൂറ്റാണ്ടുകൾ കൊണ്ട് പുരുഷാന്തരങ്ങളുടെ ജനകോടികളുടെ മേൽ ഇന്നും വാണുകൊണ്ടേയിരിക്കുകയാണ്. ഈ പാപത്തിൻ്റെ ശമ്പളമായ മരണം മനുഷ്യനെ ഇന്ന് വളരെ ശക്തമായി സ്വാധീനിച്ചിരിക്കുന്നത് കൊണ്ട് അതിന് രക്ഷപ്പെടുവാനുള്ള പഴുതുകളെല്ലാം അടഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ വന്നത് മരിക്കുവാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. പാപിയെ രക്ഷിക്കണമെങ്കിൽ ആ പാപിക്ക് അവൻ തന്നെ കൊടുത്ത ശിക്ഷയാണിത്. അരുളി ചെയ്യുന്നതെല്ലാം പുത്രനാണ്. ഒരിക്കലും പിതാവല്ല. പിതാവ് ഇച്ഛിക്കുന്നു, പുത്രൻ പ്രവർത്തിക്കുന്നു. ഇവനാണ് പറഞ്ഞത്, തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് പറഞ്ഞത് ഈ പുത്രനാണ്, അരുളി ചെയ്യുന്ന ദൈവം. അവൻ അരുളി ചെയ്തതാണ് നീ മരിക്കുമെന്ന്. അപ്പോൾ മരിക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മനുഷ്യന് വേണ്ടി മരിച്ചേ മതിയാകുള്ളൂ. പാപത്തിൻ്റെ ശമ്പളം മരണമെന്ന് പറയും ദൈവനീതിയാണ്. ആ ദൈവനീതി ആവശ്യപ്പെടുന്ന മരണം നൽകിയേ തീരുകയുള്ളൂ. ആ ദൈവനീതിയെ പ്രസാദിപ്പിക്കാതെ മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ ദൈവത്തിന് പോലും കഴിയുകയില്ല. കാരണം ദൈവം വ്യവസ്ഥയ്ക്ക് ഉൾപ്പെട്ടവനാണ്. അതുകൊണ്ട്
നീതിമാനായ ദൈവം ആ വ്യവസ്ഥാപിത മാർഗത്തിലാണ് എന്തും ചെയ്തിട്ടുള്ളത്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് വളരെ നൈയായ്മയായിരിക്കുന്ന നിയമപരമായി തന്നെയാണ്. സൂര്യൻ ഇത്ര അകലെ 9,30,31,000 മൈൽ അകലെ നിൽക്കണം. ചന്ദ്രൻ 2,26,000 മൈൽ അകലെ നിൽക്കണം. നക്ഷത്രമണ്ഡലം ഇങ്ങനെ ആയിരിക്കണം. ഓരോ ഗാലക്സിക്കും ഇത്രമാത്രം പ്രകാശവർഷങ്ങളുടെ അന്തരാളം ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള ഗാലക്സികൾക്ക് തമ്മിൽ തന്നെ 1,000 കോടി പ്രകാശവർഷങ്ങളുടെ അന്തരാളങ്ങൾ ഉണ്ടായിരിക്കണം. ഭൂമി മണിക്കൂറിൽ 1000 മൈൽ വീതത്തിൽ മാത്രമേ കറങ്ങാവൂ. അതും ഇങ്ങനെയെല്ലാം വളരെ കൃത്യമാണ്. ഭൂമിക്ക് ഏറെക്കുറെ ഇത്ര കൃത്യമായി 23.5 ഡിഗ്രി ചരിവ് മാത്രമേ ഉണ്ടായിരിക്കാവൂ. അത് 23 ആകരുത്, 22 ആകരുത് എന്നൊക്കെ വ്യവസ്ഥാപിതമായി വെച്ചിട്ടുണ്ട്. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഇത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കുറെ കൂടെ പഠിക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്താൽ, മനുഷ്യൻ്റെ ഈ ചെറിയ വിരൽ, ഈ ചെറിയ വിരലിൻ്റെ 3 ഇരട്ടിയുണ്ട് നമ്മുടെ ഈ കൈത്തണ്ടയ്ക്ക്. അത് നിങ്ങളത് നോക്കിയാൽ ഈ കന്തയുടെ 3 ഇരട്ടിയുണ്ട് നമ്മുടെ കഴുത്തിന്. ഇതിൻ്റെ 3 ഇരട്ടിയുണ്ട് നമ്മുടെ കാലിൻ്റെ വണ്ണയ്ക്ക്. ഇങ്ങനെ വളരെ കൃത്യമായ കണക്കാണ് ദൈവം വെച്ചിരിക്കുന്നത്. അവിടെ ചുരുക്കി പറഞ്ഞാൽ ഈ മനുഷ്യ ശരീരം CP മേനോൻ എഴുതിയിരിക്കുന്നത് പോലെ മനുഷ്യ ശരീരം ഒരു അത്ഭുത യന്ത്രം തന്നെയാണ്. ഇതിനെ സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ദൈവത്തിൻ്റെ സൃഷ്ടി വൈചിത്ര്യം. ആ നിയമത്തിനുൾപ്പെട്ട ദൈവം നിയമം അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കൂ. പാപി മരിക്കണമെന്ന് പ്രഖ്യാപിച്ചെങ്കിൽ അതിനെ മറിച്ച് പറയാൻ നിവൃത്തിയില്ല. ആ മരണം വഹിച്ചേ തീരെയുള്ളൂ. ഇങ്ങനെ ജനകോടികൾ നൂറ്റാണ്ട് കൊണ്ട് പാപത്തിൻ്റെ ശമ്പളമായി മരിച്ച് മതമറിക്കാടുകൾ വീഴുകയായിരുന്നു. ഇങ്ങനെയുള്ള മനുഷ്യവർഗത്തെ രക്ഷിക്കണമെങ്കിൽ പാപിക്ക് ദൈവനീതി ഏതൊരു ശിക്ഷ കൊടുത്തുവോ ആ ശിക്ഷ അവൻ മരിച്ചേ തീരുകയുള്ളൂ. ഇതാണ് ക്രിസ്തു മരിക്കാൻ കാരണം. ദൈവനീതി ആവശ്യപ്പെടുന്നത് മരണമാണ്. ക്രിസ്തുവിൻ്റെ മരണത്തെ സംബന്ധിച്ച് റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 25-26 വാക്യങ്ങൾ വളരെയേറെ പണ്ഡിതോചിതമായി പൗലോസ് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പൗലോസ് പറഞ്ഞു, അവനെ പരസ്യമായി പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. എന്തിനാണ് അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു പറഞ്ഞിട്ട്? നീ എല്ലാവരെയും രക്ഷിക്കുന്ന ദൈവം മുൻകഴിഞ്ഞ പാപങ്ങളെ ഓർക്കാതെ വിടുക നിമിത്തം ദൈവം, ആ വാക്യം പെട്ടെന്ന് ഓർമ്മ വരികയില്ലായിരിക്കും. മുൻകഴിഞ്ഞ പാപങ്ങളെ ഓർക്കാതെ വിടുക നിമിത്തം ദൈവം അനീതിയുള്ളവനെന്ന് വരും എന്ന് പറഞ്ഞാൽ, മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിട്ടാൽ ദൈവം അനീതിയുള്ളവനായി തീരും. അപ്പോൾ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കണം. മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കണമെങ്കിൽ അത് ശിക്ഷിക്കണ്ടേ? എവിടെയാണ് ശിക്ഷിക്കുന്നത്? അവിടെ വരുമ്പോഴത്തേക്കും ആ പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിക്കണം. ആ ജഡത്തിൽ ശിക്ഷ വിധിക്കാനാണ് യേശുക്രിസ്തു പാപജഡത്തിൻ്റെ സാദൃശ്യത്തിൽ വന്നത്. ഇപ്പോൾ കാൽവറിയിലെ ക്രൂശിൽ മരിക്കാൻ പോകുന്ന കർത്താവ് എല്ലാവർക്കും വേണ്ടിയാണ്. അത് ഞാൻ കുറേ കൂടെ കഴിയുമ്പോൾ വിശദീകരിക്കും. എല്ലാവർക്കും വേണ്ടി മരിക്കുവാൻ വന്നു എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഞാൻ വന്നത് എല്ലാവർക്കും വേണ്ടി മരിക്കുവാൻ. ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞ അതേ ചോദ്യം ഉദ്ധരിക്കുക. മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? ഉത്തരമില്ല. 1000 വർഷം കഴിഞ്ഞ് അടുത്ത ചോദ്യം. സഹോദരൻ ശവക്കുഴിയാണത് എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവന് വീണ്ടെടുപ്പ് വിലവെടുപ്പാൻ ആർക്ക് കഴിയും? അവൻ്റെ പ്രാണൻ്റെ വീണ്ടെടുപ്പ് വിലയേറിയത്, അതുകൊണ്ട് ഒരു നാളും സാധ്യമല്ല. പത്രോസിനോട് ഇതേ കർത്താവ് പറഞ്ഞു, ദൈവത്തിന് സാധ്യമാണ്. ഇത് പറഞ്ഞു യേശുക്രിസ്തു പറഞ്ഞു. മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? യേശുക്രിസ്തു പറഞ്ഞു, ജീവിക്കും. ഉത്തരം പറയാൻ അവനെ കഴിയൂ. കാരണം മതങ്ങളെല്ലാം ചോദ്യങ്ങളാണ്, ഉത്തരമാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. തത്വചിന്തകളെല്ലാം ചോദ്യമാണ്, ഉത്തരമാണ് കർത്താവായ യേശുക്രിസ്തു. ഒന്നുകൂടെ പറഞ്ഞാൽ, ലോകത്തിലെ എല്ലാ ചോദ്യത്തിൻ്റെയും ഏക ഉത്തരമാണ്, ആധ്യാത്മികമായ സാംസ്കാരികമായ എല്ലാ കാര്യത്തിനും ഏക ഉത്തരമാണ്. ഒരു പക്ഷേ കടത്തി പറഞ്ഞാൽ സാമ്പത്തിക കാര്യങ്ങളിലും യേശുക്രിസ്തുവാണ് ഏക ഉത്തരം. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു ഏക ഉത്തരമാണ്. മനുഷ്യൻ്റെ മതവും അവൻ്റെ തത്വചിന്തയും ശാസ്ത്രവുമെല്ലാം ചോദ്യങ്ങളാണെങ്കിൽ അത് ചോദ്യങ്ങൾ പിന്നെയും തൊടുത്തുവിടുന്ന ചോദ്യങ്ങളായി മാറും. എന്നാൽ ഉത്തരമാണ് കർത്താവായ യേശുക്രിസ്തു. അതുകൊണ്ട് ഉത്തരമായ കർത്താവ് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്, മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? യേശുക്രിസ്തു. കല്ലറകളിലുള്ളവരെല്ലാം മനുഷ്യപുത്രൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവരെല്ലാം ജീവിക്കുകയും ചെയ്ത നാഴിക വന്നുമിരിക്കുന്നു. ചിലർ നിത്യജീവനായും ചിലർ നിത്യലജ്ജയ്ക്കായും എഴുന്നേറ്റ് വരും എന്ന് കർത്താവ് പറഞ്ഞു. യോഹന്നാൻ 5:25-26 വാക്യങ്ങൾ, 28 വരെ വാക്യങ്ങൾ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അടുത്ത ചോദ്യം, സഹോദരൻ ശവക്കുഴിയാണോ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവന് വീണ്ടെടുപ്പ് വിലവെടുപ്പാൻ ആർക്ക് കഴിയും? അത് വിലയേറിയതായതുകൊണ്ട് സാധ്യമല്ലെന്നാണ് അവർ പറഞ്ഞത്. യേശുക്രിസ്തു, ഞാൻ വന്നത് ഈ വീണ്ടെടുപ്പ് വില കൊടുപ്പാനാണ്. ഈ വില കൊടുക്കുവാൻ നിങ്ങൾക്ക് സാധ്യമല്ല, അതുകൊണ്ടാണ് ഞാൻ വന്നത്. പത്രോസ് ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞു, തൻ്റെ ലേഖനത്തിൽ പറയുന്നത്, അഴിഞ്ഞു പോകുന്ന വെള്ളി, പൊന്ന് മുതലായ വസ്തുക്കളെ കൊണ്ട് അല്ല. എന്തുകൊണ്ടല്ല? യഹൂദന്മാർ മനുഷ്യനെ വീണ്ടെടുക്കേണ്ടതിന് 1/2 ശേക്കൽ എല്ലാവരും തുല്യമായി വില കൊടുത്തല്ലോ. എന്തുകൊണ്ട് പിന്നെ പത്രോസ് വെള്ളിയും പൊന്നും അല്ലെന്ന് പറയുന്നു? എന്ന് പറഞ്ഞാൽ, മനുഷ്യനെ വീണ്ടെടുക്കുമ്പോൾ മനുഷ്യൻ്റെ ആത്മാവ് അത് ഭൗതികമല്ല, അഭൗതികമായ ആത്മാവിനെ വീണ്ടെടുക്കുവാൻ ഭൗതികമായ വെള്ളിയും പൊന്നും
അപര്യാപ്തമാണ്. 2, അഴിയാത്തതായ മനുഷ്യാത്മാവിനെ വീണ്ടെടുക്കുവാൻ അഴിഞ്ഞു പോകുന്ന വെള്ളിയും പൊന്നും പര്യാപ്തമല്ല. 3, ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായിരിക്കുന്ന ലോക പദാർത്ഥമാണ്. ഇത് ഒരിക്കൽ ഇല്ലാതായി തീരാനുള്ളത് വില കുറഞ്ഞതാണ്. വിലയേറിയ മനുഷ്യാത്മാവിനെ വീണ്ടെടുക്കുവാൻ വില കുറഞ്ഞ ഈ വസ്തുവിനെ കൊണ്ട് സാധ്യമല്ല. അതേ കാരണം കൊണ്ടാണ് ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തങ്ങളും അതുപോലെ മോചനത്തിന് സാധ്യമല്ലെന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നെ എന്താണ് യേശുക്രിസ്തു? അതിനാണ് ഞാൻ വന്നത്, മനുഷ്യപുത്രൻ വന്നത് എല്ലാവർക്കും വേണ്ടി മറുവിലയായി തൻ്റെ ജീവനെ കൊടുക്കുവാൻ. തൻ്റെ ജീവൻ ഇന്ന് ലോകത്തിൽ ഏകദേശം 600 കോടിയിൽ പരം ആളുകളുണ്ട്. ഭൂതകാലത്തിൽ എത്രയോ മരിച്ചൊടുങ്ങിയിട്ടുണ്ട്, ഇനി എത്രയോ കോടി ജനിക്കാനുണ്ട്. ഇതെല്ലാം കൂടെ വന്ന് ഒരു ത്രാസിൽ നിന്ന് മറ്റേ ത്രാസിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ നിർത്തിയാൽ ഏറ്റവും തൂങ്ങുന്നത് ഏതായിരിക്കും? ഏകദാണ്ട് എൻ്റെ കണക്കനുസരിച്ച് ഒരു 5 അടി 2 ഇഞ്ച് നീളം, ഏതാണ്ട് എൻ്റെ കണക്കാണ്. അത്രയും നീളവും അതിന് പറ്റിയതായ ആകാര ഭംഗിയുള്ള ക്രിസ്തു ആയിരിക്കും ഏറെ തൂങ്ങുന്നത്. അതിലെ ഭൗതിക ശരീരം കൂടെ മാറ്റിവെച്ചാൽ അത് ലോകത്തിലെ ഏത് കാലത്തുമുള്ള മാനവരാശിയുടെ മുഴുവൻ തൂക്കമുള്ളതാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് അവന് മാത്രമേ മറുവിലായി തീരുവാനുള്ള വിലയുള്ളൂ. മൂല്യമുറ്റവനായ കർത്താവ് ദൈവമാകയാൽ ഈ മൂല്യം വളരെയേറെ വലുതാണ്. ഈ മൂല്യമുറ്റവനായ കർത്താവിന് മാത്രമേ മനുഷ്യൻ്റെ ആത്മാവിനെ ഈട് കൊടുക്കാൻ കഴിയുള്ളൂ, എന്ന് പറയാൻ വില കൊടുക്കാൻ കഴിയൂ. അതാണ് തൻ്റെ ജീവനെ കൊടുക്കാൻ വന്നു എന്ന് കർത്താവ് പറഞ്ഞത്. ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ കർത്താവ് ദൈവത്തിന് സാധ്യമെന്ന് പറഞ്ഞിട്ട് ഈ ദൈവമാണ് ഇപ്പോൾ പറയുന്നത് ഞാൻ മരിക്കാൻ വന്നു. അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം ചോദിക്കാം. കൃഷ്ണൻകുട്ടി, യേശുക്രിസ്തു ദൈവമാണെന്ന് താൻ ഇന്നലെയും പറഞ്ഞു, ഇന്നും ഇപ്പോൾ പറഞ്ഞു. ദൈവം ദൈവമാണെങ്കിൽ മരിക്കുമോ? ദൈവം ദൈവമാണെങ്കിൽ മരിക്കുമോ? മരിക്കാൻ പാടില്ല. അപ്പോൾ ക്രിസ്തു മരിച്ചില്ലേ? മരിച്ചു. എന്തുകൊണ്ട് മരിച്ചു? ഒരിക്കലും ദൈവത്തിന് മരിക്കാൻ കഴിയില്ല. പക്ഷേ നീതിമാനായി ദൈവത്തിൻ്റെ നീതി നിവൃത്തിയാക്കേണ്ടതിന് ആ മനുഷ്യവർഗത്തിന് വേണ്ടി പ്രതിപകരമായി മരിക്കുവാൻ വരുമ്പോൾ മാനവതുല്യം അവൻ ശരീരം സ്വീകരിക്കുകയുണ്ടായി. മരിക്കുവാൻ വേണ്ടിയാണ് മനുഷ്യാവതാരം, മരിക്കുവാൻ വേണ്ടിയാണ് മനുഷ്യാവതാരം സ്വീകരിച്ചത്. അതുകൊണ്ട് ദൈവം തന്നെ പ്രഖ്യാപിച്ച ഈ നീതിയുണ്ടല്ലോ, ആ നീതിയുടെ വിളംബരം, പാപി മരിക്കണം, ആ മരണം അനുഭവിക്കുവാൻ വേണ്ടി വരുമ്പോൾ അതിനുള്ള ശരീരം വേണം. ദൈവമായിരുന്നാൽ മരിക്കയില്ല, അതിനാണ് മനുഷ്യാവതാരം സ്വീകരിച്ചത്. അങ്ങനെ കർത്താവ് മരിക്കുവാനുള്ള അർഹത എങ്ങനെ നേടി? മനുഷ്യാവതാരത്തിലൂടെ നേടി. ജഡം ധരിച്ചുകൊണ്ട്, വചനം ജഡമായി ജഡം ധരിച്ചു വന്ന കർത്താവിന് മരിക്കുവാനുള്ള ഒന്നാമത്തെ അർഹത നേടി. ഞാൻ മരിക്കുവാൻ വന്നിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞു. 2, കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് ഞാൻ ഇപ്പോൾ പറഞ്ഞു നിർത്തിയതുള്ളൂ, അവൻ പാപം ചെയ്തിട്ടില്ല, പാപം അറിഞ്ഞിട്ടില്ല എന്ന്. മറ്റൊരു വാചകത്തിൽ ഞാൻ പറഞ്ഞു പാപത്തിൻ്റെ ശമ്പളം മരണമെന്ന്. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടെങ്കിൽ അടുത്തൊരു ചോദ്യം ചോദിക്കാം. അങ്ങനെയാണ് പാപത്തിൻ്റെ ശമ്പളമാണ് മരണമെന്ന് നിങ്ങൾ പറഞ്ഞു. കൃഷ്ണൻകുട്ടി, പാപത്തിൻ്റെ ശമ്പളമാണ് മരണമെങ്കിൽ യേശുക്രിസ്തു പാപം ചെയ്തിട്ടില്ലെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ പാപം ചെയ്യാത്ത ക്രിസ്തു മരിക്കുമോ? പാപം ചെയ്യാത്ത ക്രിസ്തു മരിക്കുമോ? മരിക്കാൻ പാടില്ല. പിന്നെ മരിച്ചില്ലേ? മരിച്ചു. എന്തുകൊണ്ട്? പാപം ചെയ്യാത്ത ക്രിസ്തു മരിക്കാൻ പാടില്ല. പക്ഷേ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിക്കുവാൻ വന്നതുകൊണ്ട് അവൻ എന്ത് ചെയ്യണം? പാപം വഹിക്കണം. അതുകൊണ്ട് പ്രവാചകൻ പണ്ടേ പറഞ്ഞത്, യഹോവ നമ്മുടെ എല്ലാവരുടെയും അതിക്രമം അവൻ്റെ മേൽ ചുമത്തി എന്ന് അദ്ദേഹം എഴുതി വെച്ചു. 750 വർഷം കഴിഞ്ഞപ്പോൾ യോർദാന്റെ തീരത്തിൽ വമ്പിച്ച ജനാവലിയുടെ നടുവിൽ സ്ഥാനമേറ്റ് പിറ്റേ ദിവസം നടന്നു വരുന്ന യേശുവിനെ കണ്ടുകൊണ്ട് ഒരു മഹാപുരോഹിതൻ്റെ മകനായ സ്നാപകയോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അദ്ദേഹം വിളിച്ചു പറഞ്ഞു. ഏകദേശം 30 വർഷങ്ങൾ കഴിഞ്ഞു, 30-32 വർഷം കഴിഞ്ഞു. കുറേ കൂടെ കഴിഞ്ഞപ്പോൾ ഇതാ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് അവൻ ഒടുവിലായി തൻ്റെ ശിഷ്യന്മാരോടുള്ള ജീവിതം അവസാനിച്ച് ഈ ജീവിതത്തിന് അറുതി കുറിച്ച് അനന്തതയിലേക്ക് പോകാനുള്ള സമയം ആഗതമായപ്പോൾ തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചുകൂട്ടി അന്ത്യമായ അത്താഴം കഴിച്ചു. അന്ത്യ അത്താഴം കഴിക്കുമ്പോൾ 12 ശിഷ്യന്മാരും ഒപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ കർത്താവായ യേശുക്രിസ്തു അന്ത്യ അത്താഴവും കഴിച്ച് പെസഹ ആചരണം നടത്തി. പെസഹയുടെ 7 പാട്ടുകൾ അവസാനത്തെ പാട്ടും പാടി അവിടെ നിന്ന് നേരെ പോവുകയാണ്. അതിലിടയ്ക്ക് ഒരുത്തൻ എഴുന്നേറ്റ് പോയി. അതിനുശേഷം 11 ശിഷ്യന്മാരെയും കൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു യെരുശലേം ദൈവാലയത്തിൻ്റെ കിഴക്ക് വശത്ത് കിടക്കുന്ന കെദ്രോൻ തോടും കടന്ന് അതിൽ നേരെ കുത്തനെ കിടക്കുന്ന ഒലിമലയിലൂടെ, ഞാനവിടെ പോയിട്ട് ഇതെല്ലാം ഭൂമിശാസ്ത്രത്തിൽ നിന്ന് വായിക്കുന്നതാണ്, അതുകൊണ്ട് കുത്തനെ കിടക്കുന്ന ഒലിമലയിലൂടെ കയറി അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു തോട്ടമുണ്ട്. ആ തോട്ടത്തിൽ ആദ്യമായി കയറി ചെല്ലുമ്പോൾ ഒരു കാവൽ മാടമുണ്ട്. അവിടെ ഒരു ചക്കും കുഴിച്ചതിട്ടിട്ടുണ്ട്. അവിടെ വന്ന് 8 ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരിപ്പിൻ. 8 പേരെയും അവിടെ ഇരുത്തി. പിന്നെ 3 പേരെയും കൊണ്ട് കുറേ കൂടെ മുമ്പോട്ട് പോയി. മുമ്പോട്ട് എന്നിട്ട് കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരിക്കണം, പക്ഷേ നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. പക്ഷേ പരീക്ഷയിൽ അകപ്പെടാൻ പോകുന്നത് ആരാണ്? യേശുക്രിസ്തുവാണ്. ഇപ്പോൾ ഇവൻ പറയേണ്ടത് എന്താണ്? ഞാൻ പരീക്ഷയിൽ അകപ്പെടാൻ പോവുകയാണ്, അതുകൊണ്ട് നിങ്ങൾ ഉണർന്നിരുന്ന് ഞാൻ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം.
ലോക ചരിത്രത്തിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടാത്ത ഒരുത്തനേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ആസ്തിക്യബോധമുള്ള, അതായത് ഈശ്വരബോധമുള്ള ഏതൊരുത്തനും മറ്റൊരുത്തൻ്റെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്. പൗലോസ് പറയുന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ, നബി പറയുന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. ഇതുപോലെ ചരിത്രത്തിൽ എത്രയോ ആളുകൾ, മഹാനായ മാർപ്പാപ്പ പറയുന്നതാണ് ബലഹീനദാസനായി എനിക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പിൻ. നമ്മുടെ ബിഷപ്പന്മാരും കർദിനാളന്മാരും എല്ലാം പറയുന്നത് എന്താണ്? ബലഹീനദാസനായി എനിക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പിൻ. നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പ്രാർത്ഥിപ്പിനെന്ന് പറയും. പക്ഷേ ലോകത്തിൽ മനുഷ്യൻ്റെ പ്രാർത്ഥന ആവശ്യമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നല്ല, നിങ്ങൾ പരീക്ഷയ്ക്ക് അകപ്പെടാതിരിപ്പാൻ നിങ്ങൾ ഉണർന്ന് പ്രാർത്ഥിപ്പിനെന്നുകൊണ്ട് ഒരു കല്ലേറപ്പുറം. ആ കല്ലേറിനെ കുറിച്ച് ഞാൻ പറഞ്ഞാൽ ഈ സമയം ഇവിടെ ഒന്നും നിൽക്കുകയില്ല, കല്ലേറിൻ്റെ ദൈർഘ്യം കൂടും. അതുകൊണ്ട് ഞാൻ ഇപ്പുറത്തേക്ക് വരിക. അതുകൊണ്ട് ഇവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെ, കർത്താവായ യേശു ക്രിസ്തു അവിടെ ചെന്ന് കവിണ്ണ് വീണ് പ്രാർത്ഥിക്കുകയുണ്ടായി. അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ, പ്രിയ സ്നേഹിതരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുട്ടുകുത്തി അവിടെ നിന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ലോകത്തിൻ്റെ ഭൂതവർത്തമാന ഭാവി കാലങ്ങൾ ജനിക്കുവാൻ പോകുന്ന മാനവരാശിയുടെ മുഴുവൻ പാപങ്ങളും അവൻ്റെ മേൽ പെയ്തിറങ്ങിക്കൊണ്ടിരുന്നു. അങ്ങനെ പെയ്തിക്കൊണ്ട് ഗത്സമേനയിൽ യേശു പ്രാർത്ഥിക്കുന്ന വേളയിൽ ലോകത്തിന് മുഴുവൻ പാപങ്ങളും പെയ്തിറങ്ങി ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ മേൽ വന്നപ്പോൾ ആ പാപം എത്ര അധികം അവൻ്റെ മേൽ ആവാഹിക്കപ്പെട്ടുവോ അത്രയ്ക്കധികം അവൻ്റെ പവിത്രമായ ചോര വിയർപ്പെന്നവണ്ണം ബഹിർഗമിച്ച് വലിയ ചോരത്തുള്ളി പോലെ വരയ്ക്കുകയുണ്ടായി. ഒടുവിലായി പരീക്ഷീണനായ ക്രിസ്തു അവിടെ വീഴുകയുണ്ടായി. ഒരു ദൂതൻ വന്നവനെ താങ്ങുകയുണ്ടായി. നാം അറിയുന്നത് പോലെ തന്നെ ലോകത്തിൻ്റെ പാപം ചുമന്ന ദൈവപുത്രനായ യേശു ക്രിസ്തു ഗത്സമേനയിൽ ആ പാപം ചുമക്കുകയായിരുന്നു. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് ദൈവം പാപമാക്കിയ സന്ദർഭമാണ് ഗത്സമേന. ആ ഗത്സമേനയിൽ വെച്ചാണ് അവൻ പാപമാക്കപ്പെടുന്നത്. അതുവരെ ഒരിക്കലും കൂസാത്തവനാണ് നമ്മുടെ കർത്താവ്. പക്ഷേ കർത്താവായ യേശു ക്രിസ്തു പാപമാക്കപ്പെട്ടപ്പോൾ വേപത്തു കൊണ്ട് വിറച്ചുപോയി. അവൻ്റെ ചോര പുറത്തേക്ക് വിയർപ്പെന്നവണ്ണം വന്ന് വലിയ ചോരത്തുള്ളി പോലെ നിലത്തി വീണു. കർത്താവിനെ താങ്ങുവാൻ ദൂതൻ്റെ ആവശ്യം വന്നു. പരീക്ഷീണതനായ കർത്താവായ യേശു ക്രിസ്തു അവിടെ നിന്ന് മെല്ലെ എഴുന്നേറ്റ് ശിഷ്യന്മാരെയും കൂട്ടി തോട്ടത്തിൻ്റെ പുറത്തേക്ക് വരുമ്പോൾ ഒരു കാര്യം, കർത്താവ് ഇപ്പോൾ വളരെയേറെ ബലഹീനനായ കർത്താവായ യേശു നോക്കിയപ്പോൾ ഇവിടെ വാളും വടിയും ദീവട്ടിയുമായി നിൽക്കുന്ന ആളുകൾ, ദൈവം അനുവദിച്ചാൽ നാളെ രാത്രി ഞാനത് വീണ്ടും പറയും. അതുകൊണ്ട് അവിടെ ഈ ആളുകളെല്ലാം ഇപ്പോൾ നിങ്ങൾ ആരെ തിരയുന്നു? നസറായനായ യേശുവിനെ. അത് ഞാൻ തന്നെ. എന്നെ പിടിച്ചുകൊള്ളുവിൻ. ആദ്യത്തെ ചോദ്യം, നിങ്ങൾ ആരെ തിരയുന്നു? നസറായനായ യേശുവിനെ. അത് ഞാൻ തന്നെ. എന്നെയാകുന്നു തിരയുന്നതെങ്കിൽ ഇവർ പോകട്ടെ. അധികാരമുള്ള ശബ്ദം, ആജ്ഞാസ്വരം. ഈ ആജ്ഞാസ്വരം കേട്ടപ്പോൾ ആയുധമേന്തിയ പടയണി ആയുധം നിലത്തിട്ട് അബോധാവസ്ഥയിൽ അവനിൽ ആണ്ടി വീഴവേ ആർദ്രചിത്തനായ യേശു ക്രിസ്തു ആവർത്തിച്ച് ചോദിച്ചു, നിങ്ങൾ ആരെ തിരയുന്നു? നസ്രായനായ യേശുവിനെ. അത് ഞാൻ തന്നെ എന്ന് പറഞ്ഞില്ലയോ? എന്നെ പിടിച്ചുകൊള്ളുവിൻ, ഇവർ പോകട്ടെ. ലോകജനത ഒന്നടങ്കം വിടപ്പെടണം, എന്നെ പിടിക്കണം. ഞാൻ അതിനു വേണ്ടിയാണ് വന്നത്. ഞാൻ പിടിക്കപ്പെടണം. ഈ ജനത മുഴുവൻ വിടപ്പെടണം. അതിനു വേണ്ടിയാണ് ഞാൻ വന്നത്. എന്നെ പിടിച്ചുകൊള്ളുക. സമ്മതിച്ചു കൊടുത്തില്ലെങ്കിൽ പിടിക്കാനൊക്കെയില്ല. അതുകൊണ്ട് നിങ്ങൾ ആരെ തിരയുന്നു ചോദിച്ചാൽ നസ്രായനായ യേശുവിനെ എന്ന് പറഞ്ഞാൽ അത് ഞാനാകുന്നു എന്ന് പുറപ്പാട് പുസ്തകത്തിൽ മുഴങ്ങിക്കേട്ട ആ ശബ്ദമുണ്ടല്ലോ. ആ ശബ്ദം പണ്ട് നാം അറിയുന്ന ഏദൻ തോട്ടത്തിൽ മുഴങ്ങിയ ആ ശബ്ദം, നൂറ്റാണ്ടുകൾ കൊണ്ട് ലോകത്തിന് മേൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ശബ്ദം, പെരുവെള്ളത്തിൻ്റെ ഇരച്ചിനെ അതിജീവിക്കുന്ന ദൈവപുത്രൻ്റെ ശബ്ദം. ആ ശബ്ദം കേട്ടാൽ ലോകത്തിന് സംഭവിക്കുന്നതാണ്. ഈ ആയുധം പണിയാനെല്ലാം അവിടെ വീണുപോയി. അവിടെ പൗലോസിൻ്റെ വേറൊരു വാക്ക് കടമെടുത്ത് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ ബലഹീനത മനുഷ്യൻ്റെ ബലത്തേക്കാൾ വലുതാണ്. ആ വാക്യത്തിൻ്റെ അർത്ഥം അവിടെയാണ് എനിക്ക് മനസ്സിലായത്. യേശു ക്രിസ്തു പുറത്തേക്ക് വന്നു. അങ്ങനെ വന്ന കർത്താവായ യേശു ക്രിസ്തു അവിടെ വന്ന് പിടിച്ചോളാൻ പറഞ്ഞ് അവർ പിടിച്ചു. ആദ്യമായി കർത്താവിന് വിസ്തരിച്ചത് മഹാപുരോഹിതനായ കയ്യഫാസിൻ്റെ അടുക്കൽ. അദ്ദേഹത്തെ ആദ്യമായി മഹാപുരോഹിതനായ ഹന്നാസിൻ്റെ അടുക്കൽ. ഹന്നാസ് അദ്ദേഹത്തെ ഹ്രസ്വമായ വിചാരണ നടത്തി. അതിനുശേഷം കയ്യഫാസിൻ്റെ പ്രഥമ വിചാരണ, അതിനുശേഷം പിലാത്തോസിൻ്റെ വിസ്താരം, പിന്നെയും കയ്യഫാസ്. അങ്ങനെ 3 വിസ്താരം പിലാത്തോസ് നടത്തി. ചുരുക്കി പറഞ്ഞ കയ്യഫാസിൻ്റെ അടുക്കൽ മഹാപുരോഹിതന്മാർ 3 പ്രാവശ്യം. മതകോടതികളിൽ കർത്താവായ യേശു ക്രിസ്തു 3 പ്രാവശ്യം വിസ്തരിക്കപ്പെട്ടു. അതിനുശേഷം പിലാത്തോസിൻ്റെ, ഹേരോദാവിൻ്റെ, വീണ്ടും പിലാത്തോസിൻ്റെ 3 സിവിൽ കോടതികളിലും വിസ്തരിക്കപ്പെട്ടു. അങ്ങനെ 6 കോടതികളിൽ വിസ്തരിക്കപ്പെട്ടിട്ട് ഒടുവിലായി കർത്താവായ യേശു ക്രിസ്തുവിനെ വിസ്തരിക്കാൻ അന്തിമ വിസ്താരത്തിനായി ഗവർണർ പിലാത്തോസിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. പിലാത്തോസ് അവനെ വിസ്തരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. യാതൊരു കുറ്റവും കണ്ടില്ല. പിലാത്തോസ് യാതൊരു കുറ്റവുമില്ല, ഇവൻ നീതിമാൻ, ഇവന് കുറ്റവുമില്ല എന്ന് പറയുമ്പോൾ യഹൂദന്മാർ ആർത്താർത്ത് വിളിച്ചതെന്താണ്? അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഓർക്കണം. യേശു ക്രിസ്തു പറഞ്ഞത്, ഞാൻ യെരൂശലേമിലേക്ക് പോകും, നിങ്ങളുടെ മൂപ്പന്മാരെന്നെ പിടിക്കും, അവരെന്നെ തല്ലും കൊല്ലുമെന്നല്ല, അവരെന്നെ ക്രൂശിച്ച് കൊല്ലുമെന്നാണ് പറഞ്ഞത്. അതിന് പ്രധാനപ്പെട്ട ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ട് അവൻ പറഞ്ഞു, എന്നെ അവർ ക്രൂശിച്ചാണ് കൊല്ലാൻ പോകുന്നത്, ഞാൻ ക്രൂശിൽ മരിക്കാനാണ് വന്നു എന്ന് പറയുകയുണ്ടായി. ഇപ്പോൾ യഹൂദന്മാരെല്ലാം അവിടെ നിന്ന് വിളിച്ച് അവനെ ക്രൂശിക്കുക. പിലാത്തോസ്, നിങ്ങളുടെ രാജാവിനെ ഞാൻ ക്രൂശിക്കണമോ? യഹൂദന്മാർ, കൈസറല്ലാതെ ഞങ്ങൾക്ക് വേറെ രാജാവില്ല. പിലാത്തോസ്, ഞാൻ ഇവനെ വിസ്തരിച്ചു,
യേശു ഒരു കുറ്റവും കാണുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുന്നു? പിലാത്തോസിനോട് യഹൂദന്മാർ അവന് കുറ്റമില്ലെങ്കിൽ ഞങ്ങൾ നിന്റെ പക്കൽ ഏൽപ്പിക്കയില്ല. പിലാത്തോസ് ഉത്സവത്തുരത്തിനെ വിട്ടുതരുന്ന പതിവുണ്ട്. ഇവിടെ ഇതാ ബറബാസ്, ഇവിടെ ഇതാ ക്രിസ്തു. ആരെ വിട്ടുതരണം? യഹൂദന്മാർ ബറബാസിനെ വിട്ടുതരിക. പിലാത്തോസ് എന്നാൽ ക്രിസ്തു എന്ന യേശുവിനെ എന്ത് ചെയ്യണം? യഹൂദന്മാർ അവനെ ക്രൂശിക്കുക. പിലാത്തോസ് അവൻ ചെയ്ത ദോഷമെന്ത്? യഹൂദന്മാർ അവനിൽ കുറ്റമുണ്ട്. പിന്നെയും പിലാത്തോസ് ഇവൻ ചെയ്ത ദോഷമെന്ത്? പറയട്ടെ വത്തിക്കാൻ, പറയട്ടെ റോം, പറയട്ടെ ലോകം, പറയട്ടെ അറേബ്യ, പറയട്ടെ ഭാരതം, ഇവൻ ചെയ്ത ദോഷമെന്ത്? നിന്റെ വിശന്നവർക്ക് അപ്പം തന്നതാണോ? ദാഹിച്ചവർക്ക് ജീവജലം തന്നതാണോ? നിന്നെ മരിച്ചവരെ ജയിപ്പിച്ചതാണോ? നിന്നെ മുടന്തന്മാരെ നടക്കുമാറാക്കിയതാണോ? കുടന്മാർക്ക് കാഴ്ച കൊടുത്തതാണോ? ആർക്കും വേണ്ടാതെ എന്നേക്കുമായി ചേറ്റുവള്ളങ്ങൾ വലിച്ചെറിഞ്ഞവർക്ക് ജീവിതം നൽകിയതാണോ? ഇവൻ ചെയ്ത ദോഷമെന്ത്? ഞാനത് വിശദീകരിച്ചാൽ സമയം പോകും. നമ്മുടെ സമയം ഓടിപ്പോവുക. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് അവിടുന്ന് ലോകത്തിലേക്ക് വന്നത് മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ, ക്രൂശിക്കുവാൻ, മരിക്കുവാൻ. യേശുവിനെ ക്രൂശിക്കണം എന്നാണ് യഹൂദന്മാർ പറഞ്ഞത്. യേശുക്രിസ്തു ഒന്ന് യഹൂദനാണ്. യേശുക്രിസ്തുവിനെ മേലെ യഹൂദന്മാർ ചുറ്റിയ കുറ്റം എന്തായിരുന്നു? ദൈവദൂഷണം. കാരണം നിന്നെ തന്നെ ദൈവത്തോട് സമനാക്കി. യോഹന്നാൻ 5:18 ദൈവത്തിന് സമനാക്കി എന്നുള്ള ആരോപണം. അതുകൊണ്ട് ഇപ്പോൾ ദൈവദൂഷണമാണ് പറഞ്ഞത്. ദൈവദൂഷണത്തിന് ന്യായപ്രമാണം പറയുന്ന ശിക്ഷ എന്താണ്? ദൈവദൂഷണത്തിന് ന്യായപ്രമാണം പറയുന്ന ശിക്ഷ പാസ്റ്റർ സോമൻ, അവനെ കല്ലെറിഞ്ഞു കൊല്ലണം. ഒരൊറ്റ യഹൂദനെങ്കിലും പറഞ്ഞു ഇവനെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന്? അവനെ കല്ലെറിഞ്ഞെന്ന് ഒറ്റ യഹൂദൻ പറയണ്ടേ? പറഞ്ഞില്ല. എല്ലാവരും പറഞ്ഞു ക്രൂശിക്കണമെന്നാണ്. ഈ ഒന്ന്. രണ്ടാമത്, യേശുക്രിസ്തു യഹൂദനെന്ന് മാത്രമല്ല, റോമൻ സാമ്രാജ്യത്തിലാണ് അദ്ദേഹം ജനിച്ചതും ജീവിച്ചതും. അതുകൊണ്ട് ഞാനിങ്ങനെ കൂട്ടിച്ചേർക്കുകയാണ്, റോമൻ പൗരനാണ്. അപ്പോൾ റോമൻ പൗരനെ സംബന്ധിച്ചൊരു കാര്യം, അവനെ വാളുകൊണ്ട് വെട്ടിക്കൊല്ലണം. ഒരിക്കലും ഒരു റോമൻ പൗരനെ മറ്റു നിലയിൽ ശിക്ഷിക്കാൻ പാടില്ല. ഉദാഹരണം, പൗലോസിനെ പിടിച്ചു, വാറുകൊണ്ട് കെട്ടി, ഫിലിപ്പിയിൽ വെച്ച് കോലുകൊണ്ട് അടിച്ചു. പൗലോസ് ഉടനെ ചോദിച്ചു, വിസ്താരം കഴിയാത്ത റോമ പൗരനായ എന്നെ നീ വിസ്തരിക്കുന്നതിന് മുമ്പ് കോലുകൊണ്ട് അടിക്കുന്നുവോ? ഫിലിപ്പൻ ശതാധിപൻ ജയിലർ വിറച്ചുപോയി. അദ്ദേഹം അവതാ പറഞ്ഞ് അവിടെ നിന്ന് വിട്ടു. പിന്നീട് ഒരിക്കൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തപ്പോൾ വാറുകൊണ്ട് കെട്ടി. ഉടനെ അദ്ദേഹം ചോദിച്ചു, വിസ്താരം കഴിയാത്ത റോമ പൗരനായ എന്നെ നീ വാറുകൊണ്ട് കെട്ടുന്നുവോ? ശതാധിപൻ ഭയന്നു. സഹസ്രാധിപൻ പറഞ്ഞു, ഈ മനുഷ്യൻ റോമൻ പൗരനാകുന്നു. ഉടനെ അദ്ദേഹം വിളിച്ചു, നീ റോമൻ പൗരനാകുന്നത്? ഞാൻ പറഞ്ഞത്, ഒരു റോമൻ പൗരനെ വാറുകൊണ്ട് കെട്ടരുത്, ചാട്ട കൊണ്ട് അടിക്കരുത്, ക്രൂശിൽ തറയ്ക്കരുത് എന്നാണ് വിധി. ആ വിധി നിലവിൽ പോയി യഹൂദന്മാർ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞത്, അവനെ ക്രൂശിക്കുക. ഇതാണ് ആക്രോശം. അവരെല്ലാം ഒന്നിച്ച് പറഞ്ഞു. അപ്പോൾ യേശുക്രിസ്തുവിനെ എന്തുകൊണ്ട് ക്രൂശിക്കണം എന്ന് പറഞ്ഞു? എന്തുകൊണ്ട് യഹൂദ ന്യായപ്രമാണം അനുസരിച്ച് അവനെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് പറഞ്ഞില്ല? എന്തുകൊണ്ട് റോമൻ നിയമം അനുസരിച്ച് റോമൻ പൗരന് കൊടുക്കുന്ന മര്യാദയിൽ വാളുകൊണ്ട് വെട്ടിക്കൊള്ളണമെന്ന് പറഞ്ഞില്ല? രണ്ടും വന്നാൽ ഒരു കാര്യം, അവനെ കല്ലെറിഞ്ഞു കൊന്നാൽ യഹൂദൻ്റെ സ്റ്റാറ്റസ് വരെ വരും. വാളുകൊണ്ട് വെട്ടിക്കൊന്നാൽ റോമൻ പൗരൻ്റെ സ്റ്റാറ്റസ് വരെ വരും. താഴോട്ട് വരികയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ വന്നത് ക്രൂശിൽ മരിക്കാൻ. എബ്രായ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, അവമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. പക്ഷേ ഞാനാണ് ആ വരി എഴുതുന്നത് അവമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സ്വീകരിച്ചു. ക്രൂശിനെ വരിച്ചു എന്ന് എഴുതിയുള്ളൂ. കാരണം യേശുക്രിസ്തു സ്വയം ക്രൂശ് ഏറ്റുവാങ്ങുകയായിരുന്നു. ക്രൂശിൽ മരിക്കുക എന്തിനാണ്? കുരിശുമരണം എന്ന് പറയുന്നത് അടിമയ്ക്കുള്ള മരണശിക്ഷയാണ്. ആ കാലഘട്ടത്തിൽ അടിമകൾക്ക് കൊടുക്കുന്ന ശിക്ഷയാണ് കുരിശുമരണം. ഒരു അടിമയുടെ വില അന്ന് 30 വെള്ളിക്കാശാണ്. നമ്മുടെ കർത്താവിന് കിട്ടിയ വിലയും 30 വെള്ളിക്കാശാണ്. യാഗവസ്തുവായ ആടിനുള്ള വിലയും 30 വെള്ളിക്കാശാണ്. ഇപ്പോൾ യേശുക്രിസ്തു അടിമയുടെ നിലവാരത്തിലേക്ക് താഴ്ന്നു പോയിരിക്കുകയാണ്. ഇപ്പോൾ അവനെ ക്രൂശിക്കണമെന്ന് പറയുമ്പോൾ ക്രൂശിത്തറയ്ക്കുന്ന അടിമകൾക്കുള്ള ശിക്ഷയാണ് ഈ കുരിശുമരണം. ഫിലിപ്പിയ ലേഖനം ഞാൻ പറഞ്ഞല്ലോ, അവിടെ മനുഷ്യ സാദൃശ്യത്തിലായി ദാസരൂപം എടുത്തു. പിന്നെ പറഞ്ഞിരിക്കുന്നത് മരിച്ചു എന്നല്ല, മരണത്തോളം എന്ന് പറഞ്ഞിട്ട് ഉടനെ പൗലോസ് ആനുഷംഗികമായി ഒരു വരയിട്ട് ഇപ്പുറത്തെഴുതി. എന്തെഴുതി? ക്രൂശിലെ മരണത്തോളം. ആ മരണത്തിൻ്റെ ഏറ്റവും താഴ്ചയാണ് കുരിശിലെ മരണത്തോളം. കുരിശു മരണം. യേശു കുരിശിൽ തന്നെ മരിക്കണം, ഇതാണ് വിധി. ആ കുരിശു മരണം എന്ന് പറയുന്നത് അടിമയ്ക്ക് വേണ്ടി. അപ്പോൾ ക്രിസ്തു എല്ലാവർക്കും വേണ്ടി മരിച്ചു. യഹൂദനും റോമനും അതുപോലെ ശകനും ദാസനും ബർബരനും അടിമയ്ക്കും വേണ്ടി മരിച്ചു എന്ന് പറയണമെങ്കിൽ യേശു കുരിശിൽ തന്നെ മരിക്കണം. അങ്ങനെ കർത്താവായ യേശു കുരിശിൽ മരിച്ച് മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരം വരുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൽ മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ ഇനി ഞാൻ സമയമില്ലാത്തത് കൊണ്ട് വെട്ടിച്ചുരുക്കി ഇവിടെ പറഞ്ഞു. പിലാത്തോസ് അവനെ വിസ്തരിച്ചു, ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു. യഹൂദന്മാർ അവനെ കയ്യേറ്റു എന്നാണ് യോഹന്നാൻ എഴുതുന്നത്. അങ്ങനെ യഹൂദന്മാർ അവനെ കയ്യേറ്റു. യഹൂദന്മാരോടൊപ്പം യേശുവിനെ കൊണ്ടുപോകുമ്പോൾ 2 കള്ളന്മാരെന്ന് പറഞ്ഞാൽ ഗറില്ല പോരാളികളാണ്.
അത് ജോസീഫസ് ആണ് അവരെ കള്ളന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത്. ഗറില്ല പോരാളി, 2 ഗറില്ല പോരാളികളും അന്ന് ക്രൂശിക്കാനുള്ളവരാണ്. 2 പേരും നമ്മുടെ കർത്താവിനെയും നടത്തി. ഇങ്ങനെ 4 റോമൻ ശതാധിപന്മാർ കൂടെയുണ്ട്. ഒരാൾക്ക് 2 പേര് വേണം. പക്ഷേ ഈ 3 പേർക്കും കൂടെ 4 ശതാധിപന്മാരുണ്ട്. കാരണം ഇവൻ മരിച്ചാൽ മരിച്ചു എന്ന് അറ്റസ്റ്റ് ചെയ്യണം. അതിനുവേണ്ടി സാക്ഷ്യപ്പെടുത്താനുള്ള ശതാധിപന്മാർ കൂടെയുണ്ട്, സഹസ്രാധിപനുണ്ട്. അങ്ങനെ 600 പേരടങ്ങിയ ഒരു റോമൻ കൊഹാട്ട്, അതായത് 600 പേരുടെ യൂണിറ്റിനാണ് കൊഹാട്ട് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് അതുകൂടെ യഹൂദന്മാരുടെ ദൈവാലയത്തിലെ കാവൽ പടയാളികളുമുണ്ട്. ഇവരെല്ലാം കൂടെയാണ് യേശുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോകുന്നത്. തളർന്ന് വീഴുന്ന കർത്താവായ യേശു ക്രിസ്തു, അടിച്ചടിച്ച് നടത്തുന്ന റോമൻ പടയാളികൾ, തെറിച്ച് വീഴുന്ന ചോരയുടെ തുള്ളികൾ, ലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനുള്ള രക്താർപ്പണം നരങ്ങേറിപ്പോകുകയാണ്. അങ്ങനെ ഗെത്സമേനയിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഗൊൽഗൊഥാ മേട്ടിൻപുറത്തേക്ക് നടത്തി ആ താഴ്വരയ്ക്ക് കൊണ്ടുവന്ന് 3 കുരിശുകൾ അപ്പുറവും ഇപ്പുറവും നടുവിലെ ക്രൂശിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ 2 കൈകളും വലിച്ചു നീട്ടി വെച്ച് ആണിയടിച്ച് അവൻ്റെ കാലുകളിൽ ശക്തമായ ആണി അടിച്ചു കയറ്റി കഴിയുമ്പോൾ ഒരു സംശയം. അന്ന് ആ പവിത്രമായ പാണികളിൽ, അനുഗ്രഹീതമായി കുരുടന്മാരുടെ കാഴ്ച മാറ്റുവാൻ വേണ്ടി സഹായിച്ച പാണികളിൽ, ചേറുകുടച്ച ആ പാണികളിൽ, അനേകരുടെ വിശപ്പിന് അപ്പം നുറുക്കിക്കൊടുത്ത ആ പവിത്രമായ പാണികളിൽ ആളുകൾ വെറുത്ത് അവഗണിച്ച് അവിടെ തള്ളിയ കുഷ്ഠരോഗികളെ തൊട്ട് സൗഖ്യമാക്കുവാൻ ഉപയോഗിച്ച ആ പവിത്ര പാണികളിൽ റോമൻ പടയാളികൾ കാരിനും പാണി വെച്ച് ചുറ്റിക കൊണ്ട് ആഞ്ഞടിച്ചപ്പോൾ ഉണ്ടായ ശബ്ദമല്ലേ 2000 ആണ്ടുകൊണ്ട് നമ്മുടെ പള്ളി മണികളിലൂടെ മുടങ്ങി കാതുകളിൽ അലച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയ സ്നേഹിതരെ, അന്ന് റോമൻ പടയാളി അടിച്ച ആ ചുറ്റികയിൽ വീണ് അടി നിങ്ങളുടെ പള്ളിമണിയിലൂടെ ദിവസവും നിങ്ങളുടെ കാതുകളിൽ മുടങ്ങി കേൾക്കുകയല്ലേ. കർത്താവായ യേശു ക്രിസ്തുവിനെ അവർ കാൽവരിയിലെ ക്രൂശിൽ തറച്ചു. കാൽവരിയിലെ ക്രൂശിൽ കിടക്കുന്ന യേശു ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് യഹൂദന്മാർ മാടി വിളിച്ചു, നസ്രായനായ യേശുവേ, യഹൂദന്മാരുടെ രാജാവാണെങ്കിൽ എങ്കിൽ ക്രൂശിൽ നിന്നിറങ്ങി വന്നാൽ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കാം. വിശദീകരിക്കുന്നില്ല. ഇറങ്ങി വരാൻ സാധിക്കുമായിരുന്നോ? ഉണ്ടാകട്ടെ എന്ന ഉച്ചാരണം കൊണ്ട് തരിതാര സൂര പാരാവാര പർവ്വത പർവാലങ്കൃതമായി ബ്രഹ്മാണ്ഡ ഘടകത്തിന് ജന്മം കൊടുത്ത, അലകൾ കൊണ്ട് അലറി വരുന്ന നാഴി കണ്ട് അമ്പരന്ന് പോകാതെ അമരുക എന്ന വാക്കുകൊണ്ട് അമർത്തിപ്പിടിച്ച, മൃതിഹസ്തം എന്ന മൃത്യുവിൻ്റെ ഹസ്തം പിടിച്ച് മൃതമായ ശരീരത്തെ മുൻപിലൂടെ എഴുന്നള്ളിക്ക് വരുമ്പോൾ എഴുന്നേറ്റ് പോക എന്ന് പറഞ്ഞ് ജീവിപ്പിച്ച് എഴുന്നേൽപ്പിക്കുവാൻ കഴിയുന്ന നസറായനായ യേശുവിന് 6 ഇഞ്ച് ആണി ഒരു ചുക്കുമല്ല. പക്ഷേ അവൻ എന്ത് ചെയ്തു? ഇറങ്ങി വന്നില്ല. എന്തുകൊണ്ട്? നസറായനായ യേശു ഇറങ്ങി വന്നാൽ വിശ്വസിക്കാം. വില്യം ബൂത്ത് അതിന് മറുപടി പറഞ്ഞു, അല്ലയോ നസ്രായനായ യേശുവേ, ക്രൂശിൽ നിന്നിറങ്ങി വരാത്തത് കൊണ്ട് ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുന്നു. അല്ലയോ നസ്രായനായ യേശുവേ, അന്ന് അവിടുന്ന് ക്രൂശിൽ നിന്നിറങ്ങി വന്നെങ്കിൽ പാപികളായ ഞങ്ങൾ ഒരിക്കലും രക്ഷിക്കപ്പെടുമായിരുന്നില്ല. ഞങ്ങളുടെ പാപത്തിന് മോചനം കിട്ടുകയില്ല, സ്വർഗം ഞങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടുകയില്ല. കർത്താവായ യേശു ആ വെല്ലുവിളി സ്വീകരിച്ചിട്ട് ഒരിക്കലും പ്രതികരിച്ചില്ല. അവൻ അനങ്ങാതെ കിടന്നു. ഞാൻ ഇനി അവൻ വിശദീകരിക്കുന്നില്ല. ക്രിസ്തു മരിച്ചു. ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു. യേശുവിൻ്റെ ഉറച്ച നിലവിളി. ആ കർത്താവായ യേശു മരിച്ചു, അടക്കപ്പെട്ടു. യേശുക്രിസ്തുവിൻ്റെ മരണമാണ് ഇപ്പോൾ വീണ്ടും പ്രശ്നമായിരിക്കുന്നത്. മരിച്ചാൽ യേശുക്രിസ്തു മരിച്ചു എന്ന് വന്നാൽ അത് സാധാരണ ഒന്നായി തീരും. നേരെ മറിച്ച് യേശു മരിച്ചു എന്ന് പറഞ്ഞാൽ ഈ പ്രസംഗം ഞാനിവിടെ നിർത്തിയാൽ എൻ്റെ പ്രസംഗം അപൂർണമാകും. അതുകൊണ്ട് സുവിശേഷ പ്രസംഗം എന്ന് പറയുമ്പോൾ ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, ഇതാകുന്നു എൻ്റെ സുവിശേഷം. പൗലോസ് പറഞ്ഞതാ, ഇതാണ് എൻ്റെ സുവിശേഷം. അതുകൊണ്ട് ദാവീദിൻ്റെ സന്തതിയായി ജനിച്ചവൻ, മരിച്ചവൻ, ഉയർത്തെഴുന്നേറ്റവൻ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു. ഞാൻ മരിക്കാൻ വന്നു എന്ന് പറഞ്ഞതനുസരിച്ച് ക്രൂശിൽ തന്നെ മരിച്ചു. മരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ മരിച്ചു എന്ന് ഉറപ്പ് വരുത്തി. അതൊക്കെ നിങ്ങൾക്കറിയാം. ഉറപ്പ് വരുത്തിയിട്ട് ആ ശവം ഏറ്റുവാങ്ങി. ആ ശവത്തെ കൊണ്ടുവന്ന് യഹൂദന്മാരുടെ ശവമടക്കുന്ന മര്യാദ പ്രകാരമെന്നാണ് യോഹന്നാൻ പറയുന്നത്. യഹൂദന്മാരുടെ ശവമടക്കുന്ന മര്യാദ പ്രകാരം എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള എംബാം ചെയ്ത് ആ ശരീരത്തിൽ 100 റാത്തൽ സുഗന്ധക്കൂട്ട് നിക്കോദോമസ് കൊണ്ട് കൊടുത്തു. അത് നിക്കോദോമസ് നല്ല കാര്യം ചെയ്തതാണ്. വരുവാനുള്ള പ്രവാചകൻ ഇവനാണെന്ന് പ്രതീക്ഷിച്ചിരുന്ന മഹാമനുഷ്യൻ മശിയാണെന്ന് വിചാരിച്ച് ഈ മശിക്ക് വേണ്ടിയുള്ള അർപ്പണമായിട്ട് 100 റാത്തൽ സുഗന്ധക്കൂട്ട്. നമ്മുടെ കർത്താവിൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ അത് അടിമുടി കീറി പറഞ്ഞതാണ്. ശിരസ് മുതൽ കാല് വരെ അടി കൊണ്ട് ഉഴവുചാല് പോലെ കീറിയതാണ്. അതിലൂടെ രക്തം വാർന്നൊഴുകി പിന്നെ കുറേശ്ശാൻ വെള്ളവും വരികയാണ്. രക്തവും വെള്ളവും തൊട്ട് നോക്കിയാൽ എങ്ങനെ ഇരിക്കും? നമ്മുടെ കറിക്ക് നുറുക്കുന്ന കറിക്കത്തി കയ്യിൽ കൊണ്ടാൽ വരുന്ന വെള്ളം ഉണ്ടല്ലോ, അത് തൊട്ട് നോക്കിയാൽ എങ്ങനെ ഇരിക്കുന്നു നമ്മുടെ സൗകര്യമാർക്കറിയാം. തൊട്ട് നോക്കിയാൽ പശ പോലെ ഇരിക്കും, പശയായിരിക്കും. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഈ ശരീരത്തിന് വരുന്ന രക്തവും വെള്ളവും പശ പോലെയാണ്. അതിൻ്റെ കൂടെ 100 റാത്തൽ സുഗന്ധക്കൂട്ടി ഇടിച്ചെടുത്തരുത്, അതും പശ പോലെ ഇരിക്കും. ഈ പശയും കൂടെ ചേർത്ത് അതിപശയാക്കി ലിനൻ തുണി കൊണ്ട് ഈ ശരീരത്തിലിട്ട് വരിഞ്ഞ് മുറുക്കി ഈ കല്ലറയ്ക്കകത്ത് കൊണ്ട് വെച്ചിരിക്കുക.
അതിനകത്തിരുന്ന് യേശു ഉയർക്കാവുന്നതാണ്. നിങ്ങളെന്നെ ഞാൻ യെരൂശലേമിലേക്ക് പോകും, നിങ്ങളുടെ മൂപ്പന്മാരെന്നെ പിടിക്കും, അവരെന്നെ തല്ലും, അവരെന്നെ ക്രൂശിച്ചു കൊല്ലും, ഞാനോ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇങ്ങനെ കൊണ്ട് നീ കവചമാക്കി വെച്ചാൽ യേശു അകത്തിരുന്ന് ഉയർത്താലും പുറത്ത് വരാൻ കഴിയാത്തത്ര ബലിഷ്ഠമായ ഒരു കവചമായി അത് മാറും. ഒന്ന്. രണ്ടാമത്, യേശുവിനെ കല്ലറയിൽ വെച്ചു, പേടി പോവുകയില്ല. ചത്ത യേശുവാണ് ഇപ്പോൾ ഭയാനകമായി പേടിയായിരിക്കുന്നത്. ജീവിച്ചിരിക്കുന്ന പിന്നെയും ക്രൂശിക്കാം, പക്ഷേ ചത്ത ക്രിസ്തുവിനെ എന്ത് ചെയ്യാൻ? അതുകൊണ്ട് ഇപ്പോൾ ചത്ത ക്രിസ്തു യഹൂദന്മാരുടെ പേടി സ്വപ്നമാകുകയാണ്. ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരം കൊണ്ടുവന്ന് കല്ലറയിൽ വെച്ചു, ഒറ്റ പാറയിൽ വെട്ടിയുണ്ടാക്കിയ ആ കല്ലറയ്ക്കകത്ത് കൊണ്ടുവന്ന് വെച്ച്, പിന്നെ മത്തായി പറയുന്നത് കല്ല് ഉരുട്ടി വെച്ചു എന്നാണ്. അല്ലേ? കല്ലുരുട്ടി വെച്ചെന്നല്ലേ പറയുന്നത്? കല്ലുരുട്ടി വെച്ചു, ചുമ്മാതെ ഒരു കല്ലുരുട്ടി വെച്ചെന്നല്ല. ഈ കല്ലറ പ്രത്യേകം സംവിധാനം ചെയ്യപ്പെട്ട കല്ലറയാണ്. അതിന് മുമ്പിൽ ഒരു റെയിലുണ്ട്. നമ്മുടെ ചില അലമാരകളൊക്കെ വലിച്ചു നീക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുമല്ലോ റെയിൽ, അതുപോലെ റെയിലുണ്ട്. ആ ചാലിലൂടെ ഉരുട്ടിക്കൊണ്ടുപോകാവുന്ന 600 പൗണ്ട് ഭാരമുള്ള ഒരു കൽക്കഥ. ആ കൽക്കഥ ഉരുട്ടി ഈ വെട്ടിനകത്തിട്ടതാണ് മത്തായി പറഞ്ഞത് കല്ലുരുട്ടി വെച്ചെന്ന്. വളരെ ചുരുങ്ങിയ വാക്യം മത്തായി പറഞ്ഞ് കല്ലുരുട്ടി വെച്ചു. പക്ഷേ ചരിത്രപരമായ വിശേഷാലുള്ള ഗവേഷണത്തിൽ മനസ്സിലായത് 600 പൗണ്ട് ഭാരമുള്ള കൽക്കഥക് ഉരുട്ടിക്കൊണ്ടുവന്ന് ഈ കല്ലറയുടെ പ്രത്യേകം സംവിധാനം ചെയ്ത് വെട്ടിനകത്തിട്ട് പോകും. അങ്ങനെ കല്ലറയെ വെച്ചു. എന്നിട്ട് പേടി പോയോ? നേരെ ചെന്ന് യഹൂദന്മാരുടെ അവർ അന്നാണ് പെസഹ കഴിക്കുന്നത്. പെസഹ കഴിക്കണമെങ്കിൽ യേശുവിനെ കുഴിക്കണം. അവനെ കൊന്ന് കുഴിച്ചു മൂടി. എന്നിട്ട് നേരെ ചെന്ന് എല്ലാം കുളിയെല്ലാം കഴിഞ്ഞ് പെസഹ ഭക്ഷണം കഴിച്ചു. പിറ്റേ ദിവസം വലിയ ശബത്താണ്, ഒരുപാട് പണിയാണ്. പുരോഹിതന്മാർക്ക് ലേവ്യർക്കെല്ലാം ധാരാളം പണിയുണ്ട്. അതുകൊണ്ട് നേരത്തെ തന്നെ എല്ലാവരും പെസഹ ഭക്ഷണവും കഴിച്ച് ഉറങ്ങാൻ പോയി. പക്ഷേ ഉറക്കം വരുന്നില്ല. ഉറക്കം കണ്ണുകളിൽ വരുമ്പോൾ കാതുകളിൽ വേറെ ശബ്ദം. കണ്ണുകളിൽ നിദ്രാദേവി നൃത്തം ചവിട്ടാൻ തുടങ്ങുമ്പോൾ കാതുകളിൽ വളരെ ഗർജനത്തിൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത്. അവിടെ എന്ന് പറയുന്നത്, നിങ്ങളെന്നെ ക്രൂശിക്കും, ഞാനോ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. ഈ ശബ്ദം ആരവാരം മുഴക്കുകയാണ്. ഉടനെ ഉറക്കം വരിയില്ല, തിരുമി അടച്ചു. ഒരുപക്ഷെ ക്ഷമിക്കണം സഹോദരിമാർ, അടുത്ത് കിടക്കുന്ന ഭാര്യമാരെല്ലാം ഒരുപക്ഷെ ഇങ്ങനെ പറഞ്ഞു കാണും, ഉറങ്ങ് 3.5 വർഷമായി ഉറങ്ങിയിട്ട് ഈ നസ്രായൻ്റെ പിന്നാലെ കൂടി 3.5 വർഷം കൊണ്ട് ഉറങ്ങാൻ നടക്കുക. ഈ 3 രാത്രി ഒട്ടും ഉറങ്ങിയിട്ടില്ല. ഇന്നലെ രാത്രിയാണെങ്കിൽ തെല്ലുപോലും ഉറങ്ങിയിട്ടില്ല. ഇന്നവനെ കൊന്നില്ലേ, കുഴിച്ച് മൂടിയില്ലേ, കുളിച്ചില്ലേ, പെസഹ കഴിച്ചില്ലേ, നാളെ വലിയ ശബത്തല്ലേ, ഒരുപാട് പണിയില്ലേ, ഉറങ്ങ് എന്ന് പറഞ്ഞാൽ തടവിയാൽ വീശാൽ ഡാഷ് എന്ത് പണി നോക്കിയാൽ എന്ത് ചെയ്യില്ല, ഉറക്കം വരികയില്ല. ഉറക്കം വരുമ്പോൾ കണ്ണുകൾ അലയ്ക്കുന്ന ശബ്ദം ഇതാണ്. അതുകൊണ്ട് രാത്രി ഏതാണ്ട് പാതിരാത്രി കഴിയുന്നത് വരെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് 24 മഹാപുരോഹിതന്മാരാണ് നിരന്ന് കിടക്കുന്നത്. കൂട്ടത്തോടെ എല്ലാം 24 വീടുകളിലാണ്. എല്ലാം കൂട്ടത്തോടെ എഴുന്നേറ്റു. നേരെ വലത്തുള്ള അംഗങ്ങളെല്ലാം സന്നിധി സംഘത്തിലെ 50 ബാക്കിയുണ്ട്. എല്ലാം കൂടെ 51 പേരടങ്ങിയ ഒരു സംഘവും മറ്റുള്ള ആളുകളും. പിന്നെ എല്ലാം കൂടെ ഗവർണർ പിലാത്തോസിനെ എടുക്കുന്നു. പിലാത്തോസ് ഇവൻ ചതിയനാണ്, ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട് മരിച്ചാലും ഉയർക്കുമെന്ന്. പിലാത്തോസ് ഇവൻ്റെ ശിഷ്യന്മാർ വന്ന് ശരീരം മോഷിച്ചു കൊണ്ടുപോകും, പിന്നെ ഉയർത്തെഴുന്നേറ്റു എന്നൊരു കെട്ടുകഥയുണ്ടാക്കും. ആ ചതി, മുമ്പിലത്തെ ചതി, അത് വലിയ ചതിയായി തീരും. അതുകൊണ്ട് പിലാത്തോസ് ഇത് സൂക്ഷിക്കണം. പിലാത്തോസിനും അറിയാം യേശു ഉയർത്താൽ അപകടകരമാണ്. പിലാത്തോസിനും അറിയാം യേശു ഉയർത്താൽ തൻ്റെ വിധി തെറ്റെന്ന് വരും. റോമൻ ഗവർണറാണ് അവനെ കൊലയ്ക്ക് വിധിച്ചത്. അവൻ്റെ വിധി തെറ്റെന്ന് വന്നാൽ റോം അവനെ തിരിച്ചു വിളിക്കും, അതിനുള്ള ശിക്ഷ കൊടുക്കും. അതുകൊണ്ട് യേശു ഉയർക്കരുതെന്ന് പിലാത്തോസിനുമുണ്ട്. 2, കുറഞ്ഞപക്ഷം ഈ പരീശന്മാരെങ്കിലും പറയേണ്ട യേശു ഉയർക്കട്ടെ എന്ന്. കാരണം പരീശന്മാരുടെ വിശ്വാസം എന്താണ്? പുനരുത്ഥാനം ഉണ്ടെന്നാണ്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റാൽ ഈ പുനരുത്ഥാന വിശ്വാസം സ്ഥാപിക്കപ്പെടുകയില്ലേ? പക്ഷേ ഇപ്പോൾ പരീശന്മാർ പറയും യേശു ഉയർക്കരുത്. നമ്മുടെ നാട്ടിൽ പറയുമ്പോൾ ഒരു പഴഞ്ചൊല്ല്, മകൻ ചത്താലും വേണ്ടില്ല, മരുമകളുടെ താലി അറ്റി കണ്ടാൽ മതി. അതുകൊണ്ട് യേശു ഞങ്ങളുടെ വിശ്വാസം പൊളിഞ്ഞാലും വേണ്ടില്ല, യേശു ഉയർക്കരുത്. അവരെല്ലാം കൂടെ ഒരുപോലെ പറഞ്ഞു അവൻ ഉയർക്കാൻ പാടില്ല. കാരണം ഉടനെ പിലാത്തോസ് പേടിക്കേണ്ട, ഞങ്ങളുടെ കയ്യിൽ 2 ഒറ്റമൂലി ഒന്നേ ഉള്ളൂ. ഞാൻ 2 പറഞ്ഞത്. 2 ഒറ്റമൂലിയുണ്ട്. ഒന്ന് ഇമ്പീരിയൽ റോമിൻ്റെ അധികാരമുദ്ര, അതാ കല്ലറയ്ക്ക് വെച്ചേക്കാം പിന്നെ അവൻ്റെ കല്ലറയ്ക്ക് കാവൽ വെച്ചേക്കാം. ഞാൻ കാവൽക്കൂട്ടത്തെ തരാം, നിങ്ങളാൽ ആവോളം. കാരണം ഞാൻ ഈ ബൈബിളിലെ ചർവറ വരയ്ക്കുകയില്ല. അതിൽ ആവോളം എന്നുള്ള വാക്കിൻ്റെ ഇവിടെ ഒരു ചുമന്ന മഷി കൊണ്ട് ഒരു സ്പോട്ട് ഇട്ടിട്ടുണ്ട്. കാരണം അത് പെട്ടെന്ന് മനസ്സിലാകാൻ. നിങ്ങളാൽ ആവോളം എന്ന് പറഞ്ഞാൽ, അല്ലയോ റോമൻ സാമ്രാജ്യ ശക്തിയായ 600 പേരുള്ള റോമൻ കൊഹവാൻ സൈന്യവ്യൂഹമേ, അല്ലയോ ദൈവാലയത്തിലെ കാവൽ പടയാളികളെ, യഹൂദന്മാരെ, നിങ്ങളാൽ ആവോളം ഈ കല്ലറ ഉറപ്പാക്കുവിനെന്ന് പിലാത്തോസ്. അങ്ങനെ ഈ കല്ലറയ്ക്ക് മുദ്ര വെച്ചു. ലോക ചരിത്രത്തിൽ ചത്തവൻ്റെ കല്ലറയ്ക്ക് എവിടെയെങ്കിലും മുദ്ര വെച്ചിട്ടുണ്ടോ?
ചത്തവൻ്റെ കല്ലറയ്ക്ക് പട്ടാളക്കാരൻ കണ്ണിൽ എണ്ണയും തൊട്ട് കയ്യിൽ ആയുധമേന്തി കല്ലറയ്ക്ക് ചുറ്റും 16 അടിക്ക് ഒരുത്തൻ കാവൽ നിൽക്കുകയാണ്, കയ്യിൽ നീളമുള്ള കുന്തവും പിടിച്ച്. യേശു ഉയർത്താലും രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി പട്ടാളക്കാർ 16 അടിക്ക് 7 മണിക്കൂർ വെച്ച് ഡ്യൂട്ടി മാറി കാവൽ. കൃഷ്ണൻകുട്ടി ഊഹാഭോഗം പറയുകയില്ല, ഞാൻ പ്രസംഗിക്കുന്നത് നന്നായി പഠിച്ചിട്ടാണ് എന്ന് പറഞ്ഞാൽ ഇത്രയും പ്രസംഗിക്കാൻ വേണ്ടി ഞാൻ കുറഞ്ഞപക്ഷം 150-ൽ പരം പുസ്തകങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. അവിടെ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ഈ കർത്താവായ യേശു ഉയർത്താൻ രക്ഷപ്പെടാതിരിക്കാനുള്ള സംവിധാനമാണ്. അങ്ങനെ ആ ഒരു പട്ടാളക്കാരൻ 16 അടി സ്ഥലം കാത്താൽ മതി. ഇങ്ങനെ അവൻ കുന്തവും പിടിച്ച് നിൽക്കും, മറ്റവൻ ഇങ്ങനെ കുന്തവും പിടിച്ച് ഇങ്ങോട്ട് നിൽക്കുകയാണ്. അങ്ങനെ റോമൻ പട്ടാളക്കാരൻ്റെ കാവൽ ശക്തി, റോമൻ മുദ്ര. വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ച യേശുക്രിസ്തു മരിച്ചു. മഹാത്മാഗാന്ധി മരിച്ചപ്പോഴും സരോജിനി നീന്താൻ രാജകെട്ടിച്ചെന്ന് പറഞ്ഞു, അല്ലയോ ബാപ്പുജി എന്നൊക്കെ വിളിച്ചു. പോട്ടെ, വിശദീകരിക്കുന്നില്ല. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് അവിടുന്ന് അരുളി ചെയ്തു, ഞാൻ മരിച്ചാലും ഉയർക്കുമെന്ന്. വെള്ളിയാഴ്ച കഴിഞ്ഞു, ശനിയാഴ്ച കഴിഞ്ഞു, ഞായറാഴ്ചയുടെ സുന്ദരമായ പ്രഭാതം. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ബ്രഹ്മമുഹൂർത്തം. കാലകതിരവൻ ആകാശത്തിൽ ചെമ്മാനം ചമയ്ക്കുന്ന സുന്ദരമായ ആ മുഹൂർത്തത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുൻ പ്രഖ്യാപനമനുസരിച്ച് തന്നെ വരിഞ്ഞ് മുറുക്കി വെച്ച ശീലയുടെ ബന്ധമറുത്ത്, തന്നെ അടച്ചു വെച്ച ശിലാ കവാടം ബന്ധിച്ച്, റോമാന്റെ അധികാരമുദ്ര 7 തകർത്ത്, കണ്ണിൽ എണ്ണയും കയ്യിൽ ആയുധമായി എന്ന കാവൽ പടയാളികളെ കണിശമായി തോൽപ്പിച്ച്, മരണത്തിൻ്റെ മാറാല കീറി മരണാധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ തോൽപ്പിച്ച്, മരണത്തിൻ്റെ മേൽ വിജയം വരിച്ച് ഉത്തുംഗ പ്രതാപവാനായി ഉയർത്തെഴുന്നേറ്റ് ഇതാ കല്ലറയുടെ പുറത്ത് നസ്രായനായ യേശു, നിങ്ങളെന്നെ ക്രൂശിക്കുക, ഞാനോ ഉയർക്കും. ലോകചരിത്രത്തിൽ കത്തിയും കമ്പുമില്ലാതെ, കരവാളമില്ലാതെ, സന്നദ്ധ ഭടന്മാരില്ലാതെ, സാമ്രാജ്യ പിന്തുണയില്ലാതെ, സാമ്പത്തിക ശേഷിയില്ലാതെ വന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കല്ലറയ്ക്കുള്ള കാവൽ ശക്തി. പക്ഷെ അതെല്ലാം അങ്ങനെ തന്നെ കിടപ്പുണ്ട്. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു അടക്കപ്പെട്ടു ഇപ്പോൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ ഇനി ക്രൂശിക്കാനൊക്കെയില്ല. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇവനാണ് രക്ഷിതാവ്. ഒരു മനുഷ്യവർഗത്തിൻ്റെ രക്ഷിതാവ്, ക്രൂശിൽ മരിച്ചവൻ, പാപത്തിൻ്റെ പരിഹാരം വരുത്തിയ. റോമാലേഖനം 3:26 വായിക്കുന്നത്, അവൻ ദൈവം നീതിമാൻ, പാപിയെ ശിക്ഷിച്ചോ. എവിടെ ശിക്ഷിച്ചു? കാൽവരിയുടെ ക്രൂശിൽ ക്രിസ്തുവിന്റെ ജഡത്തിൽ പാപത്തിന് ശിക്ഷ വിധിച്ചു. അപ്പോൾ ദൈവം പാപിയെ ശിക്ഷിച്ചു. അപ്പോൾ ദൈവമാരായി? നീതിമാനായി. 2, ഇപ്പോൾ പാപിയെ രക്ഷിച്ചെങ്കിൽ യേശുക്രിസ്തു ആരായി? അവൻ നീതിമാനായി. ഇപ്പോൾ രക്ഷിക്കപ്പെട്ട പാപി ആരായി? അവനും നീതിമാനായി. ഇതാണ് റോമാലേഖനം 3:26 വിശദീകരണം. അവിടെ കർത്താവായ യേശുക്രിസ്തു ഇപ്പോൾ മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരം വരുത്തി. ഇങ്ങനെയുള്ള രക്ഷിതാവാണ്. പൂർണ്ണമായി രക്ഷിക്കുവാൻ കഴിയുന്നവനാണ് നമ്മുടെ കർത്താവ്. യേശുക്രിസ്തു രക്ഷിക്കാമെന്ന് പറഞ്ഞാൽ അല്പസ്വല്പം രക്ഷിക്കുകയല്ല. ഇപ്പോൾ സമ്പൂർണ്ണനായ ദൈവത്തിന് സമ്പൂർണ്ണമായ ഭാവമാണ് യേശുക്രിസ്തു. ഇവിടെ ഞാൻ 1-2 കുറിപ്പുകൾ കൂടെ അവതരിപ്പിക്കുന്നു. യേശുക്രിസ്തു സമ്പൂർണ്ണനായ ദൈവത്തിൻ്റെ സമ്പൂർണ്ണമായ അവതാരമാണ്. ദൈവത്തെക്കുറിച്ച് ഉപനിഷത്തിൽ ഞാൻ വായിച്ചുള്ളത് ഇങ്ങനെയാണ്, അവൻ പരിപൂർണമാണ്. ബൈബിളിൽ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 44 നമ്മൾ വായിക്കുന്നത്, ദൈവം സൽഗുണ സമ്പൂർണനാണ്. ഇതാണ് സൽഗുണ സമ്പൂർണൻ. കൊലോസ്യ ലേഖനം 2:9 വായിക്കുന്നത്, യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് പറയും, ഇവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സൽഗുണപൂർണനാണ്. അപ്പോൾ ഈ സൽഗുണപൂർണത ദൈവപുത്രനായ കർത്താവായ യേശുക്രിസ്തുവിൽ വിളങ്ങിയതായ സൽഗുണപൂർത്തി. കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റപ്പോഴാണ് ഇത് വളരെ അർത്ഥവത്തായി തീരുന്നത്. ഉപനിഷത്ത് പറയുന്നത്, പൂർണ്ണമിത പൂർണ്ണാൽ പൂർണ്ണമുദച്ഛതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ, പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണമെടുക്കുക, പൂർണ്ണമേവ അവശിഷ്യതേ, പൂർണ്ണം തന്നെ ഇത്, പൂർണ്ണത്താൽ പൂർണ്ണം വരുന്നു, പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണമെടുക്കുക, പൂർണ്ണം പിന്നെയും ശേഷിക്കും. അപ്പോൾ എടുക്കാവുന്നതും അവശേഷിക്കുന്നതുമായ പൂർണ്ണതയിൽ എടുക്കാവുന്ന പൂർണ്ണതയാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. എടുത്താലും ന്യൂനയില്ലാത്ത പൂർണ്ണൻ, ഇപ്പോൾ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഉത്തുംഗ പ്രതാപവാനായി നിലകൊള്ളുന്ന കർത്താവായ യേശുക്രിസ്തുവെ എല്ലാവർക്കും ഒരു മോഹമുണ്ട്, തങ്ങളുടെ നേതാക്കന്മാരെ ഒന്ന് ഉയർപ്പിച്ചാൽ കൊള്ളാമെന്ന്. പക്ഷേ തൂലികയുടെ തുമ്പ് കൊടുത്ത് കടലാസിൽ ഉയർപ്പിക്കുക അല്ലാതെ ശരീരമായി ഉയർക്കയില്ല. ഡോക്ടർ രാധാകൃഷ്ണൻ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ച് ഇങ്ങനെ എഴുതി, ശാരീരിക മരണത്തിന്മേലുള്ള ആത്മീയ വിജയമാണ് യേശുക്രിസ്തുവിൻ്റെ ഒരു പുനരുത്ഥാനം. അദ്ദേഹം എഴുതുകയുണ്ടായി. ഞാനൊരു കായംകുളത്ത് പ്രസംഗിക്കുമ്പോൾ ഈ മുസ്ലിങ്ങളിൽ തന്നെ ഉള്ള ഒരു ഗ്രൂപ്പുണ്ട്, ഖാദിയാനികൾ, അഹമ്മദിയാസ്. അവരെല്ലാം കൂടെ എൻ്റെ വേദി ബലമായി കയ്യേറി, വലിയ ആൾക്കൂട്ടമായിരുന്നു. പക്ഷേ ബലമായി കയ്യേറി അവർ എനിക്കെതിരായിട്ട് ഹിന്ദു ക്രിസ്ത്യാനിയുടെ ഉപക്രോശം എന്ന ലേഖിലേക്ക് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് യേശുക്രിസ്തു കാശ്മീരിൽ വന്നു മരിച്ചു എന്നാണ് വാദഗതി. ആ വാദഗതിയുടെ ലഘുലേഖകളെല്ലാം വിതരണം ചെയ്തു. അത് കേട്ടപ്പോൾ എനിക്കൊരു ചെറിയ ആവേശം. ഞാൻ വിചാരിച്ചു, എന്നാൽ ഈ കാശ്മീരിലെ കല്ലറ ഒന്ന് കാണണമല്ലോ എന്ന്. അപ്പോൾ 2 മുസ്ലിം കൂട്ടുകാരും എനിക്കുണ്ട്, 2 പേരും അധ്യാപകരാണ്. വേറൊരു സുഹൃത്തും, ഞങ്ങൾ 4 പേരായിട്ട് നേരെ കാശ്മീരിൽ ചെന്നു. കാശ്മീരിൽ
ശ്രീനഗറിനടുത്ത് കാനിയാർ ഗ്രാമത്തിൽ ഒരു കല്ലറയുണ്ട്. ആ കല്ലറയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഊസ് ആസാഫിൻ്റെ കല്ലറ. ആ ആസാഫിൻ്റെ കല്ലറയുടെ വാതിക്കലെത്തിയപ്പോൾ അവിടെ നിന്ന ഒരാൾ കാവൽക്കാരൻ അയാൾ ഓരോരുത്തരെ കടത്തി വിടുന്നു. അപ്പോൾ അതിന് ഫീസുണ്ട്, അത് കൊടുത്ത് ഞങ്ങൾ പാസ്സൊക്കെ എടുത്താണ് പോകുന്നത്, കയറ്റി വിടും. അപ്പോൾ എന്നോട് ചോദിച്ചു പേരെന്താണ്? ഞാൻ പറഞ്ഞു എൻ്റെ പേര് കൃഷ്ണൻകുട്ടി എന്നാണ്, എനിക്ക് ദ്വിഭാഷയുണ്ട് എന്ന് പറഞ്ഞാൽ ഉറുദുവിൽ സംസാരിക്കാം. അപ്പോൾ ഇയാൾ ചോദിച്ചു കൃഷ്ണൻകുട്ടി കാഫർ എന്ന് പറഞ്ഞാൽ അവിശ്വാസി, കടത്തി വിടുകയില്ല. അപ്പോൾ എനിക്കൊരു കാര്യം പറയാൻ, പതുക്കെ ഈസാ നബി, മൂസാ നബി, എല്ലാ നബിയും പൈസാ നബീൻ്റെ കീഴിലാണല്ലോ. ഇയാൾക്ക് 2 ചൂട് നോട്ട് കൊടുത്തു. അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇയാൾ എന്നെ കണ്ണടച്ച് നിന്നു. ഞാൻ അകത്ത് കയറി. പിന്നെ ഒരു കല്ലറയുടെ അകത്തിറങ്ങണം, എനിക്ക് കല്ലറയുടെ അകത്തിറങ്ങി ഫോട്ടോ എടുക്കണം. അതിന് ഇറങ്ങാൻ വേറെ ആരും കൂടെ ഇറങ്ങിയില്ല, അവരെല്ലാം പുറത്ത് നിൽക്കുകയാണ്. എനിക്ക് കല്ലറയുടെ അകത്തിറങ്ങണമായിരുന്നു. അകത്തിറങ്ങാൻ നേരത്തെ അവിടെ ഇവൻ പേര് കൃഷ്ണൻകുട്ടി കാഫർ, കടത്തി വിടുകയില്ല. അവന് കൊടുത്തതിനേക്കാൾ അല്പം കൂടെ മൂല്യമുള്ള 2 നോട്ട് ഇവനും കൊടുത്തു. അപ്പോൾ അവനും കണ്ണടച്ചു. ഞാൻ ഇറങ്ങി ഫോട്ടോ എടുത്ത് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ അത് വിപുലമായി ഇറക്കിയിട്ടുണ്ട് ഞാൻ. അഹമ്മദിയ ഖണ്ഡനം. അഹമ്മദിയർ ഇസ്ലാമിനും ദോഷമാണ്, ക്രിസ്ത്യാനികൾക്ക് ദോഷമാണ്, നമുക്കെല്ലാം ദോഷമാണ്. അതുകൊണ്ട് മുസ്ലിം സഹോദരന്മാരെ നിങ്ങൾ ഒന്നിച്ച് ഇവരെ എതിർക്കേണ്ടതാണ്. അതുകൊണ്ട് അഹമ്മദ് ഖാദിയാനികൾ, അതിനുശേഷം അവരെന്നോട് ക്ഷമാപണം ചെയ്തിട്ടുണ്ട്. കൃഷ്ണൻകുട്ടി, ഞങ്ങൾ കുറേയൊക്കെ പറഞ്ഞതൊക്കെ ക്ഷമിക്കണം, ഞങ്ങൾക്ക് നിങ്ങൾ അറിയാവുന്നത്ര അന്നറിഞ്ഞുകൂടായിരുന്നു എന്നൊക്കെ അവർ സമ്മതിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, അതുകൊണ്ട് മറ്റു യേശുക്രിസ്തുവിനെ കുറിച്ച് ഞങ്ങൾ പറയുമ്പോൾ കാൽവറിയിലെ ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഉത്തുംഗ പ്രതാപവനായി കാലേ മധ്യേ നിൽക്കുന്ന കർത്താവിന് മാത്രമേ പാപിയുടെ രക്ഷിതാവായിരിക്കാൻ കഴിയുള്ളൂ. അവൻ മാത്രമാണ് പാപികളുടെ രക്ഷിതാവ്. ഇത്രയും ഞാൻ പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, പാപികളെ രക്ഷിക്കാൻ ആർക്ക് കഴിയും? ദൈവത്തിനേ കഴിയൂ. ആ ദൈവം ഇറങ്ങി വന്നവനാണ് കർത്താവ്. ഇപ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുവാൻ ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6 മുതൽ വാക്യത്തിൽ പറയുന്ന പോലെ സ്വർഗം വെടിഞ്ഞ് ദൈവത്തോടുള്ള ദൈവരൂപം വെടിഞ്ഞ് 1-ാമത്തെ പടിക്കെട്ട് ഇറങ്ങി. 2-ാമത്തെ പടിക്കെട്ട് ദൈവത്തോടുള്ള സമത്വം അത് വെടിഞ്ഞ് 3-ാമത്തെ പടിക്കെട്ട് മനുഷ്യ സാദൃശ്യത്തിലായി 4-ാമത്തെ പടിക്കെട്ട് ദാസരൂപമെടുത്തു. ആ ദാസരൂപമെടുത്ത് സേവനത്തിന് വേണ്ടി വന്ന കർത്താവ് 5-ാമത്തെ പടിക്കെട്ടിൽ ഇറങ്ങി മരണത്തോളം, 6-ാമത്തെ പടിക്കെട്ട് ക്രൂശിലെ മരണത്തോളം, ഒടുവിലായി 7-ാമത്തെ പടിക്കെട്ട് തന്നെത്താൻ താഴ്ത്തി ഇറങ്ങി വന്നാണ് കാൽവറിയിലെ ക്രൂശിൻ്റെ അടുക്കൽ ചെല്ലുന്നത്. ഈ കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമേ പാപികളുടെ രക്ഷിതാവായിരിക്കാൻ സാധിക്കൂ. അല്ല എന്ന് പറയാൻ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ കൃഷ്ണൻകുട്ടി 2 വട്ടം വെല്ലുവിളിക്കും. വെറുതെ ഞാൻ ഊഹാപോഹം പറയാറില്ല. അതുകൊണ്ട് യേശുക്രിസ്തു മാത്രമാണ് മനുഷ്യവർഗത്തിൻ്റെ ഏകൈക രക്ഷിതാവ്. ഈശ്വരൻ എല്ലാവർക്കും ഏകനാകുന്നു. ഏക സത്യ ദൈവമേ നമുക്കുള്ളൂ. യോഹന്നാൻ 17:3. 2, യേശുക്രിസ്തു ദൈവം മനുഷ്യവർഗത്തെ സൃഷ്ടിച്ചത് ഒരേ ഒരു ജനതയായിട്ടാണ്. ആ ജനത എല്ലാ മനുഷ്യവർഗം ഒന്നുപോലെ എല്ലാവരും തുല്യരാണ്. എല്ലാവരും പാപത്തിലും തുല്യരാണ്, മൃതിയിലും തുല്യരാണ്, നരകത്തിലേക്ക് പോകുന്നതിലും തുല്യരാണ്. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും അവരുടെ രക്ഷാമാർഗങ്ങളെല്ലാം പാടെ പരാജയപ്പെട്ടതാണ്. ഈ പന്ഥാവിൽ കർത്താവായ യേശുക്രിസ്തു പാപികളുടെ രക്ഷിതാവായി വന്ന് എല്ലാവിധമായിരിക്കുന്ന യോഗ്യതകളും തികഞ്ഞ രക്ഷിതാവ്, പാപം മരിക്കുവാൻ അർഹത നേടിയ കർത്താവായ യേശുക്രിസ്തു മനുഷ്യാവതാരം കൊണ്ട് മരിക്കുവാൻ അർഹത നേടിയ, പാപം ആവഹിച്ച് തന്നിൽ തന്നെ ചുമന്നതുകൊണ്ട് മരിക്കുവാൻ അർഹത നേടിയ കർത്താവ്. പക്ഷേ ഈ മരണം എന്താ പറഞ്ഞിരിക്കുന്നത്? കുരിശിലെ മരണം എന്ന് പറഞ്ഞാൽ സമം, കുരിശ് മരണം എന്ന് പറഞ്ഞാൽ സമം 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 22-23 വാക്യം. ക്രൂശിലെ മരണം എന്ന് പറഞ്ഞാൽ ശാപം എന്നല്ല എഴുതിയിരിക്കുന്നത്. യഹൂദന്മാർക്ക് ശാപവും ഇടർച്ചയും, യവനന്മാർക്ക് പോഷത്വവും. അവിടെ എഴുതാത്ത ഒന്ന് ഞാൻ കൂട്ടിച്ചേർക്കുന്നു, റോമന് ബലഹീനവും. ഇതാണ് കുരിശുമരണം. ഈ കുരിശുമരണമാണ് യേശു വരിച്ചത്. അപ്പോൾ ബൈബിൾ തന്നെ ശബ്ദം എന്നെഴുതിയിരിക്കുന്ന ഈ ശബ്ദമരണം വരിച്ചവനാണ് കർത്താവ്. ഇവനാണോ രക്ഷിതാവാകുന്നത്? പക്ഷേ അത് എല്ലാവർക്കും വേണ്ടി യേശു ശാപമായി. പക്ഷേ ഈ മരണത്തെ മാത്രമേ യാഗം എന്ന് വിളിച്ചിട്ടുള്ളൂ. ഈ മരണത്തെ മാത്രമേ യാഗം എന്ന് പറഞ്ഞിട്ടുള്ളൂ. എഫേസ്യ ലേഖനം 5:2 തന്നെത്താൻ വഴിപാടും യാഗവുമായി സമർപ്പിച്ചവൻ, ഇതിനെ മാത്രമേ യാഗമെന്ന് വിളിച്ചിട്ടുള്ളൂ. എബ്രായ ലേഖനം 9:14 തന്നെത്താൻ യാഗമായി തീർന്നവൻ. എബ്രായ ലേഖനം 9:26 ലോകാവസാനത്തിൽ സമം യുഗാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് അവൻ പാപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി കർത്താവായ യേശുക്രിസ്തു ഈ ഏകം. എബ്രായ ലേഖനം 10:10 ഏകയാഗത്താൽ സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. 10:12 ഒരിക്കലായി ശരീരയാഗത്താൽ പാപത്തിൻ്റെ പരിഹാരം എന്നേക്കുമായി വന്നിരിക്കുന്നു. 10:14 പാപത്തിൻ്റെ ശുദ്ധീകരണം വന്നിരിക്കുന്നു. എബ്രായ ലേഖനം 10:18 ഇനി പാപങ്ങൾക്ക് വേണ്ടി യാതൊരു യാഗവും ശേഷിക്കുന്നതേയില്ല. അപ്പോൾ ഈ നിന്ദ്യമായ, നീചമായ, നികൃഷ്ടമായ മരണം വരിച്ച ഇതിനെ മാത്രമേ യാഗമെന്ന് വിളിച്ചിട്ടുള്ളൂ.
സോക്രട്ടീസിൻ്റെ മരണം ഏറ്റവും ഒന്നാണ്. അതിനെക്കുറിച്ച് ഒരാൾ എഴുതിയിരിക്കുന്നത് ക്രിസ്തുവിന് മുമ്പുള്ള ക്രിസ്ത്യാനി എന്നാണ് സോക്രട്ടീസിനെ കുറിച്ച് പറഞ്ഞത്. അദ്ദേഹത്തെ വിഷം കൊടുത്താണ് കൊന്നത്. ആ മരണത്തെ യാഗമെന്ന് വിളിച്ചിട്ടില്ല. ലോകത്തിൽ ഏറ്റവും നിന്ദ്യവും നീചവും നികൃഷ്ടമായ ക്രൂശുമരണം വരിച്ച യേശുവിൻ്റെ മരണമാണ് യാഗം എന്ന് വിശേഷിപ്പിക്കുന്നത്. പ്രിയ സഹോദരന്മാരെ, നൂറ്റാണ്ടുകൾ കൊണ്ട് ജനകോടികൾ പ്രതീക്ഷിച്ച മാനവർഗത്തിൻ്റെ ഉദ്ധാരകനായ മശിയ, യഹൂദ ഇന്ത്യയിലെ ആര്യന്മാരെല്ലാം വരുവാൻ പോകുന്ന പ്രജാപതി, എല്ലാ ഹവിസിനും അർഹത നേടിയ എന്ന് പറഞ്ഞാൽ ആർക്കാണ് ഞങ്ങൾ ഈ ഹവിസ് അർപ്പിക്കേണ്ടത്? കസ്മൈ ദേവായ ഹവസ വിധേമ. ആ ചോദ്യത്തിനുള്ള മറുപടി പ്രജാപതി എന്ന ഏകദൈവത്തിന് തന്നെ. അങ്ങനെ ഏകദൈവം മനുഷ്യാവതാരം ചെയ്ത് ഒടുവിലായി പാപപരിഹാരം വരുത്തുമെന്ന് ഇന്ത്യയിൽ ആര്യന്മാർ വിശ്വസിച്ചു. ആ മനുഷ്യാവതാരത്തിന് ഉപനിഷത്തുകാരന്മാർ പറഞ്ഞു, അവൻ മനുഷ്യനായി അവതരിച്ച ഈ മനുഷ്യാവതാരം എന്ന് പറയുന്നത് അവൻ സത്യത്തിൻ്റെ മൂർത്തിമൽഭാവമാണ്, അതുകൊണ്ട് സത്യമാണ് ഇവനെന്ന് യേശുക്രിസ്തു ഞാൻ തന്നെ സത്യം. ഉപനിഷത്ത് ആചാര്യൻ പറഞ്ഞത് ഇങ്ങനെയാണ്. എന്താണ് സത്യം? സത് എന്ന് പറയുന്ന വാക്ക്, സത്യം എന്ന് പറയാൻ 3 വാക്കുകളുടെ ഏകകമാണ് എന്ന് പറയാൻ സത് തത് തത് മതയത്ത് മർത്യ എന്ന് പറഞ്ഞാൽ സത്ത്, അത് പറഞ്ഞാൽ അമരത്വം, സത് എന്ന് പറഞ്ഞാൽ മർത്യത്വം. അതുകൊണ്ട് 3 ഭാവങ്ങൾ. തത് എന്ന് പറഞ്ഞാൽ മനുഷ്യത്വം. ഈ 3 ഭാവങ്ങളെ ഉള്ളുകൊണ്ടാണ് യേശു ഇതാണ് സത്യം. അല്ലാതെ യേശു ഞാൻ തന്നെ സത്യം. ഉപനിഷത്ത് പറയുന്ന സത്യം യേശുക്രിസ്തുവാണ്. അപ്പോൾ പ്രജാപതി എന്ന് ഋഗ്വേദം പറയുന്ന, ഉപനിഷത്തുക്കൾ സത്യമെന്ന് വിളിക്കുന്ന, സത്യത്തിന് മനുഷ്യാവതാരമെന്ന് പാർസികൾ വിളിച്ച, മശിയ എന്ന് യൂതന്മാർ പേരിട്ട, വരുവാനുള്ള രക്ഷിതാവെന്ന് ലോകം പ്രതീക്ഷിച്ച ഇവൻ ഇപ്പോൾ മാനവർഗത്തിൻ്റെ രക്ഷിതാവ്. എല്ലാവരും ഇവങ്കിലേക്ക് നോക്കി രക്ഷപ്പെടുവനെന്നാണ് ദൈവത്തിൻ്റെ പ്രഖ്യാപനം. പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ സഭ ഏതെന്നൊരു ചോദ്യമേ ഇല്ല. എല്ലാവർക്കും നോക്കുവാനുള്ളത് എവിടെയാണ്? ഇവങ്കിലേക്ക് നോക്കി. കാൽവറിയിലെ കുന്നിൻ മുകളിൽ ഉയർത്തിയിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന് 2 നിലയിലാണ് യേശു ഉയർത്തപ്പെട്ടത്. ഒന്ന്, കാൽവറിയിലെ ക്രൂശിൽ പാപത്തിൻ്റെ പരിഹാരം ഉയർത്തിയ കർത്താവായ യേശു ക്രിസ്തു ഞാൻ ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കുമെന്നാണ് പറഞ്ഞത്. 2ാമത് അവനെ ഉയർത്തി. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. അങ്ങനെ സകല നാമത്തിനും മേലായ നാമം, എല്ലാ നാമത്തിനും അവനെ സ്വർഗം ഉയർത്തിയിരിക്കുകയാണ്. എല്ലാ നാമത്തിനും മേലായ നാമം ധരിച്ചിരിക്കുന്ന കർത്താവ്. ഇപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ അടുക്കൽ വരുന്ന ആർക്കും അവൻ നൽകുന്നു രക്ഷദാനമാണ്. രക്ഷ സൗജന്യമാണ്. പുസ്തകത്തിൽ മുഴങ്ങിക്കേൾക്കുന്നത് രക്ഷ സൗജന്യം 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 എന്ന വിളംബരം. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സ്തോത്രക്കാഴ്ച തന്നെ പരിപാടി വേണ്ടാന്ന് വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സഹോദരന്മാരെന്നോട് ചോദിച്ചു, ഒടുവിൽ ഈ നിങ്ങളുടെ പ്രവർത്തനത്തിന് വേണ്ടി ഒരു സ്തോത്രക്കാഴ്ച എടുത്താലോ എന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, അതിൽ അത്രയും പണം ഇനി കുറച്ച് മതിയെന്ന് പറഞ്ഞു. കാരണം നമ്മൾ ഇതുവരെ നടത്തുന്ന ഒരു യോഗത്തിലും സ്തോത്രക്കാഴ്ച എടുക്കാറില്ല. ആ പണം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. അത് ഇന്ന് ഞാൻ ആവർത്തിച്ച് പറഞ്ഞു, സഹോദരന്മാർ അത് വേണമെന്ന് വെച്ചു അല്ലേ? വേണമെന്ന് തന്നെ വെച്ചിട്ടുണ്ട്. കാരണം സൗജന്യമായി നിങ്ങൾ ഈ പ്രസംഗം കേൾക്കുകയാണ്. പ്രിയ സഹോദരി നിങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. ജഡത്താൽ കറപിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് ചിലരെയെങ്കിലും തീയിൽ നിന്ന് വലിച്ചെടുക്കേണ്ടതിനാണ് ഞങ്ങൾ ഈ കണ്ടക്ഷോഭം നടത്തുന്നത്. ചിലരെയെങ്കിലും. അതുകൊണ്ട് നിങ്ങൾ ആരുന്നൊരു ചോദ്യമേ ഇല്ല. ദൈവത്തിന് ഞാൻ പറഞ്ഞല്ലോ ജാതി മതം വർഗമൊന്നുമില്ല എന്ന്. രക്ഷിക്കപ്പെടുവാൻ വിധിക്കപ്പെട്ടിരിക്കുന്ന ആർക്കും രക്ഷിക്കപ്പെടുവാനുള്ള സമയം ഇതാണ് സുപ്രസാദകാലം, ഇതാണ് രക്ഷാദിവസം. ഈ സുവിശേഷം നാളെ പ്രസംഗിക്കുമെന്നുള്ളതിന്, നാളെ കേൾക്കാമെന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല. അതുകൊണ്ട് ഇപ്പോൾ ഇന്ന്, 2 വാക്ക്, ഇന്ന് ഇപ്പോൾ, ഇതാണ് ബൈബിൾ പറയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ സുപ്രസാദകാലം. ചിന്തിക്കാൻ കഴിയുന്ന ഈ കാലത്ത്, മനസ്സിലാക്കാൻ കഴിയുന്ന കാലത്ത് ഈ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കണം. ഞാൻ യേശുക്രിസ്തുവിനെ, എന്നെ കേട്ടുള്ളവരിവിടെ ഉണ്ട് എങ്കിലും പുതുതായി കേൾക്കുന്നവർക്ക് വേണ്ടി എൻ്റെ സാക്ഷ്യത്തിന് 2 കാര്യം പറയുന്നു. ഞാൻ യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്നതിനോ ക്രിസ്ത്യാനിയാകുന്നതിനോ ഒന്നും ക്രിസ്ത്യാനിയായ വിശ്വസിച്ചവനല്ല. യേശുക്രിസ്തു ഇന്ത്യക്ക് വേണ്ട എന്ന് പറയുവാൻ കച്ചവടക്കാരായ ഇംഗ്ലീഷുകാർ കപ്പലിൽ കയറ്റി ഇറക്കുമതി ചരക്കായ യേശുവിനെ കപ്പലിൽ കയറ്റി തിരിച്ചയക്കുക എന്ന് സംഘപരിവാർ പറയുന്നതിനും അനേക വർഷങ്ങൾക്ക് മുമ്പ് വളരെ ശക്തമായി പറഞ്ഞുകൊണ്ട് ക്രിസ്തുമാർഗത്തെ എതിർത്തവനാണ്. യേശുക്രിസ്തുവിനെ ഞാൻ വേശ്യയുടെ മകനെന്നാണ് ആക്ഷേപിച്ചത്. ആ കർത്താവായ യേശുക്രിസ്തു എന്ന് ഇന്ന് ഞാൻ വിളിക്കുന്നവനെ അന്ന് ഞാൻ അച്ഛൻ്റെ മകനെന്ന് പുച്ഛിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ കർത്താവായ യേശുക്രിസ്തുവുമായി ഏറ്റുമുട്ടാൻ പോയി. ആളറിയാതെ ഏറ്റുമുട്ടാൻ പോയതാണ്. അങ്ങനെ ഏറ്റുമുട്ടി പറയാം, ഞാൻ അവനെ കപ്പൽ കയറ്റുമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അവൻ പറഞ്ഞു, നിന്നേക്കാൾ വമ്പന്മാർ കൊമ്പന്മാരെല്ലാം കൊമ്പരച്ച് പരാജയപ്പെട്ട വേദിയാണ്. നീ എന്നെ കപ്പലിൽ കയറ്റി അയക്കുമെന്ന്, ഞാൻ നിൻ്റെ ഹൃദയത്തിൽ കയറി പറ്റുമെന്ന് പറഞ്ഞു. ഇതൊക്കെ എന്നെ നേരിട്ടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഇതൊക്കെ എൻ്റെ മാനസികമായ വെളിപ്പാടെന്ന് പറയാം. അതിനെയാണ് ഉദ്ദീപനം എന്ന് പറയും, ആത്മീയ ഉദ്ദീപനം. അത് പറഞ്ഞെന്നോട്, ഞാൻ നിൻ്റെ ഹൃദയത്തിൽ കയറി പറ്റും. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇവനെ കടൽ കടത്തുമെന്ന്, ഇന്ത്യക്ക് വേണ്ട. അവൻ പറഞ്ഞു, എന്നാൽ നീ പോയി പ്രസംഗിക്ക്, എന്നെ ഇന്ത്യക്ക് വേണമെന്ന്. അതുകൊണ്ട് എത്രയോ വട്ടം RS-കാരൻ തലവെട്ടാൻ പറഞ്ഞതാണ്. പക്ഷേ എന്ത് ചെയ്യാം, സമയമായിട്ടില്ല. അതുകൊണ്ട് എനിക്കൊരു ഉറപ്പുള്ളത്, ഇന്ത്യയിലുള്ള എല്ലാവരും കൂടെ, ലോകത്തിലെ സകല ജനകൂടികൾ ഒന്നടങ്കം എന്നെ കൊല്ലാൻ വിചാരിച്ചാൽ നടക്കുകയില്ല. എല്ലാവരും കൂടെ ദൈവം വിചാരിക്കുന്ന സമയം വന്നാൽ ഇവരെല്ലാം കൂടെ രക്ഷിക്കാമെന്ന് പറഞ്ഞാലും
നടക്കുകയില്ല. അതുകൊണ്ട് ആ തൻ്റെ ഇടമുള്ളതുകൊണ്ട് ഒരുത്തനെയും കൂസുകയില്ല. അതുകൊണ്ട് 1957 ഒടുക്കത്തെ നാളിൽ ഞാൻ ക്രിസ്തുവിന്, ഞാനന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കാലമാണ്. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വരുന്നതിന് മുമ്പ് കോൺഗ്രസിൻ്റെ കാര്യത്തിൽ കുറച്ച് ബന്ധം, വലിയ ഇതൊന്നുമില്ല. എങ്കിൽ പിന്നെ പട്ടയം കിട്ടുമായിരുന്നു, കാശും കിട്ടുമായിരുന്നു. പക്ഷേ അതിന് ഞാൻ അധികം നിന്നില്ല. അതിനുവേണ്ടി ഞാൻ ഒരിക്കൽ പറഞ്ഞു കോൺഗ്രസ്സിന് വേണ്ടി സിന്ദാബാദ് പറഞ്ഞ് കോൺഗ്രസ്സിന് വേണ്ടി വോട്ട് പിടിക്കാനൊക്കെ പോയതാണ്. അത് കഴിഞ്ഞ് പിന്നെ കുറേ കൂടെ കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് സ്കൂളിൽ പഠിക്കുന്ന എൻ്റെ വിദ്യാഭ്യാസം പോയത് അങ്ങനെയാണ്. മലയാളം 7ാം ക്ലാസ്സിൽ ഞാൻ കയറിയതേ ഉള്ളൂ. അപ്പോഴാണ് ഞങ്ങളുടെ നാട്ടിൽ സ്വാതന്ത്ര്യത്തിൻ്റെ സമരം നടക്കുന്നത്. ഞങ്ങളുടെ നാട്ടിൽ പി നീലകണ്ഠപിള്ള എന്ന് പറയുന്ന ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സമുന്നത നേതാവ് കോൺഗ്രസ്സുകാരൻ, അദ്ദേഹം വന്ന് പ്രസംഗിച്ച് തിരുവട്ട ക്ഷേത്ര മൈതാനിയിൽ ആയുസ്സിൽ ആദ്യമായി പ്രസംഗം കേൾക്കാൻ പോയതാണ്. അദ്ദേഹം ആവേശപൂർവ്വം എല്ലും തോലുമായിരിക്കുന്ന മനുഷ്യൻ ആകാശത്തിൽ മുഷ്ടി ചുരുട്ടി CP-യുടെ പോലീസ് പുല്ലാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് 14 വയസ്സ് തികയാത്തതിൻ്റെ കാലത്തും ഉണ്ടായ ഒരു ആവേശം. ഞാനും പറഞ്ഞു നമുക്ക് സ്വാതന്ത്ര്യം വേണം, ഉത്തരവാദിത്വ ഭരണം വേണം എന്നൊക്കെ ഞാനും പറഞ്ഞു മഹാത്മാഗാന്ധി കീ ജയ്, കോൺഗ്രസ് കീ ജയ് എന്നൊക്കെ. പക്ഷേ പിറ്റേ ദിവസം അദ്ദേഹം പറഞ്ഞു വിദ്യാർത്ഥികളെല്ലാം സമരരംഗത്ത് ഇറങ്ങണം എന്നൊക്കെ ആഹ്വാനം ചെയ്തു. ഞാൻ സ്കൂളിൽ ചെന്ന് കുട്ടികളോടെല്ലാം പറഞ്ഞു നമുക്ക് സ്വാതന്ത്ര്യ സമരത്തിന് തയ്യാറാകണം, രംഗത്തിറങ്ങണം, സമരം നടത്തണമെന്ന്. എങ്ങനെയോ എൻ്റെ സാർ അറിഞ്ഞു. എൻ്റെ ക്ലാസ് മാസ്റ്ററുടെ പേര് കറുത്ത പത്മനാഭപിള്ള, എൻ്റെ ഹെഡ് മാസ്റ്ററുടെ പേര് പച്ചതിന്നി പത്മനാഭപിള്ള. 2 പത്മനാഭപിള്ളമാരും കൂടെ അവർ തമ്മിൽ കസിൻ ബ്രദേഴ്സാണ്. എന്നെ വിളിച്ചു, കൃഷ്ണൻകുട്ടി രാമൻപിള്ളയുടെ മോനാണ്, പക്ഷേ ഇവിടെ ഇതൊന്നും ചിലവാകുകയില്ല. അതുകൊണ്ട് മറ്റന്നാൾ ചിത്തിരത്തിനാൾ മഹാരാജാവിൻ്റെ ജന്മജയന്തി കൊണ്ടാടണം, വഞ്ചിപ്പാട്ട് പഠിച്ച് വേണം ഇവിടെ വരാൻ. ഞാൻ പറഞ്ഞു സാർ വഞ്ചിപ്പാട്ട് വഞ്ചനപ്പാട്ട് തഞ്ചത്തിന് പാടാൻ ഞങ്ങളെ കിട്ടുകയില്ല, അതുകൊണ്ട് വേണം സ്വാതന്ത്ര്യ സമരം, സാറന്മാർ ഞങ്ങളെ സഹായിക്കണം, ഉത്തരവാദിത്വ ഭരണം വേണം. സാറ് പറഞ്ഞു മറ്റന്നാൾ നീ വരണേക്കണം, യാതൊരു കുഴപ്പം ഇവിടെ ഉണ്ടാക്കരുത്. ഞാൻ ചെന്ന് അമ്മയോട് പറഞ്ഞു അമ്മ 1 രൂപ വേണം. അമ്മ 1 രൂപ വന്നു. അതുകൊണ്ടൊരു ഗാന്ധി തൊപ്പി ഉണ്ടാക്കി. എന്ന് പറഞ്ഞാൽ ചരിച്ച് വെക്കണം. പി നീലകണ്ഠപിള്ള ചരിച്ച് വെച്ചതുകൊണ്ട് ഞാനും അതാണല്ലോ നമ്മുടെ രാഷ്ട്രീയ പാണ്ഡിത്യം. അതുകൊണ്ട് ഞാനും അത് ചരിച്ച് വെച്ചു. ആ തൊപ്പിയും ചരിച്ചു. ഞാൻ നേരെ സ്കൂളിൻ്റെ ചെന്നു. തിരുവട്ടാർ MM സ്കൂൾ ഇപ്പോഴും അവിടെ നിൽപ്പുണ്ട്. ആ സ്കൂള് ഈ റോഡ് വർക്കത്തുള്ള ഗേറ്റിൽ നിന്ന് കുറേ ഉള്ളിലാണ്. സാറിനറിയാം ഇവൻ പറഞ്ഞെങ്കിൽ പയ്യനാണെങ്കിലും പറഞ്ഞാൽ അതുപോലെ ചെയ്യുമെന്ന്. അതുകൊണ്ട് സാർ അവിടെ മാറുമെല്ലാം നിറഞ്ഞു നിൽക്കുകയാണ്. ഞാനങ്ങോട്ട് ചെല്ലുമ്പോൾ അപ്പോൾ നിന്നിട്ട് എന്നെ കണ്ടവിടെ നിൽക്കടാ, അവിടെ ഗേറ്റിൻ്റെ അവിടെ ഞാൻ നിന്നു. അത് എടുക്കടാ തൊപ്പി. ഞാൻ പറഞ്ഞു എടുക്കില്ല സാർ. സാർ ഒന്നുകൂടെ ഗർജിച്ച് എടുക്കടാ തൊപ്പി. എടുക്കില്ല സാർ. പിന്നെ അനുസരണമല്ലോ, സാർ അനുസരിക്കും, പക്ഷേ ഈ കാര്യത്തിൽ അനുസരിക്കില്ല, എടുക്കില്ല സാർ. ഞാൻ സ്വരം ഉയർത്തി. സാർ ഗർജിച്ചു ഇറങ്ങടാ പുറത്ത്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി 2 കൂട്ടുകാരെ കിട്ടി. തലേ ദിവസം പഠിപ്പിച്ചു വെച്ചതാണ്. 2 പേരും അപ്പുറം ഇപ്പുറം വന്നത്. അവരോട് ഞാൻ പറഞ്ഞു നമുക്കൊരു പാട്ട് പാടാം. അടികൾ ഈട്ടികൾ വെട്ടികൾ പൊട്ടികൾ മേത്തു തന്നെ വീഴിലും സകന സമര ശ്രദ്ധരായി നമ്മൾ തന്നെ നിൽക്കണം, CP തന്നെ വന്നു നിന്നു വലിയ തോക്ക് വെക്കിലും. അടികൾ ഈട്ടികൾ വെട്ടികൾ പൊട്ടികൾ മേത്തു തന്നെ വീഴിലും സകന സമര ശ്രദ്ധരായി നമ്മൾ തന്നെ നിൽക്കണം. ഇറങ്ങടാ പുറത്ത് സാർ. കയറിവാടാ ഇവിടെ. SI പപ്പുപിള്ള. തൊട്ട് മുകളിലാണ് പോലീസ് സ്റ്റേഷൻ. ഞാൻ 2 പോയില്ല. അതോടെ എൻ്റെ പഠിത്തം പോയി, വിദ്യാഭ്യാസം പോയി. പിന്നെ കുറേ കൂടെ വായന തുടങ്ങി. 2 ലൈബ്രറിയിലെ പുസ്തകങ്ങളൊക്കെ വായിച്ചു തീർത്തു, ഹിന്ദു മതത്തിൻ്റെയും കമ്മ്യൂണിസത്തിൻ്റെയും. അങ്ങനെ വായിച്ച് ഹിന്ദു മതത്തിൽ രാമായണ ഭാരതാദികളൊക്കെ വായിച്ച്, ഏകാദശി ശിവരാത്രി നവരാത്രി വിധങ്ങളൊക്കെ അനുഷ്ഠിച്ച്, എങ്കിലും കമ്മ്യൂണിസ്റ്റുകാരനായി തന്നെ ജീവിച്ച്, കാണുന്ന അമ്പലത്തിലെല്ലാം കുളിച്ചും തൊഴുതുമൊക്കെ ജീവിച്ച് ഇങ്ങനെയൊക്കെ പോയി. പക്ഷേ ഒടുവിൽ 2 ലൈബ്രറികളിലെ പുസ്തകങ്ങളെല്ലാം വായിച്ച് തീർന്നപ്പോൾ ഒരു കാര്യം സംഭവിച്ചു. കാലടി ശങ്കരനായ എൻ്റെ ശിഷ്യനായ ഞാൻ ഒടുവിലായിട്ട് കാർൽ മാർക്സിൻ്റെ ശിഷ്യനായി. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം അതെങ്ങനെയാകും കൃഷ്ണൻകുട്ടി? ഞാൻ മാത്രമല്ലല്ലോ, P സുന്ദരയ്യ, ജ്യോതി വാസു, ജ്യോതിർമയി വാസു, കല്യാണ സുന്ദരം, അച്യുതമേനോ, EMS ഇവരെല്ലാം ആദ്യം പഠിച്ച് വേദാന്തം, പിന്നെ പോയി മാക്സിയൻ പാളയത്തിൽ. ഞാനും അങ്ങനെ 3 വർഷം. അപ്പോൾ അന്ന് ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിയിൽ ചേർന്നിട്ട് ഒരിക്കൽ എൻ്റെ കൈകൾ ഇങ്ങനെ നീട്ടിപ്പിടിച്ചു. കുത്തി ഇറക്കി പേന ഊറി വന്നു. ചോര, ചുവന്ന ചോര, ചൂടുള്ള ചോര, ചൂടുള്ള ചോര. എഴുതി വെച്ചു ജീവിച്ചാൽ മാക്സിന് വേണ്ടി, പ്രവർത്തിച്ചാൽ മാർക്സിസത്തിന് വേണ്ടി. അന്ന് വയസ്സെനിക്ക് 21. അന്ന് എഴുതി ജീവിച്ചാൽ മാർക്സിസത്തിന് വേണ്ടി, മരിച്ചാൽ മാർക്സിസത്തിന് വേണ്ടി. 25-ാമത്തെ വയസ്സിൽ ആളറിയാതെ ഏറ്റുമുട്ടാൻ പോയി തച്ചൻ്റെ മകനോട്. തച്ചൻ്റെ മകനെന്ന് പോയത് കച്ചയും കെട്ടി ഇറങ്ങിയതാണ് പച്ചയ്ക്ക് തോൽപ്പിക്കാമെന്ന്. പക്ഷേ ഒടുവിൽ പിച്ചയ്ക്കാണ് തോറ്റത്. തോറ്റപ്പോൾ ഉച്ചത്തിൽ പറയേണ്ടി വന്നു യേശു ക്രിസ്തു അവൻ തച്ചൻ്റെ മകനല്ല, പ്രപഞ്ചമെന്ന മഹാസൗധം എടുത്തുയർത്തിയ പെരുന്തച്ചനാണ് ഇവനെന്ന് പ്രസംഗിക്കേണ്ടി വന്നു. അങ്ങനെ കർത്താവ് യേശു ക്രിസ്തുവിനെ എനിക്ക് മനസ്സിലായി. ഒരിക്കൽ കൂടെ എൻ്റെ കൈകൾ നീട്ടിപ്പിടിച്ചു, കൊച്ചു കൈകൾ. കുത്തിയിറക്കി പേന ഊറി വന്നു. ചോര നോക്കി, ചുവന്ന ചൂടുള്ള ചോര. എഴുതി ആ പേന കൊണ്ട് ജീവിച്ചാൽ ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി. ആ മുദ്രാവാക്യം എനിക്ക് 43 വർഷം കൊണ്ട് ആവേശകരം തരികയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ ക്രിസ്തുവിനെ പോലെ
പോലെ അംഗീകരിക്കാൻ, അനുകരിക്കാൻ, അനുഗമിക്കാൻ, ആദരിക്കാൻ, ആരാധിക്കാൻ, ആഘോഷിക്കാൻ കൊള്ളാകുന്ന അനന്യസാധാരണമായ ഒരു നാമം ആകാശത്തിന് കീഴിൽ അവനിക്ക് കീഴിൽ അന്യമായി ഇല്ല എന്നുള്ള അവിതർക്കിതമായിരിക്കയാൽ അനന്തത വെടിഞ്ഞ് അവനിൽ ആഗമിച്ച് അഖിലലോക ജനകോടികളുടെയും അതിശക്തമായിരിക്കുന്ന പാപം തൻ്റെ അതിപാവനമായ ശരീരത്തിൽ ആവഹിച്ച് അവനിക്കും ആകാശത്തിന് മധ്യേ ആ ദുഷ്ടനായതുകൊണ്ട് കള്ളുടനുള്ളിൽ അന്ത്യശ്വാസം വലിച്ച് അവനിൽ അടക്കപ്പെട്ട് ആയുധമേന്തിയ പടയണിയുടെ അതിശക്തമായ കാവൽപ്പടയാളികളെ കണിശമായി തോൽപ്പിച്ച് അതിശക്തിയോടെ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് തന്നെ ആണിയടിച്ച ലോകത്തിൽ ആണിപ്പാടുള്ള കാലുകൾ വീട്ടി നയിച്ച് നടന്ന് അവസാനം തന്നെ അനുഗമിച്ച വത്സല ശിഷ്യന്മാരെ ആണിത്തഴമുള്ള കയ്യിലോർത്തി അനുഗ്രഹിച്ചിട്ട് അനന്തതയിലേക്ക് ജന്മഗ്രാസനത്തിൽ അമർന്നിരുന്നുകൊണ്ട് അടുക്കൽ അഭയം ചൊല്ലി വരുന്ന ആർക്ക് വേണ്ടി മുടങ്ങാതെ മധ്യസ്ഥമണയ്ക്കുന്ന അനധിവിദൂര ഭാവിയിൽ അവനെ അടക്കി വാഴുവാൻ അനന്തരം ആഗമിക്കുവാൻ പോകുന്ന ഈ കർത്താവായ യേശുക്രിസ്തുവിനെ അകത്തലത്ത് അംഗീകരിച്ച് അവൻ ഈ ജീവിതം ധന്യമാക്കി അനന്തതയുടെ പങ്കാളികളായി തീരുവാൻ ഞാൻ നിങ്ങളെ ക്രിസ്തുവിലേക്ക്, ക്രിസ്തുവിൻ്റെ സവിധത്തിലേക്ക് ആഹ്വാനം ചെയ്യുകയാണ്. ഇവനല്ലാതെ വരെ രക്ഷിതാവില്ല, ഇവനല്ലാതെ വെളിപ്പെട്ട ദൈവമില്ല. കൃഷ്ണ, രാമ, ബുദ്ധ, കപില, ഗണാദാദികളോ സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടൽ ആദികളോ ഒന്നും മനുഷ്യനെ രക്ഷിക്കയില്ല. പാപി രക്ഷിതാവായി ഉയർത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു സ്വർഗം വിട്ടിറങ്ങി വന്ന, ക്രൂശിൽ മരിച്ച, പരിഹാരം വരുത്തിയ, ഉയർത്തെഴുന്നേറ്റ, സ്വർഗത്തിൽ ജീവിക്കുന്ന, വീണ്ടും വരുന്ന ഇവനാണ് പാപികളുടെ രക്ഷിതാവ്. ഇവന് മാത്രമേ രക്ഷിതാവായിരിക്കാനുള്ള എല്ലാ ഗുണങ്ങളുമുള്ളൂ. അതുകൊണ്ടാണ് പൂർണ്ണമായി രക്ഷിപ്പാൻ കഴിയുന്നവൻ. യേശു ക്രിസ്തു പൂർണ്ണമായി രക്ഷിക്കും. ഒരു വാക്കുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും, അപ്പോൾ സമയം ആകും. അതുകൊണ്ട് പൂർണ്ണമായി രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, ഇന്നലെ ഞാൻ ഒടുവിലായി പറഞ്ഞിരുന്നില്ല, ഈ ശരീരവും മടക്കിത്തരാമെന്നാണ് പറഞ്ഞത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, മണ്ണും വീണ്ടും ചേർത്ത്. ഉടനെ പിശാച് പറഞ്ഞു, നീ രണ്ടും കൂടെ ചേർത്തല്ലോ, ഞാൻ മുറിച്ച് മാറ്റാം. മരണം വന്നു. അങ്ങനെ മരണം വന്ന് മനുഷ്യനെ മരണത്തിന് വിധേയമാക്കി. യേശു ക്രിസ്തു വന്നു, നീ മുറിച്ച് മാറ്റിയാൽ ഞാൻ കൊട്ടിച്ച് ചേർക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ മരിച്ചപ്പോൾ ഈ ശരീരം മടക്കിത്തരാമെന്ന് പറഞ്ഞു. ഈ ശരീരം മടക്കിത്തരാമെന്നാണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. അതാണ് ക്രൈസ്തവ മാർഗത്തിൻ്റെ പ്രത്യാശ. ഇന്നലെ ഞാൻ സൂചിപ്പിച്ചതാണ് ക്രിസ്തു നൽകുന്ന അതിമഹത്തായ പ്രത്യാശ. പൂർണ്ണമായി രക്ഷിച്ച് എന്ന് പറയാം, യാതൊരു ഭയവുമില്ലാത്ത ഭദ്രമായ രക്ഷ കർത്താവായ യേശു ക്രിസ്തു നൽകുന്നു. ഈ കർത്താവായ യേശു എബ്രായ ലേഖനത്തിൽ പറയും, പൂർണ്ണമായി രക്ഷിക്കുവാൻ കഴിയുന്നവർ. ഇങ്ങനെയുള്ള രക്ഷിതാവാണ് കർത്താവായ യേശു ക്രിസ്തു. ഇവൻ പൂർണ്ണമായി രക്ഷിക്കും, ഒടുവിലായി അവൻ സ്വർഗ്ഗത്തിൽ ചേർക്കും. നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലെത്തുകയില്ല. ഒന്നുകിൽ ഇവൻ ലോകം കണ്ട ഏറ്റവും വലിയ കള്ളനും അഹങ്കാരിയുമാണ്, ഇല്ല എന്ന് വന്നാൽ ഇവൻ ദൈവം തന്നെയാണ്. രണ്ടിനും മധ്യേ ഒത്തുതീർപ്പില്ല. അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് വന്നപ്പോൾ അവൻ അനന്തതയിൽ നിന്ന് അവനിലേക്ക് ഒരു വഴി വെട്ടി തുറക്കുകയുണ്ടായി. വഴി രണ്ട് കൂട്ടിയിണക്കുന്ന മാധ്യമം. യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് ഒരു വഴി ഉണ്ടാക്കി. ഈ വഴി തൻ്റെ ദേഹമെന്ന തിരശീല ചിന്തി നമുക്ക് വേണ്ടി തുറന്നു തന്നു. ഈ വഴിയിലൂടെ ആയിരങ്ങൾ യാതൊരു വ്യത്യാസമില്ല, ഭാഷ, ജാതി, മതം ഒന്നുമില്ലാതെ 100 ദിവസം പ്രതി ഈ വഴിയിലേക്ക് പ്രവേശിച്ച് അനന്തതയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗ്യപങ്കാളിത്വം കൈവരിക്കുവാൻ ഒരേ ഒരു ദൈവം, ഒരേ സ്വർഗം, ഒരേ രക്ഷിതാവ്, ഒരേ ആകാശം, ഒരേ ഭൂമി, ഒരേ സൂര്യൻ, ഒരേ ജനത, ഒരേ ജനതയ്ക്ക് ഒരേ ഒരു രക്ഷിതാവ്. അതാണ് കർത്താവായ യേശു ക്രിസ്തു. ഇവനെ നിങ്ങളുടെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കണം. ഇതുവരെയും ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാത്ത ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ ഈ രാത്രിയിൽ നിങ്ങളുടെ സംശയങ്ങൾക്ക് ഒരളവിലൊക്കെ ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ആരെങ്കിലും കർത്താവിനെ സ്വീകരിക്കാതിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിലെ അസുലഭ സന്ദർഭമായി തീരട്ടെ. ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കണം. നമ്മുടെ ശരീരമാകുന്ന ഈ ക്ഷേത്രത്തിൻ്റെ ഹൃദയമാകുന്ന ശ്രീകോവിലിൽ യേശു ക്രിസ്തു എന്ന ദൈവപ്രതിമയെ പ്രതിഷ്ഠിച്ച് നിങ്ങൾ ധന്യരായിത്തീരണം. അതിന് ഇപ്പോൾ ഒരു സമർപ്പണം ചെയ്യാം. ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാൻ എൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നു എന്ന് ഏറ്റുപറയണം. ഇവനല്ലാതെ വലിയ രക്ഷിതാവില്ല. പത്രോസ് അതുകൊണ്ടാണ് പറഞ്ഞത്, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ അവനിയുടെ മുകളിൽ, വാക്കിൻ്റേതാണ് അദ്ദേഹത്തിൻ്റെ വാക്ക്, ഞാനിപ്പം മാറ്റിയിട്ടുണ്ട്, അവനിയുടെ മുകളിൽ അന്യമായൊരു നാമമില്ല. അതുകൊണ്ട് ഈ കർത്താവായ യേശു ക്രിസ്തു അല്ല രക്ഷിതാവില്ല. ഇവനത്രേ രക്ഷിതാവ്, ഇവനത്രേ കർത്താവ്, ഇവനത്രേ ദൈവം, വെളിപ്പെട്ട ദൈവം. അതുകൊണ്ട് ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ നമോവാകം ചൊല്ലി പവിത്ര പാതാരവിന്ദത്തിൽ വീണ് അവനെ നമസ്കരിക്കാം. ഇന്ന് രാത്രി ഈ കർത്താവിനെ സ്വീകരിക്കുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? നിങ്ങൾ ആർക്കെങ്കിലും ഈ കർത്താവിനെ സ്വീകരിക്കുവാൻ മനസ്സുണ്ടോ? നിങ്ങളുടെ ഹൃദയത്തിലൊരു തീരുമാനം ചെയ്യണം. കർത്താവേ, ഞാൻ ഇന്ന് എനിക്ക് വേണ്ടി സ്വർഗം വെടിഞ്ഞ്, ദൈവരൂപം വെടിഞ്ഞ്, ദൈവത്തിലുള്ള സമത്വം വെടിഞ്ഞ്, മാലാഖമാരുടെ ആരാധന വെടിഞ്ഞ്,
മണ്ണിൽ അവതരിച്ച് മറിയത്തിൻ്റെ മകനായി വന്ന് പാപലേശമൊന്നും ഇല്ലാതെ ഈ മണ്ണിൽ ജീവിച്ച് എൻ്റെ പാപങ്ങളെ ചുമന്ന് ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പൂർണ്ണമായി രക്ഷിക്കുവാൻ മുറിഞ്ഞ കൈപ്പാട് ഉയർത്തി നിൽക്കുന്ന അല്ലയോ നസ്രായനായ യേശുവേ, അങ്ങേ ഞാൻ എൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചുകൊണ്ട് എൻ്റെ ജീവിതം അങ്ങയുടെ പാതാരബിന്ദത്തിൽ സമർപ്പിക്കുന്നു എന്ന് ഒരു സമർപ്പണവാക്യം പറഞ്ഞാൽ ആ മാത്രയിൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. ഞാനിത് മറ്റാരോടും ഒന്നും പറയാതെ ഒരു ഏകാന്തതയുടെ വേദിയിൽ വെച്ചാണ് പറഞ്ഞത്. കർത്താവായ യേശു ക്രിസ്തു എന്നെ രക്ഷിച്ചു. ഈ 43 വർഷം കൊണ്ട് അവൻ പൂർണ്ണമായി രക്ഷിക്കുമെന്നുള്ളത് അനേക പാഠങ്ങളിലൂടെ മനസ്സിലാക്കി. നിങ്ങൾ വിചാരിക്കുന്നത് ക്രിസ്ത്യാനിയായി വന്നാൽ ഉടനെ പൂമാലയിട്ട് പൊഴുമാലയിട്ട് ഇങ്ങോട്ട് സ്വീകരിക്കുമെന്ന്. ആരും എനിക്ക് പൂമാലയും പൊഴുമാലയും തന്നിട്ടില്ല. യേശു ക്രിസ്തു തന്ന വിലയേറിയ കൃപയാൽ എന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവരുടെ മുമ്പിൽ പോലും വിജയിച്ച് 43 വർഷം വിജയകരമായി ജീവിക്കുവാൻ ദൈവം സഹായിച്ചു. ഒരിക്കലും എനിക്ക് പിന്മാറ്റം എന്ന് പറയുന്നത് ഉണ്ടായിട്ടേ ഇല്ല. ഓരോ അടി മുന്നോട്ട് പോയതല്ലാതെ പിന്മാറ്റം തിരുവട്ടാർ കൃഷ്ണൻകുട്ടിക്ക് സംഭവിച്ചിട്ടില്ല. ഓരോ ദിവസവും ഈ ക്രിസ്തുവിനെ പ്രസംഗിക്കുമ്പോൾ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കാൻ കഴിയില്ല തോന്നുമ്പോഴും ഇതൊരു നവശക്തിയെ ആർജിച്ചു പോവുകയാണ്. അതുകൊണ്ട് പിന്നെയും പ്രസംഗിച്ചാൽ മാത്രമേ എനിക്കൊരു ആവേശം വരികയുള്ളൂ. അതുകൊണ്ട് കുറേ ദിവസം വയ്യ എന്ന് പറഞ്ഞ് വീട്ടിൽ കിടന്നാൽ ഉടനെ ഒരു പ്രസംഗം എങ്ങനെയെങ്കിലും ചെയ്യണം. ക്രിസ്തുവിനെ പ്രസംഗിച്ചില്ലെങ്കിൽ ഈ യോനായ ഉണ്ടല്ലോ, യോനായ വിഴുങ്ങിയ മത്സ്യം, അതുപോലെയാണ് എൻ്റെ സ്ഥിതി. എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഇവനെ ഛർദ്ദിക്കണം. ഈ ക്രിസ്തുവിനെ എവിടെയെങ്കിലും കൊണ്ടൊന്ന് പ്രസംഗിച്ചില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരികയില്ല. പിന്നെ ദൈവത്തിൻ്റെ കൃപയാൽ എനിക്കൊരു സംവിധാനമുണ്ട്. ആ സംവിധാനം ഉപയോഗിച്ച് ഒരു ടീമൊക്കെ ഉണ്ട്, ഒരു വണ്ടിയൊക്കെ ഉണ്ട്, മൈസൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഉടനെ തന്നെ ആൾ വിളിച്ചു പറയും ഒരു പരസ്യവും ക്രമീകരിച്ച് അവിടെ ജോയിമാ പഠിക്കാനോ. കേരളത്തിൻ്റെ കൃഷ്ണൻകുട്ടി പ്രസംഗിക്കാത്ത ഒറ്റ കവലയും കേരളത്തിൽ കാണുകയില്ല. എവിടെയെങ്കിലും വല്ലതുണ്ടെങ്കിൽ ഞാൻ ഈ വർഷം കൊണ്ടത് പൂർത്തിയാക്കാൻ ഒരു പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ പ്രസംഗിക്കാൻ, പ്രമോദിക്കാൻ, പ്രഘോഷിക്കാൻ, പ്രസാദിക്കാൻ കൊള്ളാകുന്ന പ്രസ്താവ്യമായൊരു നാമം ഈ പ്രപഞ്ചസീമയിൽ വേറെയില്ല എന്നുള്ളത് പ്രസ്താവ്യം. ഈ കർത്താവിനെ സ്വീകരിക്കണമെന്ന് ഒരിക്കൽ കൂടെ വിനീതമായ ആലോചന പറയുന്നു. പ്രിയ സ്നേഹിതരെ, ഇനി ഒന്നുകൂടെ, ഈ കർത്താവായ യേശു ക്രിസ്തു അല്ലാതെ മനുഷ്യവർഗത്തിന് മറ്റു രക്ഷിതാവുണ്ടെന്ന് പറയുവാൻ ന്യായങ്ങൾ കൊണ്ട് സമർത്ഥിച്ചാൽ അവരെ നേരിടാൻ കൃഷ്ണൻകുട്ടി തയ്യാറാണ്. അതിന് സാധ്യമാണെങ്കിൽ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇവനത്രേ മനുഷ്യവർഗത്തിന് വേണ്ടി വെളിപ്പെട്ട രക്ഷിതാവ്. സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലെത്തുകയില്ല. മുറിഞ്ഞ കൈയും തുറന്നു വിലാവുമുള്ള നസ്രായനായ യേശു ക്രിസ്തു അവൻ തൻ്റെ ദേഹമെന്ന തിരശ്ശീല ചിന്തി ഈ പുതുവഴി, ഏകമായ വഴി തുറന്നു. ഏക ദൈവം, ഏക സ്വർഗം, ഏക ജനത, ഏക രക്ഷിതാവ്, ഏകമായ വഴി സ്വർഗത്തിലേക്ക് ഈ അനുഗ്രഹീതമായ ജീവൻ്റെ പന്ഥാവിൽ പ്രവേശിച്ച് ജീവൻ്റെ ലോകത്തിൽ ജീവൻ പ്രാപിച്ച് ജീവിക്കുവാൻ ജീവനുള്ള ദൈവം നിങ്ങളെ ഏവരെയും ജീവനുള്ള രക്ഷിതാവായ യേശു ക്രിസ്തു മുഖാന്തരം സഹായിക്കട്ടെ എന്ന് ആവർത്തിച്ച് ആശംസിച്ച് എൻ്റെ വാക്കുകൾക്ക് അവസാനത്തെ കുത്തും.